Hello, good evening, good evening. Yes, welcome to examwinner family. Asna, Shaji. Good evening, pets family. Hello. Evada kamada commerce le. Yes, strong powers. Evada poi commerce. Happy Independence Day. Good evening to all. Happy. But എനിക്ക് 7:08 ഉള്ളൂ. Okay, Suji Shiva. Okay. അപ്പോൾ നമ്മൾ ഇന്ന് +1 എക്കണോമിക്സിന്റെ അറിയാം മക്കൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് ഈ ഓണം എക്സാമിനെന്ന് അറിയായിരിക്കും അല്ലേ? അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സും ഇന്ത്യൻ ഇക്കോണമിന്ന് 2 ചാപ്റ്ററുമാണ് കേട്ടോ. കൃഷ്ണപ്രിയ യെസ് മിസ്സേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അർച്ചന. അപ്പൊ 5 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യുക പഠിക്കും, 2 ചാപ്റ്റർ അങ്ങോട്ട് പഠിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ സിറാജ് സാറ് വന്നിട്ട് നിങ്ങളുടെ ഇന്ത്യൻ ഇക്കോണമിയും കൂടെ അങ്ങ് പഠിപ്പിച്ചു തരും. ഓക്കെ, പിന്നെ മിസ് വീണ്ടും വരും നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ എടുത്തു തരാം. ഓക്കെ, മഴവില്ലേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. യെസ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പെട്ടെന്ന് മിനി മാരത്തൺ ആണെന്ന് മക്കൾക്ക് അറിയായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കൂ. ചാപ്റ്റർ 1 സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രഡക്ഷൻ. 2 മാർക്കിന്റെ വെയിറ്റേജാ ഈ ചാപ്റ്ററിന്. എന്ന് വിചാരിച്ചിട്ട് ഇതിനെ തീരെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല, കാരണം വളരെ സിമ്പിൾ ആയതുകൊണ്ട് 2 മാർക്ക് നമുക്ക് കിട്ടണം. അത് 2 ആണെങ്കിൽ 2. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് എടാ. ഓക്കെ, ഹെൽത്ത് ഓക്കെ അല്ലേ? ഹെൽത്ത് ഓക്കെ ആണ്. ഓക്കെ, now listen. Now next one, first one, meaning of statistics. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? അതാണ് ക്വസ്റ്റ്യൻ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഡീൽസ് വിത്ത് വാട്ട്? ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് കളക്ഷൻ. അതായത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അതുപോലെ അതിനെ അനാലിസിസ് വിശകലനം ചെയ്യുക, ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനിക്കുക. അതേപോലെ കിട്ടിയ വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. അതായത് നമ്മൾ നല്ല ഡയഗ്രത്തിൽ കൂടിയോ ചാർട്ടിൽ കൂടിയോ ഒക്കെ അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, വിശകലനം ചെയ്യും. അതുപോലെ ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യും. ഇതാണ് സത്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, നമ്മൾ എപ്പോഴും എന്ത് വെച്ചാ കളിക്കുന്നത്? യെസ്, സംഖ്യകൾ വെച്ച് നമ്മൾ ആറാടും. ഓക്കെ, നൗ വാട്ട് ഈസ് എക്കണോമിക്സ് ഡീൽസ്? അപ്പൊ എല്ലാവർക്കും സംശയം, എന്തിനാ ഈ എക്കണോമിക്സിൽ കയറി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്? സംഭവം ഒന്നുമല്ല, ഇക്കണോമിക്സിൽ നിന്നല്ല, നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്താലും പിള്ളേരെ അതിൽ എന്തുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, ഒരു സംശയവും വേണ്ട. ഇക്കണോമിക്സ് ഡീൽസ്, ഇക്കണോമിക്സ് എന്താണ് ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നമുക്ക് ചില ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച് ഓർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഓർ ഡിസ്ട്രിബ്യൂഷൻ. 3 എണ്ണമാണ് നമ്മുടെ മെയിൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മുടെ കൺസംഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മക്കളെ, എന്തുകൊണ്ടാണ് ഇതിന് ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? പ്രൊഡക്ഷൻ ആയാലും കൺസംഷൻ ആയാലും എക്സ്ചേഞ്ച് ആയാലും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഇവിടെയൊക്കെ പണം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇത് ഇക്കണോമിക് ആക്ടിവിറ്റീസാ. പക്ഷേ പണമല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ സർവീസസ് ചെയ്യുന്നുണ്ട്. അതെന്തല്ല, നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആട്ടോ. അപ്പൊ ഇക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിൽ അതിൽ എന്ത് വേണം? പൈസ, പണം, ട്രാൻസാക്ഷൻ വേണം. മനസ്സിലായോ? അപ്പൊ ഇതാണ് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ് ഡീൽസ് വാട്ട്. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് എക്സ്ചേഞ്ച്, ഓർ വി ക്യാൻ സേ പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് വാട്ട് ആർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാൽ മതി. പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ദേ ആർ known as economic activities. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ടേംസുകൾ പഠിക്കുന്നുണ്ട്. അത് പ്യുവർ ഇക്കണോമിക് ടേംസും കൂടിയാണ് കേട്ടോ. ഹൂ ഈസ് എ കൺസ്യൂമർ? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. ആരാണ് ഈ കൺസ്യൂമർ എന്ന്? കൺസ്യൂമർ എന്ന് പറയുന്നത് ഈസ് എ പേഴ്സൺ. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ് അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈസ് ഗുഡ്സ് ടു സാറ്റിസ്ഫൈ ഹിസ് ഓർ ഫാമിലി നീഡ്സ്. അതായത് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങിക്കും. അല്ലെങ്കിൽ ഹു ബൈസ്, എടാ
ആരാണോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? കൺസ്യൂമർ. അപ്പൊ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നത്, he is known as what? Consumer. Now the next term, producer. അത് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കോമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് പ്രൊഡ്യൂസർ എന്ന് കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലെ? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആരാണ്? വൺ ഹൂ പ്രൊഡ്യൂസേഴ്സ് ഓർ വൺ ഹൂ മേക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആരാണോ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഫാമർ, ഒരു ഡോക്ടർ, ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലെ? ഒരു ഫാർമർ ആണെങ്കിൽ അവർ സാധനങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ഇൻഡസ്ട്രിയലിസ്റ്റ്, അവരും പ്രൊഡ്യൂസേഴ്സ് ആണ്. ഒക്കെ ആരാണോ സാധനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സേവനം, സാധനങ്ങൾ മാത്രമല്ല നമുക്ക് സേവനങ്ങളും ആവശ്യമുണ്ട് അല്ലേ? ഇൻഷുറൻസ്, ബാങ്കിങ്, അങ്ങനല്ലേ? അങ്ങനെ ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? പ്രൊഡ്യൂസർ. ഓക്കെ, സോ പ്രൊഡ്യൂസർ ഈസ് എ പേഴ്സൺ who produces or who makes goods and services. Now comes the third one is seller. ആരാണ് സെല്ലർ എന്ന് വിളിക്കുന്നത്? വൺ ഹൂ സെൽസ്. ആരാണോ സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെന്ന് വേണം എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ പോയി ഷോപ്പിൽ പോയി പെന്ന് വാങ്ങിക്കും അല്ലെ? ആ പെന്ന് നിങ്ങൾക്ക് എടുത്തു തരുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ഹി ഈസ് നോൺ ആസ് എ സെല്ലർ. സോ വൺ ഹൂ സെൽസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആരാണോ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? സെല്ലർ. ഇനി ഇവരെന്തിനാ വിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താണ്? to get profit. ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും മക്കളെ the main aim is what? ഇവരുടെ മെയിൻ എയിം എന്താണ്? to make what? Profit അല്ലേ? ഇവരുടെ മെയിൻ എയിമും ലാഭം ഉണ്ടാക്കുക തന്നെയാണ്, അല്ലാതെ നാട്ടുകാരെ നന്നാക്കാനല്ല സത്യത്തില്. അപ്പൊ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരു സെല്ലർ ആണെങ്കിലും the main aim is to produce, to make what? Profit. Now comes the next one, employee. Employee എന്ന് പറഞ്ഞാൽ തൊഴിലാളി, അതാണ് employee. Okay, employee എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? Who works for someone. ആർക്കോ വേണ്ടി പണിയെടുക്കുന്നു. പണിയെടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? Gets remuneration, പ്രതിഫലം കിട്ടും. അവരെ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എംപ്ലോയി. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഹു വർക്ക് ഫോർ സമ്മൺ. ആർക്കോ വേണ്ടി പണിയെടുക്കുന്നു, വെറുതെ പണിയെടുക്കുകയല്ല. എന്ത് കിട്ടും? പണിയൊക്കെ എടുത്ത് കഴിഞ്ഞാലാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൂലി, റെമ്യൂണറേഷൻ കിട്ടും. അങ്ങനെ കിട്ടുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തൊഴിലാളി. ഓക്കെ, എംപ്ലോയി. Now the next one, employer. അടുത്ത ടേം ആണ് എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറയുന്ന ആരായിരിക്കും? മുതലാളി. ആരാണോ, ഏത് വ്യക്തിയാണോ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നത് അല്ലെ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എംപ്ലോയർ. എ പേഴ്സൺ ഹു എംപ്ലോയ്സ് അനദർ പേഴ്സൺ. അതായത് ഒരാള് വേറൊരാൾക്ക് ജോലി കൊടുക്കുക, എന്നിട്ട് എന്ത് കൊടുക്കണം? പേയ്മെന്റ് ഓഫ് വേജസ്, ശമ്പളവും കൊടുക്കണം, വേണ്ടേ? അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? എംപ്ലോയർ, മുതലാളി. സർവീസ് ഹോൾഡർ. എംപ്ലോയി ആണ്, സർവീസ് ഹോൾഡർ ആണ്. കൃഷ്ണപ്രിയ, വെരി ഗുഡ്. എംപ്ലോയിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ ഇങ്ങനെയും വിളിക്കും, സർവീസ് ഹോൾഡർ എന്നും വിളിക്കും. കാരണം ഇവരുടെ കയ്യിലാണ് സർവീസ് ഉള്ളത് അല്ലേ? ക്ലിയർ? ഇവരുടെ കയ്യിലല്ലേ സർവീസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവരെന്ത് വിളിക്കും? സർവീസ് ഹോൾഡർ ആണ്, അവരുടെ കയ്യിലാണ്. ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു എംപ്ലോയി ആണ്, എക്സാം വിന്നറിന്റെ ഒരു എംപ്ലോയി ആണ് ഞാനെന്ന് വിചാരിക്കേണ്ട ആണ്. അപ്പൊ ഞാൻ എംപ്ലോയി ആണ്, ഞാൻ എന്നെ ഇവിടെ ജോലിക്ക് വെച്ചതാണ്, ഞാൻ സർവീസ് ഹോൾഡർ ആണ്, കാരണം ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ് അല്ലേ? അപ്പൊ ഞാൻ എംപ്ലോയി ആണ്, ഞാൻ എക്സാം വിന്നറിന്റെ സർവീസ് പ്രൊവൈഡർ അല്ലേ? ഇനി ഇവരെ നമ്മൾ എന്ത് വിളിക്കും എന്നറിയോ? ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് സർവീസ് പ്രൊവൈഡർ എന്നാ. അതായത് സർവീസ് കൊടുക്കുന്ന ആൾക്കാരാണ് എംപ്ലോയർ അല്ലേ? സർവീസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹോൾഡ് ചെയ്യുന്ന നമ്മളാണ്. അതായത് എംപ്ലോയീസ് ആണ് ഹോൾഡർ. സർവീസ് പ്രൊവൈഡ് ചെയ്യുക, സേവനം കൊടുക്കുന്നവർ, പ്രൊവൈഡർ ആണ് ഇത് എംപ്ലോയർ. ഓക്കെ, നൗ കംസ് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. മിസ്സിന്റെ സാലറി എത്രയാ? അതാണ് അറിയേണ്ടത്. പറഞ്ഞുതരാം കേട്ടോ. ഈ ലൈവിന്റെ അവസാനം വരെ ഇരിക്കേ പറഞ്ഞുതരാം. അതെന്തായാലും പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സ്. നമ്മളിനി ഇക്കണോമിക്സിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് അല്ലേ? എന്തിനാണ് ഇപ്പൊ എക്കണോമിക്സിൽ കയറിയിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടത്? വെറുതെ എടുത്തിട്ടല്ല, അതിനെന്തുണ്ട്? കുറെ കാര്യങ്ങളുണ്ട്. ഇക്കണോമിസ്റ്റിന്, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരൂ
കേട്ടോ. അതൊരു ഇൻഡിസ്പെൻസിബിൾ ടൂൾ ആണ്, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണമാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എക്കോണമിസ്റ്റ് നല്ല മക്കളെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. ഓക്കെ, അതിന് എന്തുകൊണ്ടാണ് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ്, ഹൗ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് എൻ എക്കോണമിസ്റ്റ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാലും ഈ ഉത്തരം മാത്രം എഴുതി വെക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പല ടൈപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്ത് ചോദിച്ചാലും യൂസ്, സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, ഇങ്ങനെ എന്ത് ചോദിച്ചാലും യു റൈറ്റ് ദീസ് പോയിന്റ്സ്. അപ്പം നമുക്ക് പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ഇക്കണോമിക് പ്രോബ്ലംസ്. നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതായത് പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, അത് ഇത് എന്ന് പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരൂ. അതുപോലെ ടു പ്രസന്റ് ഇക്കണോമിക് ഫാക്ട്സ് ഇൻ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഫോം. ഒരുപാട് ഇക്കണോമിക് ഫാക്ട്സ് ഉണ്ട്, അതിനെ നമുക്ക് കറക്റ്റ്, പ്രിസൈസും ഡെഫിനിറ്റ് ആയിട്ടും പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. അതുപോലെ ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഒരുപാട് ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഡിമാൻഡ്, സപ്ലൈ, അത് പ്രൈസ് ഒക്കെ, അത് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴിച്ചുകൂടിയേ വേണം. അതേപോലെ ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ ഇക്കോണമി. നമ്മുടെ ഭാവിയിലേക്ക് അത് തന്നെ അത് തന്നെ മിസ്, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും ഇത് തന്നെയാണ്. റോള്, സ്കോപ്പ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എഴുതേണ്ട സാധനം ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ്, അതായത് ഭാവിയിലെ മാറ്റങ്ങൾ, അതേപോലെ നമ്മുടെ സമൂഹത്തിൽ വരാൻ പോകുന്ന ചേഞ്ചസ്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരും. അടുത്ത കൊല്ലം നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നു, അല്ലെങ്കിൽ അടുത്ത കൊല്ലം പഞ്ചസാരയുടെ വില കൂടുന്നു, ഇങ്ങനെയുള്ള ട്രെൻഡ്, ടെൻഡൻസീസ്, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണമെങ്കിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരും. അതില്ലാതെ നടക്കമാട്ടെ. ഇനി ടു ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്, അതായത് ഭാവിയിൽ പ്ലാൻസ്, പോളിസീസ്, പദ്ധതികൾ, ചില സാമ്പത്തിക നയങ്ങൾ, ഇതൊക്കെ രൂപീകരിക്കാൻ നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്, അല്ലെങ്കിൽ ഹൗ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് എൻ ഇക്കോണമിസ്റ്റ് എന്ന് എന്ത് ചോദിച്ചാലും യു റൈറ്റ് ഡൗൺ ദീസ് 5 points. Clear? Now comes the last topic of this chapter, that is quantitative and qualitative data. മിക്കവാറും ഈ ക്വസ്റ്റ്യനും 2 മാർക്കിനായിരിക്കും. ഓക്കെ, അതായത് 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. വാട്ട് ആർ ദ 2 types of data? ഓക്കെ, വാട്ട് ആർ ദ 2 types of data? പലപ്പോഴായിട്ട് മക്കൾക്ക് മാറിപ്പോകുന്ന ഒരു സാധനമാണ്. വാട്ട് ആർ ദ 2? ഓക്കെ, what are the 2 types of data? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചാൽ, ഓക്കെ, വാട്ട് ആർ ദ, ഏതൊക്കെയാ 2 രീതിയിലുള്ള അതെ ഡാറ്റ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നാണ് ആൻസർ. തെറ്റിപ്പോവരുത്. നമ്മൾ ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ് പഠിക്കും. അപ്പൊ പറയും ക്വാണ്ടിറ്റേറ്റീവാ ക്വാളിറ്റേറ്റീവ് എന്ന്. അല്ല, ഇത് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ചോ. വാട്ട് ആർ ദ 2 types ഓഫ് ഡാറ്റ? അപ്പം പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ഈ ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഫാക്ട്സ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആണ്. അതായത് നമ്മൾ ശേഖരിച്ചു വെച്ച വിവരങ്ങൾ, നമ്പേഴ്സിൽ ശേഖരിച്ചു വെച്ച വിവരങ്ങളെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അത് 2 രീതിയിലുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ 2 types ഓഫ് ഡാറ്റ? ഗീവ് 1 example for each or 2 examples for each എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? What is this quantitative data? The data which can be measured. മക്കളെ നോക്ക്, which can be measured ന്യൂമറിക്കലി ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. അതായത് ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ നമുക്ക് മെഷർ ചെയ്യാം, സംഖ്യയിൽ മെഷർ ചെയ്യാം. ന്യൂമറിക്കലി ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് വി ക്യാൻ മെഷർ. അതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ്. സപ്പോസ് ഇൻകം, ഒരാളുടെ വരുമാനം നമുക്ക് പറയാം 50,000, 1,00,000, 25,000, 36,000, അങ്ങനെ നമുക്ക് പറയാം അല്ലേ? അതാണ് യെസ്, ഇതും ആട്രിബ്യൂട്ട്സും വരും. ഏജ്, അടുത്താണ് ഏജ്. ഏജ് എന്ന് പറയുന്നത് നമുക്ക് അളക്കാം നമ്പേഴ്സിൽ അല്ലേ? അതായത് 2.5 വയസ്സ്, 3.5 വയസ്സ്, 20 വയസ്സ്, 50 വയസ്സ്, 100 വയസ്സ് എന്ന് പറഞ്ഞ് നമുക്ക് മെഷർ ചെയ്യല്ലേ സംഖ്യയിലെ. അതേപോലെ ഹൈറ്റ് ഓഫ് ദ പേഴ്സൺ, ഒരാളുടെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. 164 സെന്റിമീറ്റർ, 110 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് സംഖ്യയിൽ എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം.
അടുത്തതാണ് മക്കളെ എന്ത്? വെയിറ്റ്. ഒരാളുടെ വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാം സംഖ്യയിൽ അല്ലേ. അപ്പൊ ഒരുപാട് ഡിസ്റ്റൻസ്, സ്പീഡ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മക്കളെ. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുക? ക്വാണ്ടിറ്റേറ്റീവ്. അല്ല, വ്യത്യാസമുണ്ട്. ആട്രിബ്യൂട്ട്സ് ഉണ്ട്, വ്യത്യാസമാണ്. ഇതാണ് വേരിയബിൾസ്, ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് ആണ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, okay, now quantitative data. Okay, now comes qualitative data. എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ? ദ ഡാറ്റ വിച്ച് cannot be measured numerically. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സംഖ്യയിൽ അളക്കാൻ പറ്റില്ല. അതാണ് എന്ത്? ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഇപ്പൊ ഉദാഹരണത്തിന് നോക്ക്, ബ്യൂട്ടി ഓഫ് എ പേഴ്സൺ. ഒരാളുടെ സൗന്ദര്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, സംഖ്യയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. പനിയല്ല, ഒരു ജസ്റ്റ് ഒരു കോൾഡ് വന്നു, AC ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആറ്റിറ്റ്യൂഡ്. അടുത്താണ് ഒരാളുടെ ചിന്താഗതി. ഒരാളുടെ ചിന്താഗതി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? മെഷർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ബിഹേവിയർ, പെരുമാറ്റം അളക്കാൻ പറ്റുമോ? നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് പറയാം, പക്ഷേ ബിഹേവിയർ എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. cannot be measured in terms of what? Numbers. അടുത്തതാണ് ജെൻഡർ. അതായത് ജെൻഡർ, സെക്സ്, ആണ് പെണ്ണ്, അത് നമുക്ക് പറയാം ആണാണോ പെണ്ണാണോ എന്ന് വിചാരിച്ച് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? can't be measured. അതേപോലെ ഇന്റലിജൻസ്, ഒരാളുടെ ബുദ്ധിശക്തി നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും IQ ഒക്കെ എന്താന്ന്? ശരിക്കും അതൊക്കെ ഒരു ടെസ്റ്റ് നടത്തുന്നതല്ലേ, അത് ബുദ്ധിയും നടത്താനുള്ള ഒരു അളവുകോല് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ശരിക്കും ഒരാളുടെ ബുദ്ധി മെഷർ ചെയ്യാൻ പറ്റുമോ? ഇന്ന ആൾക്ക് 100 ബുദ്ധി, മറ്റാൾക്ക് 200 ബുദ്ധി, മറ്റാൾക്ക് 50 ബുദ്ധി, 0 ബുദ്ധി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചില സംഭവങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചിലത് നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. മെഷർ ചെയ്യാൻ പറ്റാത്തതാണ് ക്വാളിറ്റേറ്റീവ്. മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് മക്കളെ എന്ത്? ക്വാണ്ടിറ്റേറ്റീവ്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞു. ഇനി മക്കളെ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, കളക്ഷൻ ഓഫ് ഡാറ്റ. ഇത് പേഴ്സണാലിറ്റി അളക്കാൻ പറ്റൂല കേട്ടോ. പേഴ്സണാലിറ്റി cannot be measured in numbers. ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ അളക്കാനൊന്നും കഴിയില്ല. ഓക്കെ, now comes chapter 2, that is collection of data. നമ്മളിനി ഓടിച്ചു വിടുകയാണ് കേട്ടോ. മിനി മാരത്തൺ എന്നാണ് ഇതിന്റെ പേര്, അറിയില്ലേ? അപ്പൊ നമ്മൾ ഓടി പോവുകയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ പോയിന്റ്സുകൾ പെറുക്കിയെടുക്കാം. ഓക്കെ, now comes the next one, sources of data. ഇതാണ് മിസ് നേരത്തെ പറഞ്ഞത്, മാറിപ്പോവരുത്. There are two sources called primary source and secondary source. ഇതാണ് two sources of data. Two types of data എന്ന് പറഞ്ഞാൽ quantitative, qualitative ആണ്. Two sources of data എന്ന് പറഞ്ഞാൽ primary data and secondary data. Now see, what is this primary data? എന്താണ് primary data? The data collected directly by the enumerator or investigator. അല്ലേ? ആരാണോ, ഇപ്പൊ ഞാനാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യാം. ഞാനാണ് എന്യൂമറേറ്റർ, ഐ ആം ദ ഇൻവെസ്റ്റിഗേറ്റർ. മൈ ഫേവറേറ്റ് ആഫ്റ്റർ യദു സാർ. ഓക്കെ, പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ എന്യൂമറേറ്റർ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ പ്രൈമറി ഡാറ്റ. മക്കളെ, എനിക്കാണ് ഇപ്പൊ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനാണ് ഇൻവെസ്റ്റിഗേറ്റർ, ഞാനാണ് എന്യൂമറേറ്റർ. ഞാൻ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഐ കളക്ടിങ് ഡാറ്റ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഈസ് നോൺ ആസ് വാട്ട്? പ്രൈമറി ഡാറ്റ. അങ്ങനെയാണെങ്കിൽ പ്രൈമറി ഡാറ്റയ്ക്ക് എന്തുണ്ട്? മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. 5 ചാപ്റ്ററേ ആകെ പഠിക്കാനുള്ളൂ. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കലക്കി മറക്കി ഇവരിടും കേട്ടോ. ഓക്കെ, now comes merits. ആദ്യത്തെ മെറിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒറിജിനൽ ഡാറ്റയാണ്. ഞാൻ നേരിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യില്ലേ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഒറിജിനൽ ഡാറ്റ. ഇനി ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൃത്യതയാണ്, നേരിട്ട് പോയി കളക്ട് ചെയ്യണമെന്നുണ്ട്. അതേപോലെ മോർ റിലയബിൾ ആണ്, അതായത് വിശ്വസിക്കാം ഒക്കെ. നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. അതുപോലെ മക്കളെ എന്തുണ്ട്? കുറെ ഡീമെറിറ്റ്സും ഉണ്ട് കേട്ടോ. ഒന്നാമത്തത് റോ ഡാറ്റ ഫോമാ, നേരിട്ട് പോയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യുന്നല്ലേ.
ഓക്കെ, നേരിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ റോ ഡാറ്റയാണ് കിട്ടുക. അതായത് ഒരു വേറെ കുറെ നമ്പേഴ്സ് മാത്രം ഇങ്ങനെ ഉണ്ടാവും കയ്യിൽ. ഓക്കെ, നൗ ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ആണ്. അതായത് വളരെ ചെലവ് കൂടിയതാണ് ഏത്? മോർ എക്സ്പെൻസീവ്. ചെലവ് നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യില്ലേ? സോ ഇറ്റ് വിൽ ബിക്കം വാട്ട്? മോർ എക്സ്പെൻസീവ്. സെക്കൻഡ് വൺ, ഇറ്റ് റിക്വയേഴ്സ് വാട്ട്? മോർ ടൈം. നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നല്ല എന്തുണ്ടാവും? ചെലവുണ്ടാവും, സമയം എടുക്കും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം ഉണ്ട്, നിങ്ങൾ നേരിട്ട് പോയിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്, അത് പ്രൈമറി ഡാറ്റയാണ് അല്ലേ? അപ്പൊ നേരിട്ട് പോയിട്ട് വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് പൈസ ചെലവുണ്ടാവും. അതേപോലെ പെട്രോൾ അടിച്ച് വണ്ടിയിൽ എല്ലാവരും വീട്ടിലും കയറി ഇറങ്ങി നമ്മൾ വിളിക്കണം. അതേപോലെ എന്തുണ്ടാവും? സമയം എടുക്കും അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ എന്ത്? ഡീമെറിറ്റ്സ്. Now comes the second one, that is secondary data. Now comes what is secondary data എന്നാണ്. Secondary data എന്ന് പറഞ്ഞാൽ which have been collected and processed by some other agency. ആരോ പണ്ട് കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആരോ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മളെടുത്ത് കോപ്പി എടുത്ത് എഴുതുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെക്കൻഡറി ഡാറ്റ. ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ഒരു സാധനം ടീച്ചർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അതാണ് സെക്കൻഡറി ഡാറ്റ. മനസ്സിലായോ? ഓൾറെഡി പ്രോസസ്ഡ് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ് മക്കളെ എന്ത്? സെക്കൻഡറി ഡാറ്റ. അതിന്റെ മെറിറ്റ്സ് ഉണ്ട്. കുറഞ്ഞ സമയം മതി, ഓൾറെഡി അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അങ്ങോട്ടായി. അതേപോലെ എന്തുണ്ട്? ലെസ് എക്സ്പെൻസീവ് ആണ്, ചെലവ് വളരെ കുറവാണ്. പക്ഷെ ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ട്. ലെസ് ആക്യുറേറ്റ് ആണ്, അതായത് വിശ്വസിക്കാൻ കൊള്ളൂല, കൃത്യത ഉണ്ടാവില്ല, വിശ്വസിക്കാനും കൊള്ളൂല. കാരണം ആരാണ്ടോ കണ്ടുപിടിച്ച ഡാറ്റ ഇങ്ങോട്ട് എടുത്തെഴുതുന്നല്ലേ. സോ ലെസ് ആക്യുറേറ്റ് ആണ്, ലെസ് റിലയബിൾ ആണ്. ഇതാണ് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്നായിരിക്കും. Okay, distinguish between primary data and secondary data. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? മീനിങ് എഴുതണം. പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, അതിന്റെ മെറിറ്റ്സ് ഉണ്ട്. മാർക്കിനനുസരിച്ച് എഴുതുക കേട്ടോ. 2 മാർക്കാണെങ്കിൽ മീനിങ് മാത്രം എഴുതിയാൽ മതി. ചിലപ്പോൾ എക്സാമ്പിളും ചോദിക്കും. ഓക്കെ, now comes the next one, qualities of a good questionnaire. Yes, ഇതും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറിയാം എന്താണ് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. മക്കളെ എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ അറിയോ? ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? ഒരു കുറേ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എന്താണോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഒരു പേപ്പറിൽ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? ക്വസ്റ്റ്യനെയർ. സോ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തോന്നിയ പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ശ്രദ്ധിക്കണം. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു ക്വസ്റ്റ്യനെയറിന് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ക്ലിയർ? ആരോടോ 0 പറ, നീ പറ, യാ പറ എന്നൊക്കെ പറയുന്നുണ്ട്. ആരും ഒന്നും ഇടുന്നില്ല. TL0 ഇങ്ങോട്ട് പോര് കേട്ടോ. നൗ ക്വസ്റ്റ്യൻ ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലോങ്. അതായത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത്. ഗീവ് എൻ എസ്സേ അബൌട്ട് എന്നൊന്നും ചോദിച്ചേക്കരുത് കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? വളരെ ഷോർട്ട് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലോങ്. രണ്ടാമത്തത് എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ ഷുഡ് ബി മിനിമം. കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മതി. 100 ക്വസ്റ്റ്യൻ ഒന്നും എഴുതി അങ്ങ് കൊണ്ടുപോകണ്ട. ക്വസ്റ്റ്യൻ ഷുഡ് ബി വെരി വെരി മിനിമം. അതുപോലെ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കാനും വേണം അല്ലേ? വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടൊന്നും വേണ്ട. ക്വസ്റ്റ്യൻസ് വളരെ എന്തായിരിക്കണം? ഈസി ടു അണ്ടർസ്റ്റാൻഡ്. Now comes the question should move from general to specific. General ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വേണം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാൻ. മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ചോദിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഏജ്, അത് പേര്, നാളും ഒക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ ചോദിക്കുകയാണ് ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന്. അപ്പോൾ അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും 1, 2, അതിൽ കൂടുതൽ. അപ്പോൾ ഏതാണോ അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആർ യു മാരീഡ് എന്ന്. അത് എന്തൊരു തോന്നിയാസാണ്, അങ്ങനെ ചോദിക്കരുത്. ആദ്യം ആർ യു മാരീഡ് എന്ന് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ് എന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യുക? ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ. We have to, this question should move from general to specific ആയിട്ട് മൂവ് ചെയ്യണം കേട്ടോ.
Now, it should be very precise and clear. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ വ്യക്തതയുണ്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതാണ് അടുത്തത്. ഇറ്റ് ഷുഡ് നോട്ട് ഡബിൾ നെഗറ്റീവ്സ്. ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് അങ്ങനെ കടന്നു പോകണ്ട. ഡബിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡഡ്. ഓക്കെ, ഡോണ്ട് യു സ്മോക്ക്, ഡോണ്ട് യു ഡ്രിങ്ക് എന്നൊന്നും ചോദിക്കേണ്ടത്. ഡു യു സ്മോക്ക് അത് ചോദിക്കുക, അത് പോസിറ്റീവായി. ഡോണ്ട് യു എന്ന് ചോദിക്കുമ്പോൾ അത് നെഗറ്റീവാ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം മക്കളെ, ഒഴിവാക്കണം. അതേപോലെ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി എ ലീഡിങ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് എന്നിട്ട് പിന്നെ അവർക്ക് മനസ്സിലായില്ല, പിന്നെ വീണ്ടും നമ്മളൊരു ക്വസ്റ്റ്യൻ കൂടെ, അങ്ങനെ പാടില്ല. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ലീഡിങ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറരുത്. ഇതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. അപ്പൊ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ. ഇതൊക്കെയാണ് ഒരു നല്ല ക്വസ്റ്റ്യനെയറിന്റെ എന്ത് ഗുണങ്ങൾ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ഉറപ്പിച്ചോ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ? പരീക്ഷയ്ക്ക് ഉണ്ടാവേ. ഓക്കെ, നൗ കംസ് ദ മോഡ് ഓഫ് പ്രൈമറി ഡാറ്റ. യെസ്, ഇത് ചിലപ്പോൾ 8 മാർക്കിന്റെ എസ്സേക്ക് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് മോഡ് ഓഫ് പ്രൈമറി എസ്സേ. ഓക്കെ, പ്രൈമറി ഡാറ്റ കളക്ഷൻ. സെക്കൻഡറി ഡാറ്റ നമ്മൾ പഠിക്കുന്നില്ല, കാരണം ആരോ കോപ്പി അടിച്ചെഴുതിയ ഡാറ്റയാണ്, അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൈമറി ഡാറ്റ. യെസ്, there are various ways, mode of primary data collection or methods of collecting primary data. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 3 രീതികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, 3 മെത്തേഡ്സ്. ഒന്നാമത്തതാണ് പേഴ്സണൽ ഇന്റർവ്യൂ, രണ്ടാമത്തതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, മൂന്നാമത്തതാണ് എന്ത്, ടെലിഫോൺ ഇന്റർവ്യൂ. ഇത് 3 മെത്തേഡ് എന്താണെന്നും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അതായിരിക്കും നമ്മുടെ 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, നോക്കിക്കോളൂ. എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ? ആദ്യത്തെ മെത്തേഡാണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ മേക്സ് എ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വിത്ത് ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആരാണോ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത്, അവരെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, റെസ്പോണ്ടന്റ്. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യാണ്, നേരിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റ വിവരങ്ങൾ ചോദിക്കുന്നു. കണ്ടക്ട് ദ റിസർച്ചർ ഓർ ഇൻവെസ്റ്റിഗേറ്റർ കണ്ടക്ട് എ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ. മുഖത്തോട് മുഖം ഇൻവെസ്റ്റിഗേറ്റർ ഇവിടെ ഇരിക്കും, നമ്മുടെ റെസ്പോണ്ടന്റ് ഞാൻ നേരിട്ട് ചോദിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ടിവിയിലൊക്കെ ഇന്റർവ്യൂ നടക്കുന്നത്? അത് തന്നെയാണ് ഈ പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്സിന്റെ മെറിറ്റ്സ് മക്കളെ ഒരു മിനിമം 3 മെറിറ്റ്സ് എങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ, ഡിമെറിറ്റ്സും. നോക്കിയേ, മെറിറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെസ്പോൺസ് റേറ്റാ, നേരിട്ടല്ലേ ചോദിക്കുന്നേ, അപ്പം നല്ല പോലെ പ്രതികരണം ഉണ്ടാവും. അതേപോലെ അലൗസ് ക്ലാരിഫിക്കേഷൻ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. അതേപോലെ അലൗസ് ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, നോ പ്രോബ്ലം. എന്നാലും ചോദിക്കുമ്പോൾ ഡീസെന്റ് ആയിട്ട് ചോദിക്കണം. ഓക്കെ, നൗ ബെറ്റർ യൂസ് ഫോർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഓപ്പൺ എൻഡഡ് ആയിരിക്കും, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാരണം നമ്മുടെ മുന്നിൽ റെസ്പോണ്ടന്റ് ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, നമുക്ക് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. അതുപോലെ മക്കളെ എന്തുണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ഒന്ന് മോസ്റ്റ് എക്സ്പെൻസീവാ, ഓരോ റെസ്പോണ്ടന്റിന്റെ അടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണ്ടേ, അപ്പൊ അതെന്ത് ചെയ്യും, ചെലവാണ്. അതേപോലെ പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് ദ റെസ്പോണ്ടന്റ്, നേരിട്ട് കാണുന്നതുകൊണ്ട് ചിലപ്പം സ്വാധീനിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ സമയം ഒരുപാട് എടുക്കും. ഓക്കെ, സമയം ഇഷ്ടം പോലെ സമയം എടുക്കും, കാരണം നേരിട്ട് പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യല്ലേ, അപ്പൊ ഇന്റർവ്യൂ ചെയ്ത് എടുക്കല്ലേ, അപ്പൊ ടൈം എടുക്കും. അതേപോലെ വൈഡ് ഏരിയാസ്, നമ്മുടെ റെസ്പോണ്ടന്റ് ഈ കേരളം മൊത്തം വ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഓരോ ആൾക്കാരുടെ അടുത്തേക്കും പോയി ഡാറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഡിഫിക്കൽട്ട് ടു കവർ വൈഡ് ഏരിയ ഒക്കെ വലുതാണെങ്കിൽ നമുക്ക് ഇത് ഈ മെത്തേഡ് പറ്റില്ല, നേരിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കും, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. അടുത്ത മെത്തേഡാണ് ഇത്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. എന്താണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്നറിയോ? ക്വസ്റ്റ്യനെയർ ഈസ് സെൻഡ് ടു ഈച്ച് ഇൻഡിവിജ്വൽ ബൈ മെയിൽ. ഈ ക്വസ്റ്റ്യനെയർ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ, നമുക്ക് എന്താണ് വിവരങ്ങൾ അറിയേണ്ടത് അത് നമ്മൾ ക്വസ്റ്റ്യന്റെ രൂപത്തിലാക്കി വെച്ചിട്ടില്ലേ, ആ ക്വസ്റ്റ്യനെയർ നമ്മൾ എന്ത് ചെയ്യാണ്, ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു, പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിൽ എന്ത് പറയും, വിത്ത് എ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റും കൂടെ വെക്കും. എന്താണ്,
to complete and return it by a given date. ഇത് വായിച്ച് ഇത് ഫില്ല് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സമയമാകുമ്പോഴത്തേനും എനിക്ക് എന്ത് ചെയ്യണം, ഞങ്ങൾക്കത് തിരിച്ചു തരണം. അങ്ങനെ ഒരു റിക്വസ്റ്റും കൂടെ അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടന്റിന് അയച്ചു കൊടുക്കുന്നു. ദാറ്റ് മെത്തേഡ് ഈസ് നോൺ ആസ് വാട്ട്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. മക്കളെ, ഈ മെയിലിംഗ് ക്വസ്റ്റ്യനെയറിന് മെറിറ്റ്സും ഉണ്ട്, അതേപോലെ എന്ത് ഡിമെറിറ്റ്സും ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാ മെറിറ്റ്സ്. ലീസ്റ്റ് എക്സ്പെൻസീവാ, ചെലവ് വളരെ കുറവാ, കാരണം പോസ്റ്റ്മാൻ ആയിക്കോളും. അതേപോലെ പോസ്റ്റ് ഇത് കിട്ടുക മതിയല്ലോ, പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് തള്ളിയാൽ മതിയല്ലോ. Now it is a method only to reach remote area. അതായത് ചില റെസ്പോണ്ടന്റ് ഒക്കെ ഇരിക്കുന്നത് വല്ല കുഗ്രാമത്തിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഇത് അവിടെയൊക്കെ എത്താൻ, റിമോട്ട് ഏരിയയിലൊക്കെ എത്താൻ, പക്കാ വില്ലേജ് ഏരിയയിലൊക്കെ എത്തുന്നതിന് ബെസ്റ്റ് മെത്തേഡ് ഇത് തന്നെയാണ് കേട്ടോ. ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. അതാണ് അടുത്ത്. അതായത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സെൻസിറ്റീവാ, ചോദിച്ചാൽ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂലേ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി. എഴുതിയാണല്ലോ ചോദിക്കുന്നത്, മുഖത്ത് നോക്കിയല്ലല്ലോ ചോദിക്കുന്നത്. അപ്പം ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ ഇതാണ് പരിപാടി. പിന്നെ നോ ഇൻഫ്ലുവൻസ് ഓഫ് റെസ്പോണ്ടന്റിനെ സ്വാധീനിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അറിയുന്നില്ല ആരാണ് ഈ റെസ്പോണ്ടന്റിന്റെ ഫേസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല അല്ലെ. നൗ ഇതിന്റെ ഡീമെറിറ്റ്സ് എന്താണെന്നറിയോ? It cannot be used by illiterates. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, കാരണം അവർക്ക് വായിച്ചാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഈ മെത്തേഡ് നമുക്ക് ഇല്ലിറ്ററേറ്റ്സിന് ഇടയിൽ നടത്താൻ പറ്റില്ല. അതേപോലെ ലോങ് റെസ്പോൺസ് ടൈമാ. ഇത് കിട്ടി, ഈ ക്വസ്റ്റ്യനെയർ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, എന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് തിരിച്ചയക്കുമ്പോഴത്തേനും സമയം കാലതാമസം എടുക്കും. അതാണ് ലോങ് റെസ്പോൺസ് ടൈം. അതേപോലെ റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ്. നമുക്ക് ഈ ക്വസ്റ്റ്യനെയർ അയക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ റെസ്പോണ്ടന്റിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കാണുന്നില്ലല്ലോ. ഓക്കെ, നൗ ദ തേർഡ് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡാണ് ഇത്, ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്. ഇനി എന്താണ് ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്? ഇൻ എ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ് എന്താ ചെയ്യാ? ഇൻവെസ്റ്റിഗേറ്റർ ആസ്ക് ക്വസ്റ്റ്യൻസ് ഓവർ ദ ടെലിഫോൺ. ബെസ്റ്റ് പരിപാടിയാണ്. എന്താ ചെയ്യാ? നമ്മൾ ഫോൺ എടുത്ത് നമ്മൾ റെസ്പോണ്ടന്റിനെ വിളിക്കുക, ഫോണിൽ വിളിക്കുക, എന്നിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക. അതാണ് ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്. ഓക്കെ, ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയോ ബോസാ, ആർക്കാ, സെബ, അയച്ചിട്ടുണ്ട്. ഇപ്പൊ കിട്ടിണ്ടാവും. സുനിത ബാബു, യെസ്, ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്. വളരെ കുറച്ച് പേരാണ് ഇവിടെ ഇരുന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തത്. മക്കളെ, യു ടൈപ്പ് വൺസ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഠിക്കും. നൗ കംസ് മെറിറ്റ്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മെത്തേഡ്. അതായത് നമ്മുടെ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡിന്റെ മെറിറ്റ്സ് എന്താണ്? ഒന്നാമത്തത് ലോ കോസ്റ്റ് ആണ്, ചെലവ് വളരെ കുറവാണ് കേട്ടോ. രണ്ടാമത്തത് റിലേറ്റീവ്ലി ലെസ് ഇൻഫ്ലുവൻസ് ഓഫ് റെസ്പോണ്ടന്റ്, അതായത് സ്വാധീനിക്കാൻ ചാൻസ് കുറവാ, കാരണം ഫോണിൽ കൂടെയുള്ള വിളി മാത്രമേ ഉള്ളൂ. അതേപോലെ ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്, ഫോണിൽ കൂടിയല്ലേ, മുഖം കാണുന്നില്ലല്ലോ, അപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നതിന്റെ പ്രതികരണം വളരെ കൂടുതലായിരിക്കും. ഇനി ഇതിന്റെ ഡീമെറിറ്റ്സ് എന്താ? ലിമിറ്റഡ് യൂസ് ആണ്. അതായത് ലിമിറ്റഡ് യൂസ് എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ പറയില്ല, നമ്മൾ വിളിക്കുമ്പം ആളെ കിട്ടൂല, ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, അങ്ങനെ പലതും ഉണ്ടാവും അല്ലേ. അതേപോലെ റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്. അത് തന്നെ, മുഖം നോക്കിയിട്ട് നമുക്ക് അവരുടെ എന്താണ് റിയാക്ഷൻ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയില്ല. അതേപോലെ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് ദ റെസ്പോണ്ടന്റ്, കാരണം ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ, പിന്നെയും വിളിച്ചോണ്ട് കുത്തിയിരിക്കും ചിലപ്പോൾ. ഓക്കെ, സോ ദർ ഇസ് എ ചാൻസ് ഓഫ് പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് ദ റെസ്പോണ്ടന്റ്. അപ്പൊ മൂന്നെണ്ണം നമ്മുടെ കഴിഞ്ഞു. ദാറ്റ് ഈസ് നമ്മുടെ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്, പിന്നെ ഏതാണ് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്, ആൻഡ് യെസ് ക്വസ്റ്റ്യൻ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ഓക്കെ, നൗ പൈലറ്റ് സർവേ. ഇനി അടുത്താണ് പൈലറ്റ് സർവേ. മക്കളെ, എന്താണ് സർവേ എന്നറിയോ? സർവേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷനാ. അതെ, നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി, ഒരു മെത്തേഡ്, ടൂളാണ് നമ്മുടെ എന്ത് സർവേ. ആ സർവേയിൽ ഒരു സർവേ നടക്കുമ്പോൾ നമ്മൾ കൈ വീശി മാത്രമല്ല പോവുക, ആ സർവേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ടൂളാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നോക്കിയേ, പൈലറ്റ് സർവേ എന്താണ്? നിങ്ങൾ ആ പൈലറ്റ് സർവേനെ ആ പൈലറ്റിനെ ഒന്നും അല്ല ആലോചിക്കേണ്ടത്, ആ പൈലറ്റേ അല്ല ഈ പൈലറ്റ് കേട്ടോ. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ എ സ്മോൾ സ്കെയിൽ സർവേ വിച്ച് കണ്ടക്റ്റഡ് ബിഫോർ ദ ആക്ച്വൽ സർവേ. ശരിക്കും നമ്മൾ സർവേ നടത്താൻ പോകുമ്പോൾ അതിന് മുന്നേ നടത്തുന്ന ഒരു ചെറിയ ടെസ്റ്റ്, ഡോസ് ടെസ്റ്റ് ആണ് നമ്മുടെ എന്ത് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. അവിടെ ആരോ എഴുതിയിട്ടുണ്ട്,
It is also known as what? Pre-testing or questionnaire. അതായത് questionnaire നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. Okay, pre-testing of questionnaire. Now the next one, uses of pilot survey. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈലറ്റ് സർവേ എന്താണെന്നും പൈലറ്റ് സർവേയുടെ മെറിറ്റ്സും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ പൈലറ്റ് സർവേ, വാട്ട് ആർ ദ വേരിയസ് മെറിറ്റ്സ് ഓഫ് പൈലറ്റ് സർവേ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. എന്തൊക്കെയാ? നമ്മളൊരു സർവേ നടത്തുന്നതിന് മുന്നേ, ഒറിജിനൽ സർവേ നടത്തുന്നതിന് മുന്നേ പോയിട്ട് നമ്മളൊരു സ്മോൾ ഒരു റിഹേഴ്സൽ പോലെ ചെയ്യുന്നതാണ് ഈ പൈലറ്റ് സർവേ. അങ്ങനെ റിഹേഴ്സൽ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നോ ദ കോസ്റ്റ് ആൻഡ് ടൈം ടേക്കൺ. കണ്ടോ, എത്ര സമയമെടുത്തു, എത്ര എന്താ പറയാ കോസ്റ്റ്, ചെലവുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഷോർട്ട് കമ്മിങ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ. ഈ ക്വസ്റ്റ്യനെയറിന് എന്തെങ്കിലും ഓഫ് ക്വസ്റ്റ്യനെയർ, അതായത് ഈ ക്വസ്റ്റ്യനെയറിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അവിടെ വെച്ച് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം. ഷോർട്ട് കമ്മിങ്സ്. ക്ലിയർ? To know the time and cost taken and to know the shortcomings. To know, അതായത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അതേപോലെ എന്യൂമറേറ്റേഴ്സിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ. ഓക്കെ, എന്യൂമറേറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് പെർഫോമൻസ്. ഓക്കെ, എന്യൂമറേറ്ററിന്റെ പെർഫോമൻസ് നല്ലതാണോ, ഇനി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇത് എന്ത് ചെയ്യാം? യെസ്, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് മെറിറ്റ്സ് ആൻഡ് മെറിറ്റ്സ് ഓഫ് ദിസ് പൈലറ്റ് സർവേ. ഡിമെറിറ്റ്സ് ഇല്ല, വി ഹാവ് ഓൺലി മെറിറ്റ്സ്. ഓക്കെ, വി ഹാവ് ഓൺലി മെറിറ്റ്സ് ഫോർ ദിസ്. Now comes the next one, census and sample survey. നമ്മൾ ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് എത്തി തുടങ്ങി. ഓക്കെ, സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ. എന്താണ് സെൻസസ് മെത്തേഡ്? സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ. സെൻസസ് വിളിക്കുന്ന വേറൊരു പേരാണെന്ത്? കംപ്ലീറ്റ് എന്യൂമറേഷൻ. എന്താണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ? എ സർവേ വിച്ച് ഇൻക്ലൂഡ് എവറി എലമെന്റ് ഓഫ് പോപ്പുലേഷൻ. നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ്. ഇപ്പൊ നിങ്ങളൊരു 10ാം ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് സർവേ നടത്താൻ പോവുകയാണ്. 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ അതെന്താവും? സെൻസസ് സർവേ ആവും. മക്കളെ, ഇവിടെ ഒരു സംഭവം ഉണ്ട്, പോപ്പുലേഷൻ. ഈ പോപ്പുലേഷൻ നമ്മൾ കാണുന്ന ജനസംഖ്യയല്ല. എന്താണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. ഇതാണ് നമ്മുടെ എന്ത്? യെസ്, നമ്മുടെ പോപ്പുലേഷൻ. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ചാണ് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് നിങ്ങളുടെ പോപ്പുലേഷൻ. കേട്ടോ, ഈ 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും നിങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ എന്ത്? യെസ്, അതാണ് നമ്മുടെ സെൻസസ് മെത്തേഡ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഡാറ്റ. അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തുക. ഒരു സർവേയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ. മനസ്സിലായോ? അതായത് ഒരു കല്യാണം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെ ഒരാളെ പോലും ഒഴിവാക്കാതെ നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങൾക്ക് അറിയുന്ന പരിസരത്തിലെ എല്ലാവരെയും നിങ്ങൾ വിളിക്കുക. അതാണ് സെൻസസ്, എല്ലാവരെയും ഉൾപ്പെടുത്തുക. മനസ്സിലായോ? ഇനി പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ പോപ്പുലേഷൻ. ഓക്കെ, മിസ് ഇത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്നാണ് കേട്ടോ. ദേവൂസെ ചോദിക്കുക, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ മെത്തേഡ്. മിസ് ഇപ്പൊ സെൻസസേ പറഞ്ഞിട്ടുള്ളൂ, ഇനി സാമ്പിൾ ആണ് മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിയേ, പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. ഇത് വൺ വേർഡ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. എന്താണ് സാമ്പിൾ? സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ഒരു ഭാഗം, പോപ്പുലേഷന്റെ ഒരു ഭാഗം. ഇപ്പം 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് നിങ്ങളുടെ പോപ്പുലേഷൻ എന്ന് മിസ് ഇവിടെ പറഞ്ഞു. അതിൽ പക്ഷെ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ സ്കൂളിൽ 300 പിള്ളേരുണ്ടെങ്കിൽ നിങ്ങളൊരു 100 പേരെ മാത്രം എടുക്കുക സർവേക്ക് വേണ്ടിയിട്ട്. അതാണ് സാമ്പിൾ. ഈ 100 പേരാണ് മക്കളെ എന്ത്? സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് സാമ്പിളാ ഏട്ടാ. അതായത് കുറെ ഉണ്ട്, വിളിക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്, പക്ഷെ വിളിക്കുന്നില്ല, നമ്മൾ സെലക്ട് ചെയ്ത് വിളിക്കുന്നു. അപ്പൊ അതെന്തായി? സാമ്പിൾ. മനസ്സിലായോ? അപ്പം സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ. ഉദാഹരണത്തിന് ഇതൊരു കേക്ക് ആണെന്ന് വിചാരിക്കുക. ഈ കേക്ക് ആണ് നമ്മുടെ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഈ കേക്കാണ് നമ്മുടെ നമ്മുടെ സെൻസസ്. ഈ കേക്കിന്റെ ഒരു പീസ് കണ്ടോ, ഈ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായി?
ഇതാണ് നമ്മുടെ സാമ്പിൾ. നിങ്ങൾ സാധാരണ അങ്ങനെയല്ലേ, അമ്മ വീട്ടിൽ കേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിന് ടേസ്റ്റ് നോക്കണമെങ്കിൽ ഈ കേക്ക് മൊത്തം എടുത്തങ്ങ് കഴിക്കുമോ? ഇത് മൊത്തം എടുത്ത് കഴിച്ചാൽ സെൻസസ് ആയി. മറ്റേ സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിന് എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു പീസ് എടുക്കും, എന്നിട്ട് കഴിക്കും. അതാണ് ഈ എടുത്തു വെച്ചതാണ് മക്കളെ എന്ത്? സാമ്പിൾ. അപ്പൊ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ ഓർ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ അല്ലേ? ആണ് കേട്ടോ. ഓക്കെ, now comes the next one, methods of sample. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് methods of sampling എന്ന് പറയുന്നത്. Okay, now what is this sampling? എന്താണ് സാമ്പിളിംഗ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ. അതായത് മൊത്തത്തിലുണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ 300 പിള്ളേർ നിങ്ങളുടെ മുന്നിലുണ്ട്. അതാണ് നിങ്ങളുടെ പോപ്പുലേഷൻ. ഈ 300 പേരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? സാമ്പിൾ ആയിട്ട് ഒരു 100 പേരെ എടുക്കുകയാണ്. ആ 100 പേരെ എടുക്കുന്ന ആ പ്രോസസ് ആണ് നമ്മുടെ എന്ത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ. മെയിൻലി there are 2 methods of sampling. 2 ടൈപ്പ്. യെസ് നിവേദ, അത് തന്നെ. there are 2 types of sampling, random sampling and non random sampling. ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, random sampling and non random sampling. Now comes what is meant by random sampling. എന്താണ് random sampling? random sampling എന്ന് പറഞ്ഞാൽ each and every item of the population has an equal chances of being selected as a sample. അതായത് എല്ലാവർക്കും തുല്യ ചാൻസ് കിട്ടുന്നുണ്ട്. പേര് മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതായത് എല്ലാവർക്കും സാമ്പിൾ ആയി സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മുടെ റാൻഡം സാമ്പിളിംഗ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് ലീഡർ, ബെസ്റ്റ് എക്സാമ്പിൾ, ക്ലാസ് ലീഡർ, നോ പാർഷ്യാലിറ്റി, കറക്റ്റ് നിവേദ. ഇപ്പൊ ക്ലാസ്സിൽ ക്ലാസ് ലീഡറെ സെലക്ട് ചെയ്യണം. അപ്പം എല്ലാവരും 40 പേരുണ്ടെങ്കിൽ 40 പേരുടെ പേരും ഒരു ചെറിയ സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ട് നല്ലോണം ഷഫിൾ ചെയ്തിട്ട് ഒരു ലോട്ട് എടുക്കും. ആ കിട്ടുന്ന കുട്ടി ലീഡർ ആവും. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? there is no, അതായത് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ലീഡറായി തെരഞ്ഞെടുക്കപ്പെടാൻ അവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് മെത്തേഡാ? റാൻഡം സാമ്പിളിംഗ്. ഇത് ബെസ്റ്റ് മെത്തേഡാണ് ലോട്ടറി മെത്തേഡ് ആൻഡ് റാൻഡം ടേബിൾ നമ്പർ മെത്തേഡ്. ഈ 2 മെത്തേഡ് മാത്രം, പേര് മാത്രം പറഞ്ഞു കേട്ടോ. സുജി ശിവ അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഈ സെൻസസ് മെത്തേഡിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എന്യൂമറേഷൻ ആയതുകൊണ്ട് നല്ല എന്തായിരിക്കും? ആക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, ഫസ്റ്റ് ക്ലാസ് ഇൻഫർമേഷൻ ആയിരിക്കും. നിലവിൽ സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിൽ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ അല്ലേ, പക്ഷെ അതിന് ഗുണങ്ങളുണ്ട്. സമയം കുറച്ച് മതി, കോസ്റ്റ് കുറവ് മതി, അങ്ങനെ ഗുണങ്ങൾ. 2നും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, now comes non-random sampling. non-random sampling എന്തില്ല? all the items are not getting, do not have an equal chance. ഓക്കെ, അതായത് എല്ലാവർക്കും എന്ത് കിട്ടുന്നില്ല? ഈക്വൽ ചാൻസ് കിട്ടുന്നില്ല. സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടാൻ all the items are not getting equal chance. അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് പറയാണ്, ഫ്രണ്ടിൽ ഇരിക്കുന്ന നല്ല സ്മാർട്ട് ആയിട്ടൊരു കുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ടീച്ചർ പറയാണ്, ഓക്കെ നീ തന്നെ ക്ലാസ് ലീഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി, ദിസ് ഇസ് യുവർ ക്ലാസ് ലീഡർ ടുഡേ ഓൺവേർഡ്സ് എന്ന് പ്രഖ്യാപിച്ചു അല്ലേ? അങ്ങനെയാകുമ്പോൾ മറ്റുള്ളവർക്ക് ചാൻസ് കിട്ടിയോ? ഇല്ല. അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. എല്ലാവർക്കും എന്ത് കിട്ടുന്നില്ല? ഈക്വൽ ചാൻസസ് കിട്ടുന്നില്ല. ഓക്കെ, now comes sampling and non-sampling error. അതായത് സാമ്പിൾ എറർ എന്ന് പറഞ്ഞാൽ അറിയാം, മിസ്റ്റേക്സ്. അതായത് സാമ്പിൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് വരും? മിസ്റ്റേക്സ് വരാം. ഓക്കെ, അതാണ് നമ്മൾ ഈ എറർ എന്ന് ഉദ്ദേശിച്ചത്. സാമ്പിളിംഗ് എറർ ആൻഡ് നോൺ സാമ്പിളിംഗ് എറർ. മക്കളെ, എന്താണ് സാമ്പിളിംഗ് എറർ? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറർ. മക്കളെ, സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ സാമ്പിളിംഗ്. ഓക്കെ, ആക്ച്വൽ വാല്യൂ മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ, അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ആക്ച്വൽ വാല്യൂ മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ആക്ച്വൽ വാല്യൂ മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ. എന്താണ് ഈ ആക്ച്വൽ വാല്യൂ എന്നറിയോ? സാമ്പിൾ എടുക്കുന്നതിന് മുന്നേ ചെയ്യുന്ന വാല്യൂ മൊത്തം എല്ലാവരും ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് ആക്ച്വൽ വാല്യൂ. നേരെ മറിച്ച് സാമ്പിൾ എടുത്തതിന് ശേഷം കിട്ടിയ വാല്യൂ ആണ് ഇത് എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വന്നാലും നോക്കിയോ, ഇതില് സാമ്പിളിംഗ് എറർ ഒരു പ്രോബ്ലം അല്ല. റെക്ടിഫൈഡ് ബൈ ഇൻക്രീസിംഗ് ഡാറ്റ. ക്ലിയർ? ദിസ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് എന്തല്ല? നോട്ട് എ സീരിയസ് പ്രോബ്ലം.
ഇതൊരു സീരിയസ് പ്രോബ്ലം അല്ല കുഞ്ഞുങ്ങളെ. യു നോ വൈ? If there is any error, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ റെക്ടിഫൈ, യു ക്യാൻ കറക്റ്റ് ഇറ്റ്. നിങ്ങൾക്ക് മിസ്റ്റേക്സ് മാറ്റാം. എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ അത് റെഡ്യൂസ് ചെയ്യാം മിസ്റ്റേക്സ്? യെസ്, ബൈ ടേക്കിംഗ് വാട്ട്? മോർ സാമ്പിൾ. കൂടുതൽ സാമ്പിൾ എടുത്താൽ മതി. പണ്ട് ഞാൻ 5 സാമ്പിൾ ആണ് എടുത്തിരുന്നത്, അപ്പോഴാണ് മിസ്റ്റേക്ക് കണ്ടത്. വേണ്ട, ഞാനൊരു 8 സാമ്പിൾ എടുക്കുകയാണ്. മാർക്ക് കിട്ടും കേട്ടോ. മിസ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, നൗ കംസ് നോൺ സാമ്പിളിംഗ് എറർ. ഇനി അടുത്തതാണ് നോൺ സാമ്പിളിംഗ് എറർ. ഇതൊരു സീരിയസ് പ്രോബ്ലം ആണ് കേട്ടോ. നോൺ സാമ്പിളിംഗ് എറർ എന്താണ്? സീരിയസ് പ്രോബ്ലം ആണ്. എന്താ കാരണം എന്നറിയോ? കനോട്ട് ബി മിനിമൈസ്. ഓക്കെ, കനോട്ട് ബി റെഡ്യൂസ്ഡ്. അതായത് ഇത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വന്നു കഴിഞ്ഞാൽ നമുക്കത് മിസ്റ്റേക്സ് മാറ്റാൻ പറ്റില്ല. സോ ദിസ് നോൺ സാമ്പിളിംഗ് എറർ ഈസ് എ സീരിയസ് പ്രോബ്ലം. ഇറ്റ് കനോട്ട് ബി റെക്ടിഫൈഡ്, ഇറ്റ് കനോട്ട് ബി റെഡ്യൂസ്ഡ്, ഓക്കെ, ബൈ ടേക്കിംഗ് മോർ ആൻഡ് മോർ സാമ്പിൾ. സോ ദിസ് ഈസ് എ സീരിയസ് പ്രോബ്ലം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആർ മോർ സീരിയസ് ദാൻ സാമ്പിളിംഗ് എറർ? ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ഭാഗത്തുനിന്ന് കേട്ടോ. അപ്പൊ നോക്കിയേ, നോൺ സാമ്പിളിംഗ് എറർ ക്യാൻ ബി ഡിഫൈൻഡ് എറർ അറൈസിംഗ് ഡ്യൂ ടു ദ കോസ് ഓഫ് ഓൾ ദ സർവേ ആക്ടിവിറ്റീസ്. കേട്ടോ, നമ്മൾ സർവേ ചെയ്യാം, മിസ്സേ ആപ്പ് പേ ചെയ്യുക, കിട്ടും, അങ്ങനെയാ തോന്നുന്നു കിട്ടുക കേട്ടോ. ദേവൂസ്, അതായത് നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് സീരിയസ് ആണ്. അത് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓൾ ദ സർവേ. നമ്മൾ സർവേക്ക് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് സർവേ നടത്താൻ പോകുമ്പോൾ. ആ സ്റ്റെപ്സിലൊക്കെ വരുന്ന മിസ്റ്റേക്സ് ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ നോൺ സാമ്പിളിംഗ് എറർ സീരിയസ് ആവാനുള്ള കാരണം കേട്ടോ. എന്തെങ്കിലും നോൺ സാമ്പിളിംഗ് എറർ വന്നാൽ ഒന്നും നോക്കാനില്ല, എല്ലാം കളഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് തുടക്കം മുതലേ പോകണം. അതാണ് നോൺ സാമ്പിളിംഗ് എറർ വന്നുള്ള പ്രശ്നം. നോക്കിയേ, സം ഓഫ് ദ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആ. ഈ 2-3 പോയിന്റ് ഇതാ. അതായത് നോൺ സാമ്പിളിംഗ് എറർ വരാനുള്ള കാരണങ്ങൾ എന്താണ്? ഒന്ന്, എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോഴുള്ള മിസ്റ്റേക്സാ. ഹവ ഖദീജ, മിസ് സുഖമാണോ? സുഖമാണ് മോനെ, സുഖം. ഓക്കെ, നൗ എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ. ഡാറ്റ കളക്ട്. അപ്പൊ അത് ആദിത്യൻ ചോദിക്കുന്നു, ഖദീജ നിനക്ക് സുഖമാണോ? സുഖമാണ് ആദിത്യൻ, സുഖമാണ്. എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ, അതായത് ഡാറ്റ കളക്ട് ചെയ്യാൻ പോരുന്ന സമയത്ത് മിസ്റ്റേക്സ്. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ വീട്ടിലുള്ള കട്ടിലിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മെഷർ ചെയ്ത് വരാൻ പറഞ്ഞു ഇരിക്കുക. ചിലർ മീറ്ററിലെടുക്കും, ചിലർ സെന്റിമീറ്റർ എടുക്കും, മില്ലിമീറ്ററിലെടുത്തൊക്കെ അങ്ങോട്ട് വരും. അപ്പൊ ഡാറ്റയ്ക്ക് മിസ്റ്റേക്സ് വരാം. അതേപോലെ നോൺ റെസ്പോൺസ് എറർ. ചിലപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് റെസ്പോൺസ് കിട്ടും, ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടൂല. ഇനി കിട്ടിയാൽ തന്നെ എഴുതിയെടുക്കുമ്പോൾ മിസ്റ്റേക്സ് വരും. അതാണ് നമ്മുടെ നോൺ റെസ്പോൺസ് എറർ. ക്ലാസ്സിൽ 50 എന്ന് പറഞ്ഞ സാധനം 15 എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അതൊക്കെ നോൺ റെസ്പോൺസ് എററാ. അതേപോലെ സാമ്പിളിംഗ് ബയാസ്. സാമ്പിൾ എടുക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്സ്. അതായത് സാമ്പിൾ എടുക്കുമ്പോൾ ഇപ്പൊ അഗ്രികൾച്ചർ ലേബറേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോണത്. എന്നിട്ട് ഞാൻ പോയിട്ട് നല്ല പൈസക്കാരുള്ള എന്താ പറയാ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ വരും സാമ്പിളിംഗ് എറർ. മനസ്സിലായോ? അപ്പം സം ഓഫ് ദ നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ, നോൺ റെസ്പോൺസ് എറർ, സാമ്പിളിംഗ് ബയർ. ഈ 3 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, now the next one, national agencies of data collection. ഇന്ത്യയിലെ ചില ഏജൻസികൾ ഉണ്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ. ആരൊക്കെയാണ് ആ ഏജൻസികൾ? ഒന്ന് സെൻസസ് ഓഫ് ഇന്ത്യ കേട്ടോ, രണ്ടാമത്തത് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, മൂന്നാമത്തത് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, അടുത്തത് DGCIS, കമേഴ്ഷ്യൽ ഡയറക്ടർ ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ആൻഡ് ഇന്റലിജൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്. Now last one is Labor Bureau. ഇതിൽ ഏതെങ്കിലും 2-3 ഏജൻസികളെ പേര് ചിലപ്പോൾ ചോദിക്കും. Name some national agencies which collect data. അപ്പൊ NSS എന്നോ CS എന്നോ CSO എന്നോ ലേബർ ബ്യൂറോ എന്നോ RGI എന്നോ ഏതെങ്കിലും 3-4 പേരുകൾ പഠിച്ചു വെക്കുക. ഓക്കെ, so this is the end of the second chapter, data collection. Okay, now let me welcome our Siraj sir. Okay, Siraj sir വരും. സിറാജ് സാർ കാണാനില്ല, അവിടെ പോയി. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ സാർ. അപ്പൊ ഫസ്റ്റ് ഓക്കെ ഓക്കെ സിറാജ് സാർ ഇപ്പൊ എത്തും. യെസ് മിസ്സേ, യെസ് റിസ്വാൻ. അപ്പൊ 2 ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതേപോലെ കളക്ഷൻ ഓഫ് ഡാറ്റ. ഓക്കെ,
അപ്പൊ ഈ രണ്ട് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മുടെ സിറാജ് സാർ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് ചാപ്റ്റർ ഒരു ഹിസ്റ്ററി പോലെ നമുക്ക് അങ്ങ് പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് ആ ഫസ്റ്റ് ചാപ്റ്റർ. അതിന് എല്ലാവരും ഉണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മിസ് തേർഡ് ചാപ്റ്റർ നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആരും പോയേക്കരുത്. ഇന്ന് ഒരൊറ്റ നമ്മുടെ എന്താ പറയുക മിനി മാരത്തോണിൽ ഈ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ടച്ച് ചെയ്ത് പോയിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി മെഗാ മാരത്തോൺ ആയിട്ട് വരുന്നു പരീക്ഷയൊക്കെ ആകുമ്പോൾ. ഓക്കെ, നൗ സി എവിടെ നിങ്ങളുടെ ഖദീജ നിന്റെ വീട് എവിടാ? ഇവിടെ അടുത്താ. ഓക്കെ, അപ്പൊ ആരും പോയേക്കരുതേ. ഇപ്പൊ വരും സാർ, ജാക്കറ്റ് എടുക്കാൻ പോയതാന്ന് തോന്നുന്നു. ഇപ്പൊ വരും, ഇപ്പൊ എത്തും. ഓ 25-നാണോ എക്കണോമിക്സ് ടേം എക്സാം വെച്ചിരിക്കുന്നത്? +1 പിന്നെ ടൈം ടേബിൾ ഗവൺമെൻറ് തരാത്തത് കൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്നായിരിക്കുമല്ലേ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്? ആ ടൈം ടേബിൾ സെറ്റ് ചെയ്തവരായിരിക്കാം. മറ്റേ +2കാർക്കുള്ള ടൈം ടേബിൾ ഓൾറെഡി പറഞ്ഞു. 22-നാണ് എക്കണോമിക്സ്. പലർക്കും പല ടൈമിലായിരിക്കും അല്ലേ. 25-ന് എക്കണോമിക്സ്. ഓക്കെ, പല സ്കൂളിലും പല ടൈപ്പിലായിരിക്കും. ഓക്കെ കാര്യം. ഓക്കെ, മിസ്സേ കൃഷ്ണ അതാണ് അത് തന്നെയാണ് കൃഷ്ണപ്രിയെ. ടൈം ടേബിൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നം. ഓണം കഴിഞ്ഞാണോ എക്സാം? സുജി. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല ഒരു പ്രശ്നമില്ലല്ലോ, ഫുള്ള് മാർക്കായിരിക്കുമല്ലോ ഓണം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ അല്ലേ? കേൾക്കുന്നുണ്ടാവുമായിരിക്കും. സിറാജ് സാർ വന്നോ? ഓക്കെ, ആരും പോവരുത് ലൈനിൽ. ഞാൻ ഇനി വരും ആഫ്റ്റർ അല്ലെങ്കിൽ മാക്സിമം 45 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ ആരും പോയേക്കരുത്, ഇവിടെ ഉണ്ടാവണം. ഒരു ചാപ്റ്റർ കൂടെ എനിക്ക് എടുക്കാണ്ട്, അതുകൊണ്ടാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, വീട് നാളെ പറയുന്നുണ്ട്. എവിടേക്ക് വീടാണ്, എവിടേക്ക് നാടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ കേൾക്കണില്ലേ? അവര് കേൾക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല. അവിടെ വേറെ കുറെ പരിപാടിയാ അല്ലേ? കണ്ടു അവര് വേറെ എന്തൊക്കെയോ ആണ് ചാറ്റിങ്. വീടും നാടും ഭയങ്കര സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ +1 കോമേഴ്സ്. ഭയങ്കര സ്നേഹനിധിയായ പിള്ളേരാണ്. കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇറ്റ്സ് മീ ലിജു. ഓക്കെ, അപ്പം ഞാൻ സിജു അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കെ, മിസ് വരും. ഓക്കെ അപ്പൊ തുടങ്ങല്ലേ? ഓക്കെ. ഹലോ. എന്താ അവസ്ഥ? നിനക്ക് റിപ്ലൈ തന്നു ഒരുപാട്. അയ്യോ എടാ, നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എന്താ പരിപാടി? ഇന്ന് ചായയും ബിസ്ക്കറ്റും ആണ് സാർ. ഓക്കെ, ഞാൻ എന്നും വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ, നിങ്ങൾ എന്താണ് കഴിച്ചത്, അല്ലെ എന്താ ചായക്ക് എന്തെങ്കിലും പലഹാരം എന്നാലേ അത് ഇന്നും തെറ്റിക്കുന്നില്ല. ഓക്കെ, തുടങ്ങല്ലേ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. തുടങ്ങല്ലേ? പരിപാടി തുടങ്ങാം. നമ്മളെന്ത് ചെയ്യും, വേഗത്തിൽ ഓടിച്ചു പോവാണ്. മിസ് നിങ്ങൾക്ക് സ്റ്റാറ്റിയുടെ 2 ചാപ്റ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കോണമിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നൊന്ന് ഓടിച്ചു പോവാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും പല രീതിയിലായിരിക്കും എക്സാംസ് ഉണ്ടാവുക, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫണ്ടമെൻ്റലി ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യാം, സെറ്റ് ചെയ്യാം. തുടങ്ങില്ലേ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം നമ്മൾ ശരിക്കും ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് ഓഗസ്റ്റ് 15 അപ്പം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ റെലവൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ എക്കോണമി പറയുമ്പോൾ കുറച്ചും കൂടെ റെലവൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇന്ത്യൻ എക്കോണമിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ എക്കോണമിയുടെ അവസ്ഥ എന്താ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഉധം സിംഗും അംബേദ്കറും തുടങ്ങിയ വലിയ നേതാക്കന്മാർ നമുക്ക് നേടിത്തന്ന
സ്വാതന്ത്ര്യം അല്ലേ? ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പലരുടെയും പോരാട്ട വീര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇവിടെ പഠിക്കുന്നത് ആ സമയത്ത് ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്താ, സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്താ, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ആ സമയത്ത് ഇന്ത്യൻ എക്കോണമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തത്, എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമി മുന്നോട്ട് പോയിട്ടുള്ളത്, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ്. എല്ലാവരും എന്ത് ചെയ്യാം? എല്ലാവരും നമ്മുടെ ലൈവിൽ വരാം. മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉള്ള പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. മിസ് വരും. സാറേ സുഖല്ലേ? സുഖമാണ്, സമാധാനമാണ്. മഴ ഉണ്ടോ അവിടെ? എന്താ അവസ്ഥ? മഴ ഉണ്ടോ സാറേ? സുഖമല്ലേ? സുഖമാണ്. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് പറയുന്നുണ്ട്, സെറ്റാക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ വേണം. കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. നോക്കുക, എക്കണോമിക്സിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ നമ്മൾ എപ്പോഴും പറയുന്നത്, മിസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊമേഴ്സ് ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. +1 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ +2 നിങ്ങൾ അത്ര അങ്ങോട്ട് പേടിക്കണം. കാരണം +2 ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ +2 നല്ല ടഫാണ്. +2കാരുടെ ചോദിച്ചാൽ മനസ്സിലാവും. ബട്ട് +1 മാക്സിമം എന്നല്ല, 100ൽ 100 മാർക്ക്, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മഴയുണ്ട് സാർ. ഇവിടെ നല്ല മഴയുണ്ട്. ഞാൻ വരുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയല്ലേ. അപ്പോൾ അതുപോലെ എന്താണ്? മഴ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജ്വാല ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നോക്കുക, ചാപ്റ്റർ 1 ഇന്ത്യൻ എക്കോണമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത്, സ്വാതന്ത്ര്യത്തിന് മുന്നേ ഇന്ത്യൻ എക്കോണമി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആരായിരുന്നു, എവിടെയായിരുന്നു എന്നൊക്കെയുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. യദു സാർ +2 ക്ലാസ്സിനായിരിക്കും കേട്ടോ. യദു സാർ താഴുണ്ട്. ഞാൻ യദു സാറിനെ കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. കഴിക്കണം എന്ന് പറഞ്ഞു, കഴിക്കാൻ പറ്റിയില്ല. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സാർ ഇപ്പം പേ ചെയ്താലേ പറ്റുള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ജ്വാല ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യട്ടോ. ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതാ ചാപ്റ്ററിലേക്ക് പോവാണ്. നിങ്ങൾ നോക്കാം, അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ എങ്ങനെയൊക്കെ തരംതിരിക്കുന്നുണ്ട്? അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്കോണമി എന്ന് വെച്ചാൽ വലിയൊരു വൈഡ് ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ നോക്കുക അല്ലേ? എന്തൊക്കെയാണെന്ന് സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്താ? ഫസ്റ്റ് നമ്മൾ പറയുന്നത്, എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കട്ടോ, അഗ്രികൾച്ചർ ഡ്യൂറിങ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ്. അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ അവസ്ഥ എന്താണ്? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കൃഷിയുടെ അവസ്ഥ എന്താ? ഒന്ന് നോക്കുക നിങ്ങൾ. അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ പീരീഡ് എന്ന് വെച്ചാൽ എന്താ? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പീരീഡിനെ നമ്മൾ എന്താ പറയുക? കൊളോണിയൽ പീരീഡ് എന്ന് പറയാം. ഫസ്റ്റ് പോയിന്റ്, കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് പ്രീ ബ്രിട്ടീഷ് പീരീഡ്. അതായത് മൊത്തത്തിൽ നമ്മൾ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇന്ത്യ മൊത്തത്തിൽ എന്തായിരുന്നു നോക്കാം. നമ്മളിങ്ങനെ പറയുന്നത്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ, ബ്രിട്ടീഷുകാർ വന്നതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പേ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. അതായത് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ്. പ്രീ ബ്രിട്ടീഷ് പീരീഡ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡന്റ് എക്കോണമി ബിഫോർ ദ അഡ്വെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ്റേതായിട്ടുള്ളൊരു ഇന്ത്യൻ്റേതായിട്ടുള്ളൊരു എക്കോണമി ഉണ്ടായിരുന്നു, ഒരു സെൽഫ് എക്കോണമി ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്, ഒരു ഇൻഡിപെൻഡൻറ്റ് എക്കോണമി ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ. ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ കാലുകുത്തുന്നതിന് മുന്നേ എന്താണ്? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എക്കോണമി ഉണ്ടായിരുന്നു. പോയിന്റ് നമ്പർ 1 ഓക്കെയാണ് അല്ലേ? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എക്കോണമി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, അഗ്രികൾച്ചർ വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. കൃഷി, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് ജീവിച്ചു പോകുന്ന ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ പീപ്പിള്, നമ്മുടെ ആൾക്കാർ ഇവരെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത് കേട്ടോ. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കൃഷി ചെയ്യുക. അപ്പം അന്നത്തെ പോലെ കമ്പ്യൂട്ടറോ അധ്യാപക ജീവിതമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അല്ലേ? ബാങ്കിങ് ഒക്കെ വളരെ ഒന്നുമില്ല. അന്ന് കൃഷിയാണ്, എല്ലാവരും കൃഷി ചെയ്യുക. പാടത്തും പറമ്പത്തും
വയലിൽ ഇറങ്ങി കൃഷി ചെയ്യുക, അതിൽ നിന്ന് കൊയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് എന്താണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള എക്കോണമി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെന്താ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഇന്ത്യക്കാരെന്താണ്, കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. കൃഷിയായിരുന്നു ലൈവ്ലിഹുഡ് എന്ന് വെച്ചാൽ എന്താ, ജീവിതമാർഗം അല്ലെങ്കിൽ തൊഴിൽ, ജീവിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, ദ കൺട്രീസ് എക്കോണമി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയസ് കൈൻഡ്സ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. ഇവിടെ കുറച്ച് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ വ്യാവസായികമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റാണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് മാനുഫാക്ചറിങ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇന്ത്യൻ എക്കോണമിയിൽ ഇന്ത്യക്കാർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, പല ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അതായത് മെയിനായിട്ട് നമ്മൾ അവർ പറയുന്ന പേര് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്നാട്ടോ പറയാം. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നു. നോക്കാം, ഇന്ത്യ വാസ് പെർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. കൈത്തറി കൊണ്ട്, കൈ കൊണ്ടുണ്ടാക്കുന്ന കരകൗശലങ്ങൾ നിർമ്മിക്കുന്ന, ശില്പങ്ങളും സ്തൂപങ്ങളും നിർമ്മിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കൈകൊണ്ടുണ്ടാക്കുന്ന ഡ്രസ്സുകൾ, സ്റ്റോണുകൾ, അതുപോലെ ശില്പങ്ങൾ, സ്തൂപങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇന്ത്യയുടെ നല്ല സ്കില്ലുള്ള, നല്ല എഫിഷ്യൻസിയുള്ള, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആൾക്കാർ ഇന്ത്യയിൽ ഒരുപാടുണ്ടായിരുന്നു ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ. ഇതൊക്കെ ഇന്ത്യയുടെ വലിയ ഫീച്ചറാണ് കേട്ടോ. ഇന്ത്യൻ എക്കോണമിയുടെ വലിയൊരു ഫീച്ചറാണത്. എന്ത്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇവിടെ നല്ല രീതിയിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഇൻ ദ ഫീൽഡ് ഓഫ് കോട്ടൺ, സിൽക്ക്, ടെക്സ്റ്റൈൽ. ഇന്ത്യ വാസ് പെർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് in the field of cotton, silk, textiles, metal and precious stone work. അതായത് നമ്മുടെ സിൽക്ക്, അതുപോലെ തന്നെ പല മെറ്റലുകളും കല്ലുകളിലൊക്കെ കൊത്തിത്തീർത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ദീസ് പ്രോഡക്റ്റ് എൻജോയ്ഡ് വേൾഡ് വൈഡ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ദ റെപ്യൂട്ടേഷൻ. ഇന്ത്യൻ കൈത്തറികൾ, ഇന്ത്യൻ കൈകൊണ്ടുണ്ടാക്കുന്ന കരകൗശല ശില്പങ്ങൾക്കും സ്തൂപങ്ങൾക്കും വേൾഡ് മാർക്കറ്റിൽ വലിയൊരു പേരുണ്ടായിരുന്നു. വേൾഡ് മാർക്കറ്റിൽ അവർ അടിപൊളിയായിരുന്നു. അതെന്താ, വലിയൊരു സംഭവമായിരുന്നു. ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന ആ ഗുഡ്സിന്, ആ സ്റ്റോണുകൾക്ക്, ആ ഡ്രസ്സുകൾക്ക്, ആ കാര്യങ്ങൾക്ക് എന്താണ്, വലിയൊരു മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ടായിരുന്നു. അത് ലോകത്തുള്ള പല ആളുകൾ എന്താണ്, ഒരു വലിയ സംഭവമായിട്ടാണ് കേട്ടോണ്ടിരുന്നത് അല്ലേ, വലിയൊരു സംഭവമായിട്ടാണ് കേട്ടോണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ വരെ ആറന്മുള കണ്ണാടി അല്ലേ, അതൊരു വേൾഡ് ഫേമസ് ആണ്. കോഴിക്കോടൻ ഹലുവ, അതൊരു വേൾഡ് ഫേമസ്. ഇതുപോലെ എന്താണ്, അന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, കൈകൊണ്ട് നിർമ്മിക്കുന്ന സിൽക്കിലും കോട്ടണിലും സ്റ്റോണുകളിലും ശില്പങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവത്തിന് വേൾഡ് വൈഡ് ആയിട്ട് വലിയൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നെയാണ്. നാളത്തെ ലൈവ് പറയൂ കേട്ടോ, നമ്മൾ പറയൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കാം. ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. നമ്മൾ കിടക്കുകയാണ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ റൂൾ എന്ന് വെച്ചാൽ എന്താ, കോളനിവൽക്കരണം. ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊളോണിയലൈസേഷൻ, കോളനിവൽക്കരണം എന്ന് പറയുന്നത്. നമ്മൾ ഇനി വരാൻ കേട്ടോ. ഇവിടെ ചോദിക്കുന്ന സംഭവം ക്വസ്റ്റ്യൻസ് എന്താ, ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താ എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. നോക്കാം. The economic policies followed by the colonial government were concerned more with the protection and promotion of the economic interest of their home country. ബ്രിട്ടീഷുകാർ എന്താണ്, നമ്മൾ പറയില്ലേ, eat 5 star do nothing അല്ലേ, eat 5 star do nothing, ഒന്നും ചെയ്യണ്ട. ബ്രിട്ടീഷുകാരുടെ പോളിസി ഇതാണ്. അവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. അങ്ങനെ എന്താണ്, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് ജീവിച്ചു പോകേണ്ടിരുന്ന ആൾക്കാരാണ് ബ്രിട്ടീഷുകാരും. അവർ ഇന്ത്യനെ നന്നാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിനെ മാത്രം, അവരുടെ ഹോം കൺട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതായിരുന്നു അവരുടെ പോളിസി. ഇന്ത്യക്കാരെ നന്നാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് അല്ലേ, ഓഗസ്റ്റ് 15. ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ച് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ്. ഗാന്ധിജിയെ പോലെ, നെഹ്റുവിനെ പോലെ, സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, അംബേദ്കറെ പോലെ ഒരുപാട് പേരുടെ ഒരുപാട് കാലത്തെ പോരാട്ടത്തിന് ശേഷം നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അന്ന് സാമ്പത്തിക ചൂഷണം, എക്കണോമിക്കലി എന്താണ്, അവർ നമ്മളെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇന്ന് നമ്മൾ ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് പഠിക്കുമ്പോൾ അതിന് നല്ല റെലവൻസ് ഉണ്ടെന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്, അവരുടെ ഹോം കൺട്രീനെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇന്ത്യക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന മാക്സിമം സ്വത്തുക്കൾ, മാക്സിമം വെൽത്തുകൾ എന്ത് ചെയ്യുക, അവർ ചോർത്തി കൊണ്ടുപോകാം. ഡ്രെയിൻ ഓഫ് വെൽത്ത്, ദാദാഭായ് നവറോജിയുടെ ഒരു തിയറിയാണത്. ഇവിടുന്ന് സ്വത്തുക്കൾ എന്ത് ചെയ്യുക, അടിച്ചു മാറ്റി കൊണ്ടുപോകാം. ഇവിടുന്ന് സ്വത്തുക്കൾ
വസ്തുക്കൾ ചോർച്ച ചെയ്ത് കൊണ്ടുപോവാ. ഇതാണ് അത് അവരുടെ ഹോം കൺട്രീസിനെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇന്ത്യക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കാം അടുത്ത പോയിന്റ്, ദർ ഹോം കൺട്രി ദാൻ വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി. അവരുടെ ഹോം കൺട്രീസിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇന്ത്യക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇറ്റ് വിൽ റിസൾട്ട് അവർ എക്കോണമി ഇൻ ടു സപ്ലയർ. ഏറ്റവും കീവേഡ് ആണ്, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട പോയിന്റ് ആണ്, ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതേണ്ട ഒരു പോയിന്റ് ആണ് ഇത്. സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് ഇന്ത്യനെ എങ്ങനെ അവർ കണ്ടത്, ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽസ് കൊണ്ടുപോകാം. സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ്, ഇന്ത്യത്തെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. എവിടേക്ക് സപ്ലൈ ചെയ്യുക, ബ്രിട്ടനിലേക്ക് സപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, കുറച്ച് മെഷീനറീസിൽ അതെന്ത് ചെയ്യുക, ചില വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും എന്ത് ചെയ്യുക, കൺസ്യൂമർ ഗുഡ്സ് ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യക്കാരെ കയ്യിൽ വെക്കുക. അവിടെ നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ജൂട്ടും സിൽക്കും കോട്ടണും നമ്മുടെ സംഭവങ്ങൾ ഇവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെറിയ മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, വിൽക്കുന്നു. നമുക്ക് തന്നെ നമ്മുടെ സാധനങ്ങൾ അവരെന്ത് ചെയ്യുക, ഇവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരാം. സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ ദേ കൺസിഡേർഡ് ഇന്ത്യൻ എക്കോണമി, അല്ലെങ്കിൽ ഇന്ത്യൻ എന്താണ് പറഞ്ഞത്, ഇന്ത്യക്കാരെങ്ങനെ കൺസിഡർ ചെയ്തത്, സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. നിങ്ങൾ നോക്കുക, കൊളോണിയൽ ഗവൺമെന്റ് നെവർ മെയ്ഡ് എനി സിൻസിയർ അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കാണാനോ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം കാണാനോ ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തില്ല. അവരൊന്നും ചെയ്തില്ല. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല അല്ലേ. അന്ന് ഇന്ത്യയുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പഠിക്കാൻ അവരൊന്നും ചെയ്യുന്നില്ല. അവരൊന്നും ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ ലാഭം, അവരുടെ ഹോം കൺട്രിയുടെ ഇൻട്രസ്റ്റും ഈ ഹോം കൺട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതായിരുന്നു അവരുടെ നയം. അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല. അന്ന് എന്താണ്, നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം അസസ് ചെയ്യാൻ പോലെ അവരൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ അന്ന് അത് അസസ് ചെയ്യാൻ, ഇന്ത്യയിൽ അന്ന് കണക്ക് കൂട്ടാൻ, ഇന്ത്യയുടെ ദേശീയ വരുമാനം, നമ്മുടെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വരുമാനം, ഇന്ത്യയിൽ എത്ര ലാഭം പൈസ കിട്ടുന്നുണ്ട്, ഇങ്ങനെ കണക്കാക്കിയാൽ മതി. +2 ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുണ്ട്. +2 പഠിക്കാനുള്ള ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. അത് +2 എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ്, അന്ന് ഇന്ത്യൻ എക്കോണമിയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ നാഷണൽ ഇൻകം, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇത് കണക്കൂട്ടാൻ കുറച്ച് ആമ്പിള്ളാരുണ്ടായിരുന്നു, കുറച്ച് എന്താണ് പവർഫുൾ പീപ്പിൾസ് ഉണ്ടായിരുന്നു അല്ലേ. പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ അല്ലേ. ആരൊക്കെയാണത് ചോദിക്കും. ഏതൊക്കെ എക്കണോമിസ്റ്റുകളാണ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൻ്റെ സമയത്ത് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം അസസ് ചെയ്ത എക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കും. എഴുതിക്കോ, ആരൊക്കെയാണത്. ദാദാഭായ് നാറോജി, മൂപ്പരായിരുന്നു ദാദാ അല്ലേ. മൂപ്പര് നേതാവ് തന്നെയായിരുന്നു ദാദാഭായ് നാറോജി. ഫസ്റ്റ് പോയിന്റ് ആരാണ്, ദാദാഭായ് നാറോജി. രണ്ടാമത്തേത് വില്യം ദിഗ്ബേ, രണ്ടാമത്തെ ആളാണ് വില്യം ദിഗ്ബേ. മൂന്നാമത്തേത് ഫിൻലി ഷിറാസ്. മൂന്നാമത്തെ ഫിൻലി ഷിറാസ്. ഈ എക്കണോമിസ്റ്റുകളുടെ പേര് എഴുതണം കേട്ടോ. എക്സാമിന് 1 വേർഡ് ചോദ്യവും അല്ലാത്ത 2 മാർക്കിന്റെ ചോദ്യക്കാർ ചോദിക്കും, നെയിം എനി 3 എക്കണോമിസ്റ്റ് ഹൂ മെയ്ഡ് സിൻസിയർ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ചോദ്യം വരാറുണ്ട്. അടുത്തത് VKRV റാവു, RC ദേശായി. VKRV റാവു ആൻഡ് RC ദേശായി. ഇതിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഈ കണക്ക് ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തത് VKRV റാവു ആണ് കേട്ടോ. അത് മാത്രമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഹൂ മെയ്ഡ് സിഗ്നിഫിക്കൻ്റ് റിപ്പോർട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കലി കാര്യങ്ങൾ ഡീൽ ചെയ്തത് ഈ കൂട്ടത്തിൽ ആരാണ്? ദാദാഭായ് നാറോജി, ഫിൻലി ഷിറാസ്, വില്യം ദിഗ്ബേ, RC ദേശായി, VKRV റാവു. ഈ 5 പേരുണ്ട്. ഇതിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത വ്യക്തി ആരാണ്? അത് നമ്മുടെ സ്വന്തം VKRV റാവു ആണ് കേട്ടോ. VKRV റാവു ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എക്സാമിന് ചോദിക്കും, എക്കണോമിസ്റ്റുകളുടെ പേര് ചോദിക്കും, എഴുതുക. നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അഗ്രികൾച്ചർ സെക്ടർ എക്സാമിന് നേരെ ചോദിക്കും, വാട്ട് ആർ ദ മെയിൻ കണ്ടീഷൻസ് ഓർ മെയിൻ പ്രോബ്ലംസ് അറ്റ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചറിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതാം. ഇന്ത്യൻ എക്കോണമി അണ്ടർ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ വാസ് ഫണ്ടമെന്റലി അഗ്രേറിയൻ. അതായത് ഇന്ത്യൻ്റെ എക്കോണമി എന്ന് പറയുന്നത് എന്താണ്, അന്ന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന എന്താണ് സംഭവം, എന്ത് സംഭവം ഡിപ്പെൻഡ്, കൃഷി. ഇന്ത്യൻ എക്കോണമി എന്ന് വെച്ചാൽ തന്നെ കൃഷിയായിരുന്നു. കൃഷി അല്ലാതെ വേറൊരു പരിപാടിയില്ല. കൃഷി ചെയ്യുക. പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അന്ന് മൊത്തം ഉണ്ടായിരുന്നത്. അന്ന് കൃഷിയായിരുന്നു എല്ലാ അർത്ഥത്തിലും എന്താണ് നമ്മുടെ മെയിൻ പരിപാടി. മെയിൻ കൃഷി തന്നെ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്ത്യൻ എക്കോണമി ഫണ്ടമെന്റലി നിലനിന്നിരുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൃഷിയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. നിങ്ങൾ നോക്കാം, അഗ്രികൾച്ചർ ഡ്യൂറിങ് ദിസ് പീരീഡ് വാസ് അണ്ടർ സ്റ്റാഗ്നേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേരാണത്, സ്റ്റാഗ്നേഷൻ.
അഗ്രികൾച്ചർ സെക്ടർ ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ. എന്താണ് സ്റ്റാഗ്നേഷൻ നേരിട്ട്? സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ എന്താ? സ്തംഭനാവസ്ഥ. എടാ കൃഷി പോലും രക്ഷപ്പെട്ടിട്ടില്ല. ബ്രിട്ടീഷുകാർ എന്തിനാ അവിടേക്ക് വന്നിട്ടുള്ളത്? നമ്മുടെ കുറേ ആളുകളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത്, നമ്മുടെ കുറേ ആൾക്കാരുടെ എന്താണ് ജീവിതങ്ങൾ തട്ടിയെടുത്ത് അവരുടെ ലാഭം ഉണ്ടാക്കി അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മാത്രം അത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുക എന്താണ് അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നേഷൻ. ഈ പോയിന്റ് എഴുതിയിരിക്കണം എക്സാമിന് ആൻസർ ഷീറ്റിൽ. എന്താണ് സ്റ്റാഗ്നേഷൻ? അഗ്രികൾച്ചർ സെക്ടർ ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ. ഒന്ന് കമന്റ് ഇട്, സ്റ്റാഗ്നേഷൻ എന്ന് കമന്റ് ഇട്. സ്റ്റാഗ്നേഷൻ, അഗ്രികൾച്ചർ സെക്ടർ ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ, സ്തംഭനാവസ്ഥ. ലാസ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ്, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ബിക്കം വെരി ലോ. കൃഷിയിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി, കൃഷിയിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക അതിന് റിട്ടേൺ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്താണ്? വളരെ പരിതാപകരമായിരുന്നു കേട്ടോ. പ്രൊഡക്ടിവിറ്റി വെരി ലോ. കൃഷിയിൽ നിന്നൊന്നും വിളവ് കിട്ടുന്നില്ല. കൃഷി മെച്ചപ്പെടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്നും ചെയ്യണില്ല. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ് അല്ലേ? അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ബിക്കെയിം വെരി ലോ. എന്താണ്? വളരെ ലോ ആണ്. അതായത് പ്രൊഡക്ടിവിറ്റി എന്താണ്? ഒന്നും കിട്ടുന്നില്ല കേട്ടോ, ഒന്നും കിട്ടുന്നില്ല. അടുത്ത പോയിന്റ്, stagnation in agriculture sector was caused mainly because of the various system of land and revenue settlements. ഈ ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം പ്രകാരമാണ് ഇവിടെ കൃഷി മെച്ചപ്പെടാതിരുന്നത്. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ജമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റൈത്ത്വാരി സിസ്റ്റം. ജമീന്ദാരി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഇതൊക്കെ പല പല പ്രദേശങ്ങളിൽ നിലനിന്ന സിസ്റ്റമാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇന്ത്യക്കാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, ഇവരുടെ നടുവിലൊരാൾക്കാരുണ്ട്, ജന്മിമാര്. മനസ്സിലായില്ലേ? ജന്മിമാർ. എടാ ഇവരാരാണ്? ബ്രിട്ടീഷുകാരുടെ വലങ്കയാണ്. ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് തീരുമാനിച്ച് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരാണ് ആര്? ഈ പറയുന്ന ജന്മിമാർ. ഈ ജന്മിമാർ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ജന്മിമാരെന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ എന്തൊക്കെ ഓർഡർ എടുക്കുന്നോ അതൊക്കെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ആര്? ഈ ജന്മിമാർ. ഈ ജന്മിമാരുടെ ഉദ്ദേശം എന്താണ്? ബ്രിട്ടീഷുകാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാം. ബ്രിട്ടീഷുകാർക്ക് ലാഭം ഉണ്ടാകുമ്പോൾ ജന്മിമാർക്ക് ബ്രിട്ടീഷുകാർ ലാഭത്തിന് വീതം കൊടുക്കും. ഇവിടെ കഷ്ടപ്പെടുന്ന ആരാണ്? ഇവിടെ ആരാണ് ഇടങ്ങാറാവുന്നത്? നമ്മുടെ കർഷകരാണ്. യഥാർത്ഥ കർഷകരാണ്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള യഥാർത്ഥ കർഷകരാണ് ഇവർ ഇടങ്ങാറായി പോകുന്നത്. ഇവർക്ക് എന്താണ്? ഇവർക്കൊന്നും കിട്ടുന്നില്ല. സോറി ഓക്കെ, നമ്മളെന്താണ് ഈ കർഷകർക്ക് എന്താണ്? ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, 1 മിനിറ്റ്. ഹലോ കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കണില്ലേ? ഹലോ ഇപ്പോൾ ഓക്കെ അല്ലേ? സോറിയേ. ഓക്കെ അപ്പോൾ നോക്കാം. എന്താണ് ബ്രിട്ടീഷുകാരുടെ ഇടയിൽ, അതായത് ബ്രിട്ടീഷുകാർ, ജന്മിമാർ, കർഷകർ. ബ്രിട്ടീഷുകാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ജന്മിമാർ. ഈ ജന്മിമാർ നമ്മുടെ കർഷകരെ ചൂഷണം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം കേൾക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഓർഡറുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള യഥാർത്ഥ കർഷകരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ് ഈ ജന്മിമാർ. ഈ ജന്മിമാരുടെ റോൾ എന്താണ്? ഇന്ത്യയിലുള്ള കർഷകരുടെ അടുത്ത് നിന്ന് ടാക്സ് പിരിക്കുക, അവിടുത്തെ ധാന്യങ്ങൾ എടുത്തു കൊണ്ടുവരിക, ഇതൊക്കെയാണ് നന്നായിട്ട് നമ്മുടെ കർഷകർ, പാവപ്പെട്ട കർഷകർ ചൂഷണം ചെയ്യുക. ഇവരുടെ പോളിസി അതായിരുന്നു. ബ്രിട്ടീഷുകാരെ ഒന്നും ചെയ്യുന്നില്ല കൃഷി മെച്ചപ്പെടുത്താനും. പക്ഷെ എന്താണ് ജന്മിമാരെന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ കർഷകരെ ചൂഷണം ചെയ്യുന്നു, നമ്മുടെ കർഷകരെ ഇടങ്ങാറാക്കുന്നു, നമ്മുടെ കർഷകരെ പ്രോബ്ലത്തിലാക്കുന്നു. അടുത്ത പോയിന്റ് നോക്കുക. The profit accruing out of the agriculture sector went to the zamindars instead of the cultivators. അതായത് കർഷകരുടെ അടുത്തേക്ക് എന്ത് പോകുന്നില്ല? ഈ പറഞ്ഞ ലാഭം ഒന്നും എത്തുന്നില്ല. ഇതൊക്കെ ആരാണ് എടുത്തുകൊണ്ട് വന്നത്? ജമീന്ദാർസ് ആണ് എടുത്തുകൊണ്ടത്. ജമീന്ദാർസ് നമ്മുടെ കർഷകരെ നന്നായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എന്ത് എഴുതണം? ജമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റൈത്ത്വാരി സിസ്റ്റം. ഈ സിസ്റ്റങ്ങളൊക്കെ എന്താണ്? ഈ സിസ്റ്റമൊക്കെ എന്താണ്? നമ്മുടെ കർഷകർ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്? ഈ സിസ്റ്റം നമ്മുടെ യഥാർത്ഥ കർഷകർ നന്നായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വാസ് വെരി ലോ. ബ്രിട്ടീഷ് പീരീഡിൽ എന്താണ്? സ്റ്റാഗ്നേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വെക്കാം കേട്ടോ. നോക്കാം. ഇൻട്രസ്റ്റ് ഓഫ് ജമീന്ദാർസ് വാസ് ഓൺലി ടു കളക്ട് റെന്റ്. വാടക പിരിക്കുക, ഭൂമിയുടെ വാടക പിരിക്കുക, കൃഷിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടോ, ഇത് മാത്രമാണ് ജമീന്ദാർസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജമീന്ദാരെ കൊണ്ട് വലിയ ഇടങ്ങാറാ. ഇവന്മാരെന്താണ്? ഭയങ്കര ഇടങ്ങാറാ, ഭയങ്കര വിഷയമാണ് അല്ലേ? ഭയങ്കര വിഷയമാണത്. കൺസിഡർ എക്കണോമിക് കണ്ടീഷൻ കൾട്ടിവേറ്റേഴ്സ്. കർഷകർ എന്തായിരിക്കും? ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ചിലപ്പം കൂലി കൊടുക്കാൻ പോലും പറ്റാതെ വിളകളിൽ നശിച്ചു പോയിരിക്കും. എന്നാൽ പോലും എന്താണ് ഈ ജമീന്ദാർസ് എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാ? നിങ്ങളെന്ത് ചെയ്യുക? റെൻറ്റ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് വിളകൾ തരണം. അവർക്കൊന്നും അറിയണ്ട, അവിടുത്തെ കണ്ടീഷൻ ഒന്നും അറിയണ്ട.
നോക്കുക, ഇനാഡ്യൂക്കേറ്റ് ടെക്നോളജി. അന്നത്തെ സമയത്ത് എന്താണ്, ടെക്നോളജി ഒന്നുമില്ല. കൃഷി, അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ എഴുതേണ്ട അടുത്ത പോയിന്റാണ് ഇനാഡ്യൂക്കേറ്റ് ടെക്നോളജി. ടെക്നോളജി എന്താണ്, വളരെ മോശമാണ്. അന്ന് നമ്മുടെ ടെക്നോളജി എന്താണ്, വളരെ മോശമാണ്. യാതൊരുവിധ ടെക്നോളജിയും നമുക്ക് അന്ന് കൃഷിയിൽ ഇല്ല. അടുത്തത് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഇറിഗേഷൻ എന്ന് വെച്ചാൽ ജലസേചന സൗകര്യം. നമുക്കറിയാം, ഡാമുകളും തോടുകളും കയങ്ങളും കനാലുകളും പുഴകളും നദികളൊക്കെ നമുക്കുണ്ട്. ഇവിടെ നിന്നൊന്നും വെള്ളം ഇവിടേക്ക് എത്തിക്കാനുള്ള യാതൊരുവിധ പ്രോസസ്സും ബ്രിട്ടീഷുകാർ ചെയ്തിട്ടില്ല. നമുക്ക് നല്ല വെള്ളം, അതായത് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോയിന്റ് പറഞ്ഞു, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ല, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. കൃഷിക്ക് വെള്ളം വേണം. ഏക്കർ കണക്കിന് കൃഷിയിൽ ഗോതമ്പും അരിയും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ഇതിന് വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ ഇതൊന്നും മെച്ചപ്പെടില്ല. അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇന്നലെ എന്നൊരു പോയിന്റ്. ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, നല്ല ഫെർട്ടിലൈസേഴ്സ് ഇല്ല, അതായത് നല്ല വളങ്ങൾ കൊടുക്കാനില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും അന്ന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അന്ന് നമുക്ക് എന്താണ്, വളരെ മോശം അവസ്ഥയിലായിരുന്നു കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, കോൺട്രിബ്യൂഷൻ ടു ലോ ലെവൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. ഇതൊക്കെ എന്ത് ചെയ്ത്, ലോ ലെവൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയിലേക്ക് എന്ത് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ദർ ഇസ് എന്താണ്, പിന്നെന്താണ്, ഷിഫ്റ്റ് ഫ്രം എന്താണ്, പ്രൈമറി പ്രൊഡക്റ്റ് ടു ക്യാഷ് ക്രോപ്സ്. അതായത് അരി, ഗോതമ്പ് പോലെയുള്ള സാധനങ്ങൾ ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, പകരം എന്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് അവർ പറയുന്നത്. ഇവർ പറയുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്, നമ്മൾ ഈ ജൂട്ട്, സിൽക്ക്, ഇൻഡിഗോ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ അരി, ഗോതമ്പ് ഇങ്ങനത്തെ പ്രൈമറി ക്രോപ്സ് ഒന്നും കൃഷി ചെയ്യേണ്ട, പകരം എന്താണ്, ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിട്ടുള്ള ജൂട്ട്, സിൽക്ക്, ഇൻഡിഗോ, ഷുഗർ കെയിൻ ഇതൊക്കെ നിങ്ങൾ കൃഷി ചെയ്താൽ മതി. ഇതാണ് ബ്രിട്ടീഷുകാരുടെ താല്പര്യവും ലക്ഷ്യം. നോക്കുക, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഫുഡ് ക്രോപ്സ്, നമ്മുടെ അരിയും ഗോതമ്പിനും പകരം ഫാമേഴ്സ് വെർ പ്രൊഡ്യൂസിങ് ക്യാഷ് ക്രോപ്സ് വിച്ച് വെർ അൾട്ടിമേറ്റ്ലി യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ ഫുഡ് ക്രോപ്സ് വേണ്ട, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ക്രോപ്പുകളൊന്നും വേണ്ട, പകരം എന്ത് മതി, ക്യാഷ് ക്രോപ്സ് മതി, ഇതും കൃഷി ചെയ്താൽ മതി. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പോളിസി. നോക്കുക, ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസസ് ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്ലഡ് കൺട്രോൾ, ഡ്രൈനേജ്. നമുക്ക് എന്താണ്, കൃഷി മെച്ചപ്പെടണമെങ്കിൽ നല്ല പൈസ വേണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്താലേ മെച്ചപ്പെടുള്ളൂ. നല്ല പൈസ ഇറക്കിയിട്ട് നല്ല വിത്തും വളങ്ങളും നല്ല ജലസേചന സൗകര്യങ്ങളും പുതിയ ടെക്നോളജികളെ കൊണ്ടുവരണം. പക്ഷേ ഇതിനൊന്നും പൈസ ഇല്ല. അതാണ് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അന്നത്തെ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നത്. ഫ്ലഡ് കൺട്രോൾ, വെള്ളപ്പൊക്കം വലിയ പ്രശ്നമാണ്. വെള്ളപ്പൊക്കം വന്നിട്ട് കൃഷി നശിച്ചു പോകുന്നത്, ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഡ്രൈനേജ്, നമുക്കറിയാം, ഡ്രൈനേജത്തെ അതായത് മലിനമായിട്ടുള്ള വെള്ളങ്ങളും മറ്റും ഈ ചളികളൊക്കെ നമ്മുടെ കൃഷിപ്പാടങ്ങളിലേക്ക് വന്നിട്ട് കൃഷി നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഈ പോയിന്റുകൾ ഉൾക്കൊള്ളിക്കണം. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ഫേസസ് സ്റ്റാഗ്നേഷൻ. ഒരു മെച്ചപ്പെട്ട ഒരു പോസിറ്റീവ് പോയിന്റ് നിങ്ങൾ അവിടെ എഴുതരുത്. എല്ലാം നെഗറ്റീവ്ലിയാണ് വന്നിട്ടുള്ളത്. അവരൊന്നും ചെയ്തിട്ടില്ല. അതിൽ ജമീന്ദാരിസിനെ കുറിച്ച് എഴുതണം, ക്യാഷ് ക്രോപ്സ് നിന്ന് ഫുഡ് ക്രോപ്സ് നിന്ന് ക്യാഷ് ക്രോപ്സിലേക്കുള്ള കാര്യം എഴുതണം, ടെക്നോളജിയെക്കുറിച്ച് എഴുതണം, ലാക്ക് ഓഫ് ഇറിഗേഷൻ എഴുതണം, ലോ ലെവൽ ഓഫ് ഫെർട്ടിലൈസേഴ്സ് എഴുതണം. ഈ പോയിന്റുകൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അതെ, ആരാണ്, സുനിത കമൻറ്റ് ഇട്ടു. നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഓരോ കീ പോയിന്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇന്ത്യൻ എക്കോണമി ഒരുപാടുള്ള ഒരു പുസ്തകമാണ്. അത് വായിക്കുക എന്ന് വെച്ചാൽ തന്നെ വലിയൊരു ടാസ്ക്കാണ്. അത് നിങ്ങൾ പോയിന്റുകൾ ഡീകോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതണം. ഓരോ ഏരിയയിലും നിങ്ങൾ എഴുതേണ്ട പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ സെറ്റ് ആക്കിയിരിക്കണം. ഓക്കെ, അടുത്തത് ഇൻഡസ്ട്രിയൽ സെക്ടർ. കൃഷി കഴിഞ്ഞു, ഇനി അടുത്താണ് നമ്മൾ ഇത് പോകുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ കേട്ടോ. ഇൻഡസ്ട്രി, വ്യാവസായിക മേഖല. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയുടെ അവസ്ഥ എന്താണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കുക, ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. അതായത് എന്താ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് കൃഷിയോ മെച്ചപ്പെട്ടില്ല, പകരം എന്താ നമ്മൾ പറയുന്നത്, ഇതും മെച്ചപ്പെട്ടില്ല. ഏതാ മെച്ചപ്പെടാത്തത്? ഇൻഡസ്ട്രിയും മെച്ചപ്പെട്ടിട്ടില്ല. കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ എന്തും മെച്ചപ്പെട്ടിട്ടില്ല. വ്യാവസായിക മേഖല, ഇൻഡസ്ട്രിയൽ സെക്ടറും മെച്ചപ്പെട്ടിട്ടില്ല. അവരും എന്താണ്, മോശം അവസ്ഥയിലായിരുന്നു. അടുത്ത് നോക്കുക, കൺട്രീസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ്. നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്തായി, ഡിക്ലൈൻ ചെയ്ത്. ഒരു മിനിറ്റ്.
നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്തായിട്ടുണ്ട്, ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ഈ കരകൗശലങ്ങൾ വലിയൊരു സംഭവമായിരുന്നു, പക്ഷേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് അതിനൊന്നും പ്രൊമോട്ട് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുവഴി ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ ചെയ്തതോടുകൂടി നമ്പർ ഓഫ് പേഴ്സൺസ്, മില്യൺസ് ഓഫ് പേഴ്സൺസ് എന്താണ് അൺഎംപ്ലോയിഡ് ആയി. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട് അവർ പോവർട്ടിയിലേക്ക് പോയി. ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെ ക്രൂരതകളാണ് നമ്മളോട് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ നോക്കുക, ദ കൊളോണിയൽ ഗവൺമെൻറ് സിസ്റ്റമൈസ്ഡ് ഡീഇൻഡസ്ട്രിയലൈസിങ് ഇന്ത്യ വാസ് ടു ഫോൾഡ്. ഇന്ത്യ അവരെന്താ ചെയ്യുന്നത്, ഡീഇൻഡസ്ട്രിയലൈസിങ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻഡസ്ട്രി എന്താ ചെയ്യുന്നത്, ഡീഇൻഡസ്ട്രിയലൈസിങ്. നമ്മുടെ വ്യാവസായിക മേഖല അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കാം, ഇന്ത്യ അവർ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ഇന്ത്യ എ മിയർ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ സെക്കൻഡ് ടേൺ ടു ദ വൈഡ് മാർക്കറ്റ് ഫോർ ദർ ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ആ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അവരെങ്ങനെ കണ്ടിട്ടുള്ളത്, നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതായിരുന്നു അവരുടെ പോളിസി. എല്ലായിടത്തും എഴുതേണ്ട ഒരു കീ പോയിന്റ് ആണ്, എക്സാമിന് എഴുതേണ്ട ഫണ്ടമെന്റൽ പോയിന്റ് ആണ് അത്. നോക്കുക, ദ ഡിക്ലൈൻ ഓഫ് ദ ഇൻഡിജീനിയസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് എ മാസീവ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എന്താണ് ഒരുപാട് തൊഴിലില്ലായ്മ ഉണ്ടാക്കി. ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് നശിയോടുകൂടി ഇന്ത്യയിൽ ഒരുപാട് പേര് തൊഴിലില്ലാതായി. ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century, 19ാം നൂറ്റാണ്ടിൽ പകുതി ആയപ്പോഴത്തേക്കും മോഡേൺ ഇൻഡസ്ട്രീസ് ബിഗാൻ ടു ടേക്ക് റൂട്ട് ഇൻ ഇന്ത്യ. 19ാം നൂറ്റാണ്ടിൽ പകുതി ആയപ്പോഴത്തേക്ക് ഇന്ത്യയിൽ എന്താണ് കുറച്ച് മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ വന്നിട്ടോ. അപ്പോൾ ഈ പോയിന്റുകൾക്ക് ശേഷം നിങ്ങൾ എഴുതേണ്ടത് എന്താ, 19th half, അതായത് 19th century ഹാഫ് എത്തിയപ്പോൾ ചില മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് സെറ്റിംഗ് അപ്പ് ഓഫ് കോട്ടൺ, ജൂട്ട്, ടെക്സ്റ്റൈൽ മിൽസ്. കോട്ടൻ്റെയും ജൂട്ടിൻ്റെയും ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ മില്ലുകളൊക്കെ വന്നിട്ടോ. കോട്ടൺ, ജൂട്ട്, സിൽക്കിൻ്റെ ഒക്കെ ടെക്സ്റ്റൈൽസ് മില്ലുകൾ, ഇതിൻ്റെയൊക്കെ ഒരുപാട് മില്ലുകൾ, ചില ഇൻഡസ്ട്രികളൊക്കെ പതിയെ പതിയെ നമ്മുടെ നാട്ടിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ കേട്ടോ. അതിൽ നമ്മൾ ഏറ്റവും എഴുതേണ്ടത് ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ. ഇതെന്തായാലും ഇതിനെ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. നമ്മുടെ ടാറ്റ ഗ്രൂപ്പ്, ടാറ്റ ജംഷഡ്പൂർ ബീഹാറിൽ 1907 സ്റ്റാർട്ട് ചെയ്തത്. 1907 നമ്മൾ ടിസ്കോ സ്റ്റാർട്ട് ചെയ്ത്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഏതാണ് ടിസ്കോ കേട്ടോ. ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1907 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഒരു പോയിന്റ് കൂടാണ് ഇത്, ടിസ്കോ. ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി 907 1907 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയിൽ നമ്മളിത് സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തത്, ദർ വാസ് നോ ക്യാപിറ്റൽ ഗുഡ്. അടുത്ത പോയിന്റാണ്, ഏറ്റവും കൂടുതൽ പോയിന്റാണ്, ദർ ഇസ് നോ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇവിടെ ഇല്ല. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് നമുക്കില്ല. കാരണം എന്താണ്, ഏത് രാജ്യമൊക്കെ അവിടെ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് വേണം. അതായത് ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടി ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന ഇൻഡസ്ട്രികളാണ് ഇത് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഗുഡ്സ് നിർമ്മിക്കുന്ന കമ്പനികളാണ് ക്യാപിറ്റലിസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതിന് പോലും എന്ത് ചെയ്യുന്നില്ല, ബ്രിട്ടീഷുകാർ പ്രൊമോഷൻ കൊടുക്കുന്നില്ല, അവരതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, the growth rate of new industrial sector and its contribution to GDP remain very small. GDP നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ള കോൺട്രിബ്യൂഷൻ, നമുക്ക് ഇൻഡസ്ട്രി മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വെരി ലോ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കണം, GDP കോൺട്രിബ്യൂഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ സെക്ടർ വാസ് വെരി ലോ. അതായത് GDP നമുക്ക് എന്താണ് വളരെ കുറഞ്ഞ ലോ ലെവലിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ഒരു മെച്ചമില്ല കേട്ടോ. GDP എന്താണ് വെരി ലോ. GDP കോൺട്രിബ്യൂഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ സെക്ടർ വാസ് വെരി ലോ. അടുത്തത്, ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേട്ടോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ നോക്കണം. പൊതുമേഖല എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സ്ഥാപനങ്ങളാണ് ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. പബ്ലിക് സെക്ടർ ലിമിറ്റഡ് ഇൻ റെയിൽവേ, പവർ, കമ്മ്യൂണിക്കേഷൻ, പോർട്ട് ആൻഡ് സം അതർ ഡിപ്പാർട്ട്മെൻറ്റ് ടേക്കിങ്സ്. അതായത് അന്നത്തെ ഗവൺമെൻറ് ആരാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. അന്നത്തെ പബ്ലിക് മേഖല കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ്. പക്ഷെ എന്നാൽ പോലും എന്താണ്, അവർ ഈ പൊതുമേഖല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുമേഖല കൊണ്ടുവരിക. പക്ഷേ അന്ന് റെയിൽവേ, പോർട്ട്, കമ്മ്യൂണിക്കേഷൻ കുറച്ച് കാര്യങ്ങളിൽ മാത്രമായിരുന്നു അവരെന്ത് ചെയ്തത്, ഈ പബ്ലിക് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്തത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഒരു മേഖല അവരെന്ത് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല. അടുത്ത് നോക്കുക, ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. നമ്മുടെ വിദേശ വ്യാപാരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ നോക്കേണ്ടത്. വിദേശ വ്യാപാരം, ഏത് രാജ്യവും ഏത് കാലത്തും നല്ല വിദേശ വ്യാപാരം മുന്നോട്ട് വെക്കണം കേട്ടോ. നിങ്ങൾ ഈ ഇന്ത്യൻ എക്കോണമി പഠിക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ഇന്ത്യയും
അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ഒരു താരിഫ് ഇഷ്യൂ പഠിക്കാൻ. നിങ്ങളിവിടെ താരിഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ന്യൂസിൽ കാണുന്നില്ലേ താരിഫ് ഇഷ്യൂ, അതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കാം. ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള താരിഫ് ഇഷ്യൂ എന്താണ് എന്നാലും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ എക്കണോമിക്സ് സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സയൻസ് പഠിക്കട്ടെ, ഹ്യൂമാനിറ്റീസ് പഠിക്കട്ടെ, നമ്മൾ എക്കണോമിക്സ് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം, സെറ്റാക്കണം. ഓക്കെ, നോക്കുക. ബ്രിട്ടൻ മെയിൻറ്റൈൻഡ് എ മൊണോപ്പൊളി കൺട്രോൾ ഓവർ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. എടാ മൊണോപ്പൊളി എന്ന് വെച്ചാൽ എന്താ, കുത്തക. ബ്രിട്ടീഷുകാർ പറയുമ്പോൾ പകൽ, ബ്രിട്ടീഷുകാർ പറയുമ്പോൾ രാത്രി. ഇത് കൊത്തയാടാ അല്ലേ. ബ്രിട്ടീഷുകാർ പറയുമ്പോൾ പകൽ, ബ്രിട്ടീഷുകാർ പറയുമ്പോൾ രാത്രി. അവരവരുടെ പോളിസി എങ്ങനെയായിരുന്നു കൊണ്ടുപോയിരുന്നത്? അവർക്ക് വേറെ ഒന്നുമില്ല, അവരായിരുന്നു എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. ഇന്ത്യയുടെ ട്രേഡ്, വിദേശ വ്യാപാരം മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ബ്രിട്ടീഷുകാരാണ്. അവർക്ക് തോന്നിയ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് വാസ് ഫോളോയിങ്. ലാർജ് എക്സ്പോർട്ടർ. ഇന്ത്യ എന്താണ്, വലിയൊരു എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണ്, ബ്രിട്ടീഷുകാർ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാ കാലത്തും ഒരു രാജ്യം ഫോക്കസ് ചെയ്യേണ്ടത് എക്സ്പോർട്ട് കൂട്ടാനാണ്. പക്ഷെ എന്താണ്, നമുക്കറിയാം ഇന്നൊക്കെ എല്ലാ രാജ്യങ്ങളും എക്സ്പോർട്ട് കൂട്ടിക്കാൻ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടും. നമ്മൾ ഇവിടെ ഉള്ളൊരു സാധനം വേറെ രാജ്യത്തേക്ക് കയറ്റി അയക്കണേ എക്സ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ അവർ നമുക്ക് പൈസ തരാം, അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് നന്നായിട്ട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. നോ ഫ്ലോ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ടു ഇന്ത്യ. അവിടെ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ്, സ്വർണ്ണമോ വെള്ളിയോ ഒന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, ഗോൾഡും സിൽവറും ഒന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ശരിക്കും എന്താണ്, ഒരു രാജ്യത്തേക്ക് ഗോൾഡും സിൽവറും, എസ്പെഷ്യലി ഗോൾഡ് ഒരു രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഗോൾഡ് എലമെൻറ്റ് ഇന്ത്യയിലെ ഒരു രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യം നല്ല പ്രോഫിറ്റബിളായി ലാഭമുള്ള രാജ്യമാണെന്നൊക്കെ നമ്മൾ പൊതുവേ പറയാം, ബേസിക്കലി നമ്മൾ പറയാം. പക്ഷേ അന്നത്തെ സമയത്ത് ഗോൾഡും സിൽവറും ഒന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. നോക്കുക, ദ പോളിസീസ് of commodity production, trade and tariff followed by the colonial government adversely affected the structure, composition and volume of India's foreign trade. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ പോയിന്റ്. എന്താണ്, ബ്രിട്ടീഷുകാരുടെ പോളിസികൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവിടെയും മോശം അവസ്ഥയാണ്. ഇന്ത്യയുടെ കോമ്പോസിഷനെ, അതായത് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൻ്റെ സ്ട്രക്ചറിനെ, കോമ്പോസിഷനെ, വോളിയത്തിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അവർക്ക് തോന്നിയ സാധനം എക്സ്പോർട്ട് ചെയ്യും, അവർക്ക് തോന്നിയ സാധനം ഇമ്പോർട്ട് ചെയ്യും. അവർ ചിലത് പറയും വേണം വേണ്ട എന്നൊക്കെ പറയും. അത് ഇന്ത്യയുടെ ഫോറിൻ പോളിസീനെ വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവർ കുറേ താരിഫ് മീൻസ് ടാക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നോക്കാം, ഇന്ത്യ ബിക്കേം എൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്ട്സ് സച്ചസ് റോ സിൽക്ക്. ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, സിൽക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കോട്ടണ്, വൂള്, ഷുഗർ, ഇൻഡിഗോ, ജൂട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കട്ടോ, വൂള്, സിൽക്ക്, ജൂട്ട്, ഷുഗർ കെയിൻ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. and importer of finished consumer goods like cotton, silk, woolen, cloth and capital goods. നമ്മൾ പറഞ്ഞു എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അത് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും നമുക്ക് എഴുതാൻ പറ്റുന്നൊരു പോയിന്റ് ആണ് കേട്ടോ. അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ സാധനങ്ങൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക, ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കുക, ഫോറിൻ ട്രേഡിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഡെമോഗ്രഫിക് കണ്ടീഷൻസ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. എക്സാമിന് ചിലപ്പം വേറിട്ട രീതി തന്നെ ചോദിക്കുന്ന സാധനമാണ് എന്ത്, വാട്ട് ആർ ദ ഡെമോഗ്രഫിക് കണ്ടീഷൻസ് അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ. ഡെമോഗ്രഫി എന്ന് വെച്ചാൽ എന്താ, ജനസംഖ്യാപരമായ കാര്യങ്ങൾ. ജനസംഖ്യ അല്ലേ, ജനസംഖ്യാപരമായ കാര്യങ്ങൾ. എടാ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവണേ, നിങ്ങൾ നമ്മളെ ഒപ്പം തന്നെ ഉണ്ടാവണേ, നിങ്ങളില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. ഓക്കെ, നിങ്ങൾ നമ്മളെ കൂടെ എന്ത് വേണം, ഉണ്ടാവണം. നിങ്ങളോട് പറയാനുള്ളത്, ഓണ എക്സാം ചില സ്കൂളുകളിൽ ഓണത്തിന് ശേഷമായിരിക്കും, ചിലടത്ത് ഓണത്തിന് മുന്നായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പരിപാടി ചെയ്യുക. മനസ്സിലായില്ലേ? ഉയരം കൂടിയ കോട്ടകൾ കെട്ടണമെങ്കിൽ ആഴം കൂടിയ കുഴികൾ കുഴിക്കണം. വേണ്ടേ? ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ്, ബേസ് ശരിയായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, തല ഉയർത്തി നിൽക്കാൻ പറ്റുള്ളൂ. അത് എപ്പോഴും വേണം. ഇപ്പോഴേ നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. എന്നാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ അപമാനിച്ചവരെ മുന്നിൽ നിനക്ക് മാർക്കൊന്നും ഇല്ലേ, ഈ പഠിക്കണമൊന്നുമില്ലേ എന്ന് ചോദിച്ച ആൾക്കാരെ മുന്നിൽ നിങ്ങൾക്ക് അന്തസ്സോടെ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആൻസർ ഷീറ്റ്, നിങ്ങളെ +1 സ്കോർ കണ്ടിട്ട് നിങ്ങളോട് ചോദിക്കണം. നിങ്ങൾ പറയണം അവരോട്, കണ്ടില്ലേ എനിക്ക് ഫുൾ മാർക്കാണ്, എനിക്ക് എക്കണോമിക്സിലും അക്കൗണ്ടൻസിലും എല്ലായിടത്തും ഫുൾ മാർക്കാണ് അല്ലേ. നിങ്ങൾ പറയണം, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോ അല്ലേ, അത് നിങ്ങൾ ചോദിക്കണം. അവിടെയാണ് നിങ്ങളെ വിജയം വരുന്നത് അല്ലേ. നിങ്ങളെ കൊണ്ട് പറ്റാത്തൊന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റൂത്, നിങ്ങളെ കൊണ്ടേ പറ്റൂ, നമ്മളെ കൊണ്ടേ പറ്റൂ അല്ലേ. ഞങ്ങളുണ്ട് കേട്ടോ കൂടെ, ഞങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നമ്മുടെ ജ്വാല ബാച്ചിൽ കഴിയുന്നതും ജോയിൻ ചെയ്യുക. നമ്മളുണ്ട് കേട്ടോ കൂടെ.
കൂടെ ഉണ്ട് അത് തന്നെയാണ് ഏറ്റവും വലുത് കേട്ടോ. നോക്കാം, ഡെമോഗ്രഫി എന്ന് വെച്ചാൽ ജനസംഖ്യാപരമായ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നോക്കാം. വേരിയസ് ഡീറ്റെയിൽസ് അബൌട്ട് ദ പോപ്പുലേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വർ ഫസ്റ്റ് കളക്ടഡ്. എക്സാമിൽ വൺ വേർഡ് ചോദ്യം വന്നു. ചോദ്യം, ഇന്ത്യയിൽ സെൻസസ് നടത്തിയെന്നാ? ഇന്ത്യയിൽ സെൻസസ് നടത്തിയെന്നാണ്? ഫസ്റ്റ് സിസ്റ്റമാറ്റിക് സെൻസസ് 1881 ഇന്ത്യയിലെ ഫസ്റ്റ് സെൻസസ് കളക്ട് ചെയ്ത്. എടാ, ഇന്ത്യയിൽ ലാസ്റ്റ് സെൻസസ് നടന്ന വർഷം ഏത്? ഒന്ന് കമന്റ് ഇട്ട്. ഇന്ത്യയിൽ ലാസ്റ്റ് സെൻസസ് നടന്ന വർഷം ഏതാണ്? ഒന്ന് കമന്റ് ഇട്ട്. ഇന്ത്യയിൽ ഇത് 851 ഇപ്പോൾ അടുത്ത അവസാനമായി കഴിഞ്ഞത് ഏത് വർഷമാണ് കഴിഞ്ഞതൊന്നും നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ. പിന്നെന്താണ്, നമ്മൾ ഡെമോഗ്രഫി ട്രാൻസിഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ജനസംഖ്യാപരമായിട്ടുള്ള ഒരു ഡിവിഷനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കാം, ബിഫോർ 1921 ഇന്ത്യ വാസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫി ട്രാൻസിഷൻ. ഇപ്പോൾ വൺ വേർഡ് ചോദ്യം വരും. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1921 മുന്നേ ആണ്. എന്ന് വെച്ചാൽ ഹൈ ബർത്ത് റേറ്റ്, ഒരുപാട് പേര് ജനിക്കുന്നു, ഒരുപാട് പേര് മരിക്കുന്നു, ചിലപ്പം കുറച്ച് ആൾക്കാർ മരിക്കും, കുറച്ച് ആൾക്കാർ ജനിക്കും, ഇങ്ങനെ ഒരു കണ്ടീഷൻസ് പറയുന്നതാണ്. ഇത് ഓരോ സ്റ്റേജും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ബിഗാൻ ആഫ്റ്റർ 21. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ 1921 ശേഷം. അപ്പോൾ 21 മുന്നേ ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ വരുന്നത്, 21 ശേഷമാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ വരുന്നത് കേട്ടോ. മീൻസ് ഹൈ ബർത്ത് റേറ്റ്, ലോ ഡെത്ത് റേറ്റ്, ഹൈ ബർത്ത് റേറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കൂടുതൽ ആൾക്കാർ മരിക്കുന്നു, കുറച്ച് ആൾക്കാർ ജനിക്കുന്നു, ചിലപ്പോൾ കുറേ ആൾക്കാർ ജനിക്കാം, കുറേ ആൾക്കാർ മരിക്കാം. ഇത് ഓരോ സോഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് മാറും. അപ്പം വൺ വേർഡ് ചോദ്യം വരും. ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ബിഫോർ 1921 ആണ്, 1921 മുന്നേ ആണ്. സെക്കൻഡ് സ്റ്റേജ് 1921 ശേഷമാണെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കാം, മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ മരണനിരക്ക്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ മരണനിരക്ക് വാസ് വെരി ഹൈ. ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, ഒരുപാട് അമ്മമാർ മരിക്കുന്നുണ്ട്, ഒരുപാട് ചെറിയ കുട്ടികൾ. അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി, മാതൃമരണ നിരക്ക്. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി, ശിശു മരണ നിരക്ക്. നമുക്കറിയാം, അന്ന് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടാതെ ഒരുപാട് അമ്മമാർ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചു പോകുന്നുണ്ട്. വലിയൊരു ഭയാനകമായ അവസ്ഥയായിരുന്നു എന്നൊക്കെ ഉണ്ട്. അപ്പം മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. അന്നെന്താണ്, ചിലപ്പം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അന്ന് പ്രസവങ്ങളെല്ലാം എടുക്കുന്ന വീടുകളിൽ നിന്നായിരിക്കും. അന്നത്തെ സ്ത്രീകൾ തന്നെയായിരിക്കും അന്നത്തെ പ്രസവം എടുക്കുന്നത്. ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അന്ന് ഹോസ്പിറ്റലിലൊന്നും പോകാനൊന്നും പറ്റുന്നില്ല, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും അന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പ്രസവശേഷം അമ്മമാരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, അവർ മരണത്തിലേക്ക് പോകുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചു പോകുന്നു. ഒരുപാട് അവസ്ഥകൾ വരുന്നുണ്ട് പല കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. അത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് വെരി ലോ. ഒരാൾ ജീവിക്കുന്ന ആയുർദൈർഘ്യം എന്ന് പറയും. ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് വെരി ലോ. അത് എത്ര വയസ്സാണ്? 32 വയസ്സാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരാൾ 32 വയസ്സ് വരെയൊക്കെ ജീവിക്കുള്ളൂ. ഒരു ആവറേജ് ആയിട്ട് 32 വയസ്സ് വരെ ജീവിക്കുള്ളൂ. ഇന്നത് എത്രയാണ്? ഇന്നത് 67 വയസ്സാണ് കേട്ടോ. ഇന്ന് ഇന്ത്യയിൽ ഒരാൾ 67 വയസ്സ് വരെ ജീവിക്കുന്ന പൊതുവെ കണക്ക് പറയാം. അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് 32 വയസ്സാണ്. അടുത്ത് നോക്കാം, ഓവറോൾ ലിറ്ററസി ലെവൽ വാസ് ലെസ് ദാൻ 16%. ഇന്ത്യയിൽ എഴുത്തും വായനയും അറിയുന്ന ആൾക്കാർ വെറും 16% ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ എഴുത്തും വായന അറിയാൻ വെറും 16%. അടിച്ചു നോക്കാം, 16% ആൾക്കാർക്ക് എഴുത്തും വായന ഇന്ത്യയിൽ അറിയുന്നുള്ളൂ വെച്ചാൽ എവിടെ എത്തി? ഇന്ന് അവിടെ നിന്ന് ഒരുപാട് നമ്മൾ മാറിയിട്ടുണ്ട്. ദ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വെർ ഇൻഅഡ്വക്കേറ്റ്. നമ്മൾ പറഞ്ഞ പബ്ലിക് ഹെൽത്ത്, അതായത് നമ്മൾ ഈ പറയുന്ന എന്താണ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നും പാവപ്പെട്ടവർക്ക് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കാം, ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് വാസ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. എക്സ്റ്റെൻസീവ് പോവർട്ടി നമ്മൾ പറഞ്ഞു, മാതൃമരണ നിരക്കും ശിശു മരണ നിരക്കും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, എക്സ്റ്റെൻസീവ് പോവർട്ടി. ഓക്കെ, എന്താണ്, അന്ന് പട്ടിണിയായിരുന്നു അല്ലേ? അന്ന് കൃഷിയൊന്നുമില്ല, ഇൻഡസ്ട്രി ഒന്നുമില്ല, ആർക്കും ഒന്നും കിട്ടുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ജമീന്ദാർസും ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അന്ന് പട്ടിണിയാണ് അല്ലേ? പട്ടിണിയാണ്. നയാ പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ല അല്ലേ? അന്ന് ഇന്ത്യക്കാർ ആരുടെ കയ്യിൽ നയാ പൈസ ഇല്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ബേസിക് ആയിട്ടുള്ള അരി പോലും കിട്ടുന്നില്ല, ഗോതമ്പ് പോലും കിട്ടുന്നില്ല. അവർ പട്ടിണിയിലാണ്. ഒരുപാട് പേര് പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും ബ്രിട്ടീഷുകാരുടെയും ജമീന്ദാർസിൻ്റെ പോളിസികളും നയങ്ങൾ കൊണ്ടും മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, അതൊക്കെ പടവെട്ടി അല്ലേ? പടവെട്ടി വന്നവനല്ലേ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. നമ്മൾ അങ്ങനെ നേടിയെടുത്തത് അല്ലേ? നോക്കാം, സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് സിമ്പിളാണ് കേട്ടോ. ഈ 3 സാധനം പഠിച്ചാൽ മതി. അന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി എടുത്ത് എന്തിലായിരിക്കും? അവിടെ എല്ലാ ആൾക്കാരും എന്താണ്, അഗ്രികൾച്ചർ സെക്ടർ. 70 മുതൽ 75% ആൾക്കാർ എവിടെയാണ് കൃഷി ചെയ്തുകൊണ്ട് അവരുടെ ലൈവ്ലിഹുഡ് എന്തായിരുന്നു? ജോലി ചെയ്തുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? അഗ്രികൾച്ചറാണ്, കൃഷിയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലൈവ്ലിഹുഡ്. കൃഷിയിലാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കൃഷിയിലാണ് എൻഗേജ് ചെയ്തത്. കൃഷിയിൽ പല കാര്യമുണ്ടാവും. കൃഷി ചെയ്യുന്നവരുണ്ടാവും, അത് വിളവെടുക്കുന്നവർ,
അത് അതിന് കാവലിൽ നിൽക്കുന്ന ആൾക്കാർ, വെള്ളം നനയ്ക്കുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എല്ലാവരും എന്താണ് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇൻഡസ്ട്രി സെക്ടറിൽ എന്താണ് 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വ്യാവസായിക മേഖലയിൽ വെറും 10% ആൾക്കാർ മാത്രമേ ജോലി എടുക്കുന്നുള്ളൂ. അടുത്തത് സർവീസ് സെക്ടറിൽ 15 മുതൽ 20% ആൾക്കാർ. അപ്പോൾ എക്സാമിന് ചോദിക്കും സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് എഴുതാൻ. നിങ്ങൾ എഴുതാ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എവിടെയാണ്? കൃഷിയിലാണ്. ഇൻഡസ്ട്രിയിൽ 10%, സർവീസിൽ 15 to 20% ആൾക്കാർ ജോലി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജോലി എടുക്കുന്ന ഓക്യുപ്പേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതി വെക്കണം കേട്ടോ. അടുത്ത നോക്കാം, ഇൻഫ്രാസ്ട്രക്ചർ. എടാ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു പോസിറ്റീവായിട്ട് എഴുതാൻ പറ്റുന്ന ഏക കാര്യം എന്താണ്? ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇവിടെ എന്തിൻ്റെ പേരിലാണെങ്കിലും റോഡും റെയിലും ട്രെയിനും ഒക്കെ ഒന്ന് തന്നെയല്ലേ, റോഡും ട്രെയിനും അതുപോലെ തന്നെ എന്താണ് പോർട്ടുകളും ഡാമുകളും ഡ്രൈനേജുകളും കൺസ്ട്രക്ട് ചെയ്താരാണ്? ബ്രിട്ടീഷുകാരാണ് കേട്ടോ. ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ചോദിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ട് എഴുതാം കേട്ടോ. പോസിറ്റീവായിട്ട് എഴുതാം. എപ്പോഴും പോസിറ്റീവായിരിക്കണം. ബി പോസിറ്റീവ്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പല ഫാക്ടേഴ്സും ഉണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്ക് പോസിറ്റീവായിരിക്കണം. നമുക്ക് എന്ത് വേണം? എപ്പോഴും സെറ്റായിട്ടിരിക്കണം, അടിപൊളിയായിട്ടിരിക്കണം, ഓണായിട്ടിരിക്കണം അല്ലേ? ഏത് മൂഡ്? ഓണം മൂഡ്. ഏത് മൂഡ്? എക്സാം മൂഡ്. ഏത് മൂഡ്? എക്സാം വിന്നർ ക്ലാസ്. ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യൻ എക്കോണമി, എക്കണോമിക്സ് മൂഡ്. നിങ്ങൾ നോക്കാം, അണ്ടർ ദ കൊളോണിയൽ റിജീം, അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സച്ചസ് റെയിൽവേ, പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ്, ടെലിഗ്രാഫ് ഡെവലപ്ഡ്. എടാ ഈ പറയുന്ന സാധനങ്ങൾ എന്താണ്? ട്രെയിനും റെയിലും ഒക്കെ എന്താണ്? എടാ ഇന്ത്യയിലെ ഫസ്റ്റ് റെയിൽവേ ലൈൻ എവിടെ? ഒന്ന് കമൻറ്റ് ഇടും. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടെ വരെയാണ്? ഒന്ന് കമൻറ്റ് ഇടും. നമുക്ക് റെയിൽവേ, വാട്ടർ ട്രാൻസ്പോർട്ട് ഇതൊക്കെ ഉണ്ടാക്കിയവരാണ് ബ്രിട്ടീഷുകാരാണ്. പക്ഷെ എന്താണ് ഇത് ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ഇത് ഇന്ത്യക്കാരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളത്? അവരുടെ കാര്യങ്ങൾ. ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദിസ് ഡെവലപ്മെന്റ് വാസ് നോട്ട് ടു പ്രൊവൈഡ് ബേസിക് അമനിറ്റീസ് ടു ദ പീപ്പിൾ. ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ കാര്യങ്ങൾ. ബ്രിട്ടീഷുകാർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം, ട്രെയിൻ ഉണ്ടാക്കി. ഇവിടുന്ന് അവിടേക്ക് നല്ലൊരു യാത്ര ചെയ്ത് പോകണം, കാറ് ഓടാൻ വേണ്ടിയിട്ട് ടാറിട്ട റോഡ് ഉണ്ടാക്കി ഇല്ലേ? ബ്രിട്ടീഷുകാരെന്ത് ചെയ്ത്? വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ബോട്ടുകളും സാധനങ്ങൾ, തുറമുഖങ്ങളൊക്കെ ഉണ്ടാക്കി. അവരുടെ ചരക്കുകൾ നീക്കാൻ വേണ്ടിയിട്ട്, അവരിവിടുന്ന് ഗുഡ്സ് ഇവിടുന്ന് അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അവരവരുടെ ആർമീനെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ടെലിഫോൺ സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഡാമുകൾ ഉണ്ടാക്കി. ഇതൊന്നും ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് ബെനിഫിറ്റ് ഇന്ത്യക്കാർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ബെനിഫിറ്റൊക്കെ നിങ്ങൾ നോക്കുക, കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ സ്വത്തുക്കൾ അവർ കൊള്ളയടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. വേറെ കാര്യം. ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് ദ റെയിൽവേ ഇൻ ഇന്ത്യ 1850. 1850 ഇന്ത്യയിൽ എന്ത് ചെയ്തത്? റെയിൽവേ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ. റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ അല്ലേ? വലിയ ഒരുപാട് ആൾക്കാർ ജോലി എടുക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇത് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് കേട്ടോ. The volume of India's export expanded due to the introduction of railway, but rarely benefit the Indian people. ഈ റെയിൽവേ വന്നതോടുകൂടി എന്താണ്? മദ്രാസിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ചരക്കുകൾ കയറ്റി അയക്കണം. ഇവിടെ നിന്ന് ഉണ്ടാക്കി അരിയും ഗോതമ്പും അവിടേക്ക് എത്തിക്കാം. റെയിൽവേ ഉണ്ടല്ലോ, ട്രെയിൻ ഉണ്ടല്ലോ. എന്താണ്? കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി മോന്തും തീവണ്ടി ഇല്ലേ? അന്ന് കൽക്കരിയിലൊക്കെ തീവണ്ടി പോയിരുന്നത്. അങ്ങനെ തീവണ്ടിയിൽ ഇങ്ങനെ പോയി എന്ത് ചെയ്യും? മദ്രാസിൽ നിന്ന് അരിയും ഗോതമ്പും പച്ചക്കറിയൊക്കെ എന്ത് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ കയറ്റിയിട്ട് പതിയെ ഇങ്ങനെ പോവാണ് കേട്ടോ. പതിയെ ട്രെയിൻ ഇങ്ങനെ പോവാണ്. അവിടേക്ക് എത്താണ് കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദിസ് ഡെവലപ്മെന്റ് വാസ് ടു നോട്ട് പ്രൊവൈഡ് ബേസിക് അമനിറ്റീസ്. അതായത് ഇന്ത്യക്കാർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല അവർ ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് നല്ലത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നല്ല അവർ ചെയ്യുന്നത്. അതെന്താണ്? നമ്മളെ നന്നാക്കുക എന്നുള്ളതൊന്നും അവരുടെ ലക്ഷ്യം. അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രം, അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുക. പക്ഷേ നിങ്ങൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? അന്ന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടായത് എന്താണ്? പോർട്ടും റെയിലും ടെലിഗ്രാഫ്, ഈ സാധനങ്ങൾ കേട്ടോ. വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ്, ടെലിഗ്രാഫ് വേർ ഡെവലപ്ഡ്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. നിങ്ങൾ നോക്കുക, നിങ്ങളോട് പറയാനുള്ളത് +1 കൊമേഴ്സ് ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? നമുക്കറിയാം നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് നിങ്ങളെപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പ് തരണം കേട്ടോ. അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. +1 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ +2 എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കും +1 കുറച്ച് മാർക്ക് കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് +2 നമുക്ക് സെറ്റ് ചെയ്തെടുക്കാമല്ലോ. ഒന്നും നടക്കൂല.
കാരണം എന്താ, പ്ലസ് കിട്ടാവുന്നിടത്തോളം മാക്സിമം മാർക്ക് +1 തന്നെ നമ്മൾ വാങ്ങിക്കണം കേട്ടോ. വേറെ അവിടുന്ന് അത് കിട്ടൂല. നിങ്ങൾ മനസ്സിലാക്കുക, +1 മാക്സിമം പോരാ, 100-ൽ 100 മാർക്കും വാങ്ങിക്കണം. മനസ്സിലായില്ലേ? ഇന്ന് കോമ്പറ്റീഷൻ്റെ കാലഘട്ടം. ആരാണോ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത്, ആരാണോ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്, അവർ മുന്നിലെത്തും. മനസ്സിലായില്ലേ? സ്വാഭാവികമാണ്. നിങ്ങളെ 10ൽ A+ ഒന്നും ഇനി കാര്യമൊന്നുമില്ല, 10ൽ ഫുൾ A+ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ അങ്ങനെയൊന്നുമില്ലേ. ഇപ്പം നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇപ്പം നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇപ്പം നിങ്ങൾ എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ PDF ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, വർക്ക് ഷീറ്റ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കിയിരിക്കും കേട്ടോ. നിങ്ങളാണ് ഇനി ഭാവിയിൽ എക്കണോമിസ്റ്റുകളും കൊമേഴ്സുകാരൊക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ അർത്ഥമുള്ളൂ. ഓണം എക്സാം ഞാൻ പറഞ്ഞു പല സ്ഥലങ്ങളിൽ പല രീതിയിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ പരിപാടികൾ ഇപ്പം തന്നെ തുടങ്ങുക. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പം പരിപാടി തുടർന്നാലേ ബാക്കി കാര്യമുള്ളൂ കേട്ടോ. ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉയരം കൂടിയ കോട്ടകൾ കെട്ടണമെങ്കിൽ ആഴം കൂടിയ കുഴികൾ കുഴിക്കണം. വേണ്ടേ? ആഴം കൂടിയ കുഴികൾ കുഴിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കുക. അല്ലാതെ ഇങ്ങനെ ലോഡ് 19 ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് +1 എക്കണോമിക്സിൽ, 19 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യും, മിസ്സ് വരും. സ്റ്റാറ്റിയുടെ അടുത്ത ചാപ്റ്റർ പറയാൻ മിസ്സ് വരും. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ എന്ത് ചെയ്യാം, എന്താണ് റെയിൽവേ എവിടെയാണ്, റെയിൽവേ കമൻറ്റ് കിട്ടോ, റെയിൽവേ കമൻറ്റ് കിട്ടോ. റെയിൽവേ എന്താ, റെയിൽവേ ബോംബെ ടു താനെ വരെയാണ് കേട്ടോ. ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് റെയിൽവേ ലൈന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഡെമോഗ്രഫിക് കണ്ടീഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഓക്യുപ്പേഷൻ സെക്ടർ, ഇതിനെക്കുറിച്ചിട്ട് മൊത്തത്തിലൊരു ചോദ്യം വരാം. ഓരോന്ന് സെപ്പറേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എഴുതുക, നിങ്ങൾ സെറ്റാക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, മിസ്സ് വരും. സ്റ്റാറ്റിയിൽ അടുത്ത ചാപ്റ്റർ പറയാം, മിസ്സ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ ആയിട്ട് ഇരിക്കുക. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്ല പറയില്ല കേട്ടോ, നിങ്ങളോട് പറയാനുള്ളതാണ്. മനസ്സിലായില്ലേ? അത് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. കമൻറ്റ് ഇട്ടവരൊക്കെ അവിടെ ഉണ്ടാവും. മാർക്കില്ലെങ്കിൽ നിങ്ങൾ തന്നെ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരാം. ഓക്കെ, സെറ്റ്. അത് മതി. എടാ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ പഠിക്കണം. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ മിസ്സിനെ വിളിക്കാം. മിസ്സ് ഇവിടേക്ക് വരും. മിസ്സ് നിങ്ങൾക്ക് വേണ്ടി അടുത്ത ചാപ്റ്റർ പറയും കേട്ടോ. മതി. ഓക്കെ. അപ്പം മിസ്സിനെ ഞാൻ ഇവിടേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ. ശരി. പോവല്ലേ, മിസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. അതിന് വേണ്ടി നിങ്ങൾ വരണം. കേൾക്കുന്നുണ്ടോ? കേൾക്കൂല. എടാ കേൾക്കുന്നുണ്ടോ? റെയിൽവേ അല്ലേ, നിങ്ങൾ പോയിട്ടുള്ള ഏറ്റവും വലിയ ലോങ് ഡിസ്റ്റൻസ് കേട്ടാ ട്രെയിനില്. എടാ റെയിൽവേ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വലിയൊരു സംഭവമാണ് അല്ലേ, ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതാ മിസ് വന്നു. ഓക്കെ. ഹലോ പോയോ? നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, സ്റ്റാറ്റി. അത് കഴിഞ്ഞ് വീണ്ടും ഇന്ത്യൻ എക്കോണമി ഉണ്ട്. എവിടൊക്കെയാണ് ഓടുന്നേ? എടുക്കട്ടെ. ഇതാ പടക്കേന്ന് പറഞ്ഞ് വേഗം തീർത്ത് തരാം കേട്ടാ. വേഗം ഓടാം, നമുക്ക് ഓടി പോവാം. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. യെസ്. സാറേ ഏതാ, എല്ലാരും പോയി. സാറ് ഹലോ വരും, ഇനിയും തിരുമ്പി വരും. ഓക്കെ. So can we start the third chapter, organization of data? Okay, നമുക്ക് വേഗം ഓടാം കേട്ടോ. ഓക്കെ സാറേ. Okay, now what is meant by raw data? One word ചോദിക്കുകയാണ്. What is meant by raw data എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. raw data എന്ന് പറഞ്ഞാൽ data collected in its original form. ആദ്യമായി നമ്മൾ പോയി ഡാറ്റ കുറെ എഴുതിക്കൊണ്ട് വരിക. ആദ്യമായിട്ട് എഴുതിക്കൊണ്ട് വരുന്ന ആ ഡാറ്റ ഒറിജിനൽ ഫോം ആണ് നമ്മുടെ എന്ത്, റോ ഡാറ്റ എന്ന് പറയുന്നത്. Now comes meaning of classification. Classification of data. മക്കളെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നാണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ്, പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഡാറ്റ അക്കോർഡിംഗ് ടു സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ചില പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക.
അടക്കി പെറുക്കി ചിട്ടയായിട്ട് വെക്കുക. അതാണ് ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഗ്രോസറി ഐറ്റംസ്, ചെറുപയറൊക്കെ ഒരു സ്ഥലത്ത്, പരിപ്പൊക്കെ ഒരു സ്ഥലത്ത്, ഉപ്പൊക്കെ ഒരു സ്ഥലത്ത്, അങ്ങനെ അടക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. അതാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, now what are the different types of classification of data? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. what are the different very important types of classification of data? ഒന്നാമത്തത് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. സുനിത ബാബു മാത്രം ഉണ്ട് ഇരുന്ന് എഴുതുന്നത്. ഓക്കെ, ബാക്കി എല്ലാം ഇങ്ങനെ എന്ത് ചെയ്യാണ്, വേറെ പല ചാറ്റിലേക്ക് പോവുകയാണ്. മക്കളെ ഇവിടെ ഒരു പ്രാവശ്യം ഒന്ന് കോൺസെൻട്രേഷൻ ഇങ്ങോട്ട്, അതായത് ഇങ്ങോട്ടൊന്ന് തിരിച്ചു വിടും. ഓക്കെ, പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കായില്ലേ. ഓക്കെ, അപ്പൊ എന്താണ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ? ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ്, ജിയോഗ്രാഫിക്കൽ ഏരിയ. ആ ഏരിയ എന്ന് പറയുന്നത് രാജ്യമാവാം, സ്റ്റേറ്റ് ആവാം, ഡിസ്ട്രിക്റ്റ് ആവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡാറ്റയെ നമ്മൾ ജിയോഗ്രാഫിക്കൽ, അതായത് സ്ഥലത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഡാറ്റ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ജിയോഗ്രാഫിക്കൽ ഡാറ്റ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതാണ് മക്കളെ എന്ത്, ക്രോണോളജിക്കൽ ഡാറ്റ. ഇതിന്റെ വേറൊരു പേരാണ് ടൈം ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാ ഡാറ്റ എന്തിന്റെ ബേസിലായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ടൈം, സമയത്തെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ദേവൂസേ ആരാണ് സമ്മതിക്കാതെ? ചാറ്റിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, ക്ലാസ് മാത്രം എന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, നൗ ടൈമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ക്രോണോളജിക്കൽ ഓർ ടൈം ക്ലാസിഫിക്കേഷൻ. ക്ലിയർ? ഇനി ഈ സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ വർഷങ്ങളാവാം, മന്ത്സ് ആവാം, ഈ വീക്സ് ആവാം, ഡേയ്സ് ആവാം. മക്കളെ നോക്കിയേ, കണ്ടോ, ഇത് ഇയറെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയല്ലേ. നൗ ദ നെക്സ്റ്റ് വൺ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അടുത്തതാണ് ക്വാളിറ്റേറ്റീവ്. എന്താണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ? മക്കൾക്ക് അറിയാം എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നല്ലേ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്വാളിറ്റി, ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ട്. വെരി ഗുഡ് സുനിത ബാബു. യെസ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആട്രിബ്യൂട്ട്സ്. വെരി ഗുഡ്. അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ലിറ്ററസി, ജെൻഡർ, റിലിജിയൻ, ഇതൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല അല്ലെ. ഇതിന്റെ ബേസിലാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ക്വാളിറ്റി. മക്കളെ നോക്ക്, ഇവിടെ ജെൻഡർ ആണ്, ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് അല്ലെ. Now comes the last one, quantitative classification. This is known as what മക്കളെ? Variables. Okay, quantitative classification എന്ന് പറഞ്ഞാൽ classification based on quantity. അളക്കാൻ പറ്റിയ ചില സാധനങ്ങളുണ്ട്. ഏതൊക്കെയാ? ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, ഇതൊക്കെ അളക്കാവല്ലോ അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ this is known as quantitative. മക്കളെ നോക്ക്, ഇവിടെ എഴുതിയിരിക്കുന്നത് മാർക്കാണ്. മാർക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാം? We can measure it. Clear? അപ്പൊ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ. ചിലപ്പോൾ ഇങ്ങനെ ടേബിൾ വരയ്ക്കേണ്ടി വരും കേട്ടോ. 4 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന ഒരു പോർഷൻ, ഒരു ടോപ്പിക്സ് ആണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഇനി അടുത്ത് നോക്കിയേ, എന്താണ് വേരിയബിൾസ്? ഓക്കെ, വാട്ട് ആർ വേരിയബിൾസ്? സൂക്ഷിച്ചു നോക്കണം. വേരിയബിൾസ്, ആ ടേം തന്നെ എന്താണ്? വേരിയബിൾ ആണ്, മാറും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, മാറ്റം. വേരിയബിൾസ് ആർ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ചേഞ്ച് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. യെസ്, മാറാൻ ചാൻസ് ഉള്ളതാണ് മക്കളെ എന്ത്? വേരിയബിൾസ്. ഓക്കെ, എക്സാമ്പിൾ, ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, ഇതൊക്കെ മാറാലോ അല്ലേ. ഇതൊക്കെ എപ്പോഴും കോൺസ്റ്റന്റ് അല്ല. അപ്പൊ ഇങ്ങനെ മാറുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേരിയബിൾസ് എന്ന് വിളിക്കുക. വേരിയബിൾസ് ആർ ഓഫ് 2 ടൈപ്സ്. ഇത് വെരി ഷുവർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് വേരിയബിൾസ്? ഓക്കെ, ഒന്നാമത്തതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ, രണ്ടാമത്തതാണ് കണ്ടിന്യൂസ് വേരിയബിൾ. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കേ, വിത്ത് എക്സാമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, now see, there are 2 types of variables ഉണ്ട്. അതിൽ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. നമുക്ക് ഓരോന്നായിട്ട് എന്താ നോക്കാം. എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ? ഓക്കെ, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾ വിച്ച് ക്യാൻ ടേക്ക് ഓൺലി പെർട്ടിക്കുലർ വാല്യൂ. ചില വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കംപ്ലീറ്റ് വാല്യൂസേ ഉണ്ടാവുള്ളൂ. അതായത് 1, 2, 3, 4, 5 അങ്ങനെയുള്ള ഒരു ഫിഗേഴ്സേ ഉണ്ടാവുള്ളൂ. അല്ലാതെ 2.5, 4.5, 5.5, 3/4, 4 എന്നുള്ളതൊന്നും ഇവിടെ ഇല്ല. ഫുൾ നമ്പർ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഡിസ്ക്രീറ്റ് സീരീസിൽ ഉണ്ടാവുക. എക്സാമ്പിൾ നോക്കൂ. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി. ഒരു വീട്ടിലെ ഉള്ള കുട്ടികളുടെ എണ്ണം. 2 കുട്ടികൾ, 3 കുട്ടികൾ, 4 കുട്ടികൾ അങ്ങനെ പോവും അല്ലെ. നേരെ മറിച്ച് 2.5 കുട്ടി, 3.5 കുട്ടി, 3.25 കുട്ടി എന്നൊന്നും നമ്മൾ പറയാറില്ല. ഉണ്ടോ? അതൊക്കെ നമ്മൾ എക്സാക്ട്ലി പ്യുവർ നമ്പേഴ്സിലാണ് നമ്മളിത് പറയാറ്. അതേപോലെ നമ്പർ ഓഫ് ബെഡ്റൂംസ് ഇൻ എ ഹൗസ്. ഒരു വീട്ടിലുള്ള ബെഡ്റൂമിന്റെ എണ്ണം. ഇപ്പൊ 4 ബെഡ്റൂം, 3 ബെഡ്റൂം അങ്ങനെയല്ലേ പറയുക. അല്ലാതെ എൻ്റെ വീട്ടിൽ 2.25 ബെഡ്റൂം ഉണ്ട്, എൻ്റെ വീട്ടിൽ 3.25 ബെഡ്റൂം ഉണ്ട്, അങ്ങനെ നമ്മൾ 4, 3 ഒന്നും പറയത്തില്ല കേട്ടോ. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ അതാണ്. ഇറ്റ് ടേക്സ് ഓൺലി സർട്ടൺ വാല്യൂസ് വൈൽ കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂസ്. കണ്ടോ? അപ്പൊ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇറ്റ് ടേക്സ് എനി ന്യൂമറിക്കൽ വാല്യൂ. ഏത് ന്യൂമറിക്കൽ വാല്യൂയും വരാം. അതിന്റെ അർത്ഥം 4, 1/2, 3 എല്ലാം വരാമെന്നാണ് അർത്ഥം. നോക്ക്, ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഇൻകം അതൊക്കെ നമുക്ക് എനി ന്യൂമറിക്കൽ വാല്യൂസിൽ വന്നൂടെ. ഇപ്പൊ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ, ഒരാളുടെ ഹൈറ്റ് 160.4 ഒന്നൂടെ, വെയിറ്റ് 50.8 പോയിന്റ് ഒക്കെ വന്നൂടെ. അങ്ങനെ വരുന്നതാണ് മക്കളെ എന്ത്? കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇമ്പോർട്ടൻ്റ് ആണ് 2 ടൈപ്സ് ഓഫ് വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വിത്ത് എക്സാമ്പിൾ. നൗ കം സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്താണെന്ന് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 എണ്ണം ഉണ്ട്. ഇനി എന്താണ് സീരീസ്? അയ്യോ, ഇനിയിപ്പോൾ സീരീസ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഡൗട്ടാ മറ്റേ സീരീസ് ആണെന്ന് വിചാരിക്കും. അതായത് ആ കൊറിയൻ സീരീസ് ഒക്കെ ഉണ്ടല്ലോ കുറേ, ആ സീരീസ് ഒന്നും അല്ല ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആണ്. ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റയാണ്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷന് നമ്മൾ എന്ത് ചെയ്യാണ്? ഓർഡർലി നല്ലപോലെ അറേഞ്ച് ചെയ്യുന്നതാണ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് 3 എണ്ണം ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഈ 3 എണ്ണമാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. പെട്ടെന്ന് കഴിയും കേട്ടോ. നോക്കിക്കോ. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ സീരീസ്. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ എഴുതുന്നു. അതായത് ചെറുതെന്ന് വലുതിലേക്കോ വലുതെന്ന് ചെറുതിലേക്കോ നമ്മൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്നു. അതാണ് നമ്മുടെ എന്ത്? സിമ്പിൾ സീരീസ് ഓർ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഇവിടെ ഓക്കെ ഒരു 6 ആൾക്കാരുടെ വേജസ് കൊടുത്തിട്ടുണ്ട്. 300, 200, 500, 400, 100, 50. ഓക്കെ, ഒരു 6 ആൾക്കാരുടെ വരുമാനമാണ് കൊടുത്തത്. ഈ ഒരു സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ സിമ്പിൾ അറേ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ചെറുതെന്ന് വലുതിലേക്കോ പോവാം, അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലേക്കോ പോവാം. 50, 100, 200, 300, 400, 500 അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. ഓർഡർലി അറേഞ്ച്മെന്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡിവിജ്വൽ സീരീസ്. അത് അസെൻഡിങ്ങിലോ ആവാം, ഡിസെൻഡിങ്ങിലോ ആവാം കേട്ടോ. ഡിപ്പെൻസ് ഓൺ യു. അതായത് നമുക്ക് ചെറുതെന്ന് വലുതിലേക്കോ എഴുതാം, അല്ലെങ്കിൽ വലുതെന്ന് അങ്ങനെയും പോവാം കേട്ടോ. ഇനി അടുത്തതാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിന് നമ്മൾ വിളിക്കുന്ന പേര് ഫ്രീക്വൻസി അറേ. ഇത് പഠിക്കണം കേട്ടോ. ഫ്രീക്വൻസി അറേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫ്രീക്വൻസി അറേ എന്താണ്? ഫ്രീക്വൻസി അറേ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ എ ഡിസ്ക്രീറ്റ് വേരിയബിൾ വിത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. അതായത് നമ്മൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഇട്ടിട്ട് എഴുതുക. നോക്കിയേ മക്കളെ, ഇതിൽ ഫ്രീക്വൻസി 2 കോളം ഉണ്ട്. ആദ്യത്തെ കോളത്തിൽ വേജസും പിന്നത്തെ ഫ്രീക്വൻസിയും. അപ്പൊ എന്താണ് ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ദ വാല്യൂ റിപ്പീറ്റ്സ്. ഒരു സംഖ്യ എത്ര പ്രാവശ്യം ആവർത്തിച്ചു വരുന്നുണ്ട്, അതാണ് ഫ്രീക്വൻസി. ഇതൊരു എക്സാമ്പിളാണ്. നമ്മൾ പഠിക്കും എങ്ങനെയാണ് ഫ്രീക്വൻസി അറേ കൺസ്ട്രക്ട് ചെയ്യാന്ന്. അടുത്ത ഞാൻ മിസ് അത് എടുത്തു തരാം കേട്ടോ. നോക്കിയേ, ഫ്രീക്വൻസി റെഫേഴ്സ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ഹോൾസ് ദാറ്റ് എ വാല്യൂ റിപ്പീറ്റ്സ് ഇൻ എ സീരീസ്. ആദ്യത്തെ കോളത്തിൽ വേജസ് കൊടുത്തിട്ടുണ്ട്, പിന്നത്തെ കോളത്തിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. വേജസ് 100. അതിനർത്ഥം 100 രൂപ വരുമാനമുള്ളവർ 2 പേര്, 200 രൂപ വേജ് ഉള്ളവർ 3 പേര്, 300 രൂപ വരുമാനമുള്ളവർ 5 പേര്, 400 രൂപ വരുമാനമുള്ളവർ 3 പേര്, 500 രൂപ ഉള്ളവർ എത്രയാ? 2 പേര്. കണ്ടോ? ഇവിടെ ഇങ്ങനെ എഴുതുന്നതാണ് നമ്മുടെ എന്ത്? ഫ്രീക്വൻസി അറേ. പക്ഷെ ഫ്രീക്വൻസി അറേ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാലി മാർക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മിസ് എഴുതിയിട്ടുണ്ട്. കൺസ്ട്രക്ട് ഫ്രീക്വൻസി അറേ ഫ്രം ദ ടേബിൾ. ഈ ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി അറേ ഉണ്ടാക്കണം. ക്ലിയർ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് കുറെ മാർക്കുകൾ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഫ്രീക്വൻസി അറേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് 3-4 മാർക്കിന് ഫ്രീക്വൻസി അറേ
ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആവാൻ ചിലപ്പം എന്തായാലും ഇതോ അതോ ഏതോ ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമ്മൾ ഫ്രീക്വൻസി അറേ ശ്രദ്ധിക്കണേ മക്കളെ, ഫ്രീക്വൻസി അറേ ആണ്, വ്യത്യാസമുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വേറെയാണ്, അത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഫ്രീക്വൻസി അറേ ആണ്. അപ്പോൾ മക്കളെ ആദ്യം നമ്മൾ മാർക്സ് എഴുതി, രണ്ടാമത്തെ കോളത്തിൽ ടാലി എഴുതി. ടാലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഫ്രീക്വൻസി. ഇങ്ങനെ 3 കോളം മക്കൾ ഫോം ചെയ്യണം. ഓക്കെ, ഇതാ ഇങ്ങനെ മാർക്ക് എഴുതി, ടാലി എഴുതി, ഫ്രീക്വൻസി എഴുതി. എന്നിട്ട് നിങ്ങൾ ഈ വാല്യൂസിലേക്ക് നോക്കുക. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാണ്? ഇതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 3 ആണ് അല്ലേ? 3 കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക 4 ഉണ്ടോ? 4 ഉണ്ട്. പിന്നെ 5 ഉണ്ടോ? 5 ഉണ്ട് അല്ലേ? 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ടോ? ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, പിന്നെ ഏതുണ്ട്? 11 ഉണ്ട്, 12 ഉണ്ട് അല്ലേ? അപ്പം ഇത്രയും വാല്യൂസ് നമുക്കുണ്ട് ഉണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ചും കൂടെ കയറ്റി എഴുതണോ? അയ്യോ, ഏതൊക്കെ വാല്യൂസ് ഉണ്ടെന്ന് നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ചെറുതാക്കി എഴുതാം. അയ്യോ സോറി, 3 ഉണ്ട്. 3 ആണ് ഏറ്റവും ചെറിയ വാല്യൂ. അത് കഴിഞ്ഞ് 4 ഉണ്ട്, 5 ഉണ്ട് ഇല്ലേ? പിന്നെ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ടോ? 9 ഉണ്ട്, 10 ഉണ്ട് ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ എഴുതണ്ട, ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. 10, പിന്നെ 11 ഉണ്ട്, 12 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുക 3 എത്ര 3 ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആണോ? ഇനി എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, കാരണം ഈ വാല്യൂസ് നിങ്ങൾ ഇങ്ങനെ കാണുന്നില്ലേ? എത്ര 3 ഉണ്ട് ഇവിടെ? എത്ര 3 ഉണ്ട് എന്ന് നോക്കുക. 1 അല്ലേ? അപ്പോൾ ഒരു ടാലി 1, 2 അല്ലേ? 3, ഇതാ 3 എണ്ണം. അപ്പോൾ എത്രയാ? 3 3 അല്ലേ? അടുത്തത് 4 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 2 പ്രാവശ്യം അല്ലേ? 4 ഉള്ളൂ. 4 2 പ്രാവശ്യം. ഓക്കെ, ഇനി നോക്ക് 5 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5. അപ്പം ഇങ്ങനെ എന്താണെന്ന് അറിയാം? 1 2 3 4 5 വരുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 5. ഇനി അടുത്ത് നോക്ക് 6 എത്ര പ്രാവശ്യം ഉണ്ട്? 1 ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ അല്ലേ? 6 അപ്പോൾ ഒറ്റ പ്രാവശ്യം. 6 1 പ്രാവശ്യം. ഇനി 7 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4. അപ്പോൾ 7 4 പ്രാവശ്യം. 1 2 3 4. അപ്പോൾ ഇവിടെ ഞാൻ 4 എന്ന് എഴുതി കേട്ടോ. ഇനി അടുത്ത് 8 1 കട്ട് ചെയ്യണേ, 2 3 4. അതും 4 പ്രാവശ്യം. അതും 4 പ്രാവശ്യം കണ്ടോ? ഇനി അടുത്തത് 9 എത്ര പ്രാവശ്യം ഉണ്ട്? 1 പ്രാവശ്യം അല്ലേ മക്കളെ? അപ്പോൾ 9 1 പ്രാവശ്യം. 10 എത്ര പ്രാവശ്യം ഉണ്ട്? 1 പ്രാവശ്യം. അപ്പോൾ 10 1 പ്രാവശ്യം. അയ്യോ, 1 എഴുതാൻ വിട്ടുപോയി. ഇനി അടുത്ത് 11 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2. അപ്പോൾ ഞാനിവിടെ 11 1 2 ഞാൻ 2 എഴുതി. ഇനി അടുത്ത 12 എത്ര പ്രാവശ്യം ഉണ്ട്? 2 അല്ലേ? 1 2. അപ്പോൾ അത് ഞാൻ എഴുതി 2 കണ്ടോ? ഇങ്ങനെയാണ് ഫ്രീക്വൻസി അറേ എഴുതി ഉണ്ടാക്കുക കേട്ടോ. ഫ്രീക്വൻസി അറേ കൺസ്ട്രക്ട് ചെയ്യാൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഏതായാലും ഒന്നും ഉണ്ടാവും ഉറപ്പാണ്. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. മൂന്നാമത്തെയാണ് കണ്ടിന്യൂസ് സീരീസ്. ഇത് കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് വേ ആണ്. അതായത് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ, കണ്ടിന്യൂസ് വേരിയബിളിനെ നമ്മൾ ഓർഡർലി അറേഞ്ച്മെന്റ് ചെയ്യാക്കുകയാണ് കേട്ടോ. ഇതൊരു കോംപ്രിഹെൻസീവ് വേ ഓഫ് ക്ലാസിഫൈങ് ഡാറ്റയാണ് ശരിക്കും ഈ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കുറച്ചും കൂടെ വലുതാണ് കേട്ടോ. നോക്കിയേ, ഇതൊരു എക്സാമ്പിൾ ആണ്. 0 മുതൽ 1000 വരെ വരുമാനമുള്ളവര് 5 പേര്. അതായത് 0-ന്റെയും 1000-ന്റെയും ഇടയ്ക്ക് വരുമാനമുള്ളവര് 2 പേര്. 1000-ന്റെയും 2000-ന്റെയും ഇടയിൽ വരുമാനമുള്ളവര് 8 പേര്. ഓക്കെ, അതേപോലെ 2000-ന്റെയും 3000-ന്റെയും ഇടയിൽ വരുമാനമുള്ളവര് 10 പേര്. 3000-ന്റെയും 4000-ന്റെയും ഇടയിൽ വരുമാനമുള്ളവര് 4 പേര്. 4000-ന്റെയും 5000-ന്റെയും ഇടയിൽ വരുമാനമുള്ളവർ എത്രയാണ്? 3 പേര്. അപ്പം നമ്മൾ ഇതാണ് ഫ്രീക്വൻസി. ഇങ്ങനെ ഇരിക്കും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് കുറേ പാർട്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ക്ലാസസ് എന്ന് വിളിക്കുക. ഇതിനെയാണ് നമ്മൾ ക്ലാസസ്. ഇതാണ് നമ്മുടെ എന്ത്? ഫ്രീക്വൻസി. കണ്ടോ? ഇതൊക്കെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ പഠിക്കുക. നോക്കിക്കോളൂ. ആദ്യം നമ്മൾ ഏതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ക്ലാസ് ലിമിറ്റ്സ് വേണം. ക്ലാസ് ലിമിറ്റ്സ് മക്കളെ, ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് 0 to 10 ആണെന്ന് വിചാരിക്കുക. ഈ 0 to 10 എന്ന് പറഞ്ഞാൽ 0-ന്റെയും 10-ന്റെയും ഇടയ്ക്കുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ 0 to 10 വരെ എന്ന് പറഞ്ഞത് ഒരു ക്ലാസ്സിന്റെ 2 ലിമിറ്റ്സാ. ലിമിറ്റ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ബൗണ്ടറീസ് എന്നും വിളിക്കാറുണ്ട്. ക്ലാസ് ബൗണ്ടറീസ് എന്നും വിളിക്കും.
ഈ 0 ആണ് ലോവർ ലിമിറ്റ്. ഒരു ക്ലാസ്സിന് 2 ലിമിറ്റ്സ് ഉണ്ട്. ഒന്ന് ലോവർ ലിമിറ്റ് ആണ്, ഇതാണ് എന്ത് അപ്പർ ലിമിറ്റ്സ്. ഓക്കെ, ഇപ്പൊ വേറൊരു ക്ലാസ് എടുത്തോളൂ, 5 മുതൽ 10 വരെ. ഈ 5 ആണ് ലോവർ ലിമിറ്റ്. ഒരു ക്ലാസ്സിന്റെ അറ്റത്ത്, ഈ അറ്റത്ത് കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ലോവർ ലിമിറ്റും റൈറ്റ് സൈഡിൽ കിടക്കുന്ന എന്താ മക്കളെ അപ്പർ ലിമിറ്റുമാണ്. അപ്പൊ ഒരു ക്ലാസ്സിന് എന്തുണ്ട് 2 ലിമിറ്റ്സ് ഉണ്ട്. ഏതൊക്കെ ലിമിറ്റ്സാ? ലോവർ ലിമിറ്റ്സ് ആൻഡ് അപ്പർ ലിമിറ്റ്സ്. എന്താണ് അർച്ചനക്കുട്ടിയെ? ഹലോ ഹലോ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ, ക്ലാസ് ഇന്റർവെൽ ഓർ ക്ലാസ് വിഡ്ത്ത്. ഒരു ക്ലാസിന്റെ അകലം. ഇപ്പൊ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഒരു ഇന്റർവെൽ ഉണ്ടാവും. എപ്പോഴാ ഇന്റർവെല് കിട്ടുക? സിനിമ തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണോ ഇന്റർവെല്? സിനിമ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണോ ഇന്റർവെല്? എപ്പോഴാ സാധാരണ ഒരു ഇന്റർവെല് കൊടുക്കുക? പറയൂ. എപ്പോഴാണ് ഒരു സിനിമയിൽ ഇന്റർവെല്? ഏതാണ്ട് മിഡിൽ എത്തുമ്പോൾ അല്ലേ? അതാ. അപ്പൊ ഇവിടെയും ഇതാണ് ക്ലാസ് ഇന്റർവെൽ അല്ല. അപ്പോൾ ഒരു സിനിമയുടെ ഇതാണെങ്കിൽ 2 മുതൽ 2:30 വരെ, 2.5 മണിക്കൂർ, അതായത് 2.5 മണിക്കൂറാണ് ഒരു സിനിമയെങ്കിൽ ആ സിനിമയുടെ 1 അവർ കഴിയുമ്പോൾ കൊടുക്കും, ഇന്റർവെൽ കൊടുക്കും. ഓക്കെ, ഇവിടെ ക്ലാസ് ഇന്റർവെൽ ഓർ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ അകലം. ഇപ്പൊ ഒരു സിനിമ 2.5 മണിക്കൂറുള്ള സിനിമയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എന്ത് കിട്ടും? അല്ലെങ്കിൽ 1.25 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്റർവെൽ കിട്ടും അല്ലേ? നോക്ക്, ക്ലാസ് ഇന്റർവെൽ ഓർ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചത്, അകലമാണ്. അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള അകലമാണ് നമ്മുടെ എന്ത് ക്ലാസ് ഇന്റർവെൽ എന്ന് ഉദ്ദേശിച്ചത്. അണ്ടർസ്റ്റുഡ്? അതായത് ക്ലാസ് ഇപ്പൊ നിങ്ങളുടെ ഒരു പീരീഡ് തുടങ്ങുന്നത്, ഒരു പീരീഡ് 40 മിനിറ്റ് ആണ്. ആ 40 മിനിറ്റ് ആണ് ഇന്റർവെൽ. ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഇന്റർവെൽ മണിയടിച്ച് പുറത്തേക്ക് ഓടുന്ന ആ ഇന്റർവെൽ അല്ല. ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ അകലമാണ്, വിഡ്ത്താണ് എന്ത് ക്ലാസ് ഇന്റർവെൽ എന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഒരു സിനിമയ്ക്ക് കയറി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ പുറത്തേക്ക് ഇറങ്ങാവൂ. അപ്പൊ ആ സിനിമയുടെ ഇന്റർവെൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂറാണ്. മനസ്സിലായോ? ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അതാ ഗ്യാപ്പ്, വിഡ്ത്ത്, അകലം. ഇപ്പൊ ഉദാഹരണത്തിന് 10 മുതൽ 20 വരെയാണ് ഒരു ക്ലാസ് എങ്കിൽ ഈ ക്ലാസിന്റെ അകലം എത്രയാണ്? ഈ ക്ലാസിന്റെ അകലം എന്ന് പറയുന്നത് 10 ആണ്. അതായത് 10 മുതൽ 20 വരെ എത്രയാണ്? 10 അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ കിട്ടുമെന്നറിയോ? ഇതാണ് ലോവർ ലിമിറ്റ്, ഇതാണ് നമ്മുടെ എന്ത് അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ക്ലാസ് വിഡ്ത്ത് കിട്ടും. അതായത് 20 മൈനസ് 10 ഗീവ്സ് യു 10. ദിസ് 10 ഈസ് നോൺ ആസ് വാട്ട്? ക്ലാസ് വിഡ്ത്ത്. കണ്ടോ? ഇനി അടുത്ത് നോക്ക്, 2 മുതൽ 5 വരെ ഒരു ക്ലാസ് ആണ്. 2 മുതൽ 5 വരെ 2 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്, 5 എന്ന് പറയുന്നത് എന്താ മക്കളെ? അപ്പർ ലിമിറ്റ് ആണ് അല്ലെ? എങ്ങനെയാ ഇതിന്റെ ഇന്റർവെല് കാണുക? 5 മൈനസ് 2 എത്രയാ? 3. ഇത് തമ്മിലുള്ള അകലം എത്രയാണ്? 3. സോ ദാറ്റ് 3 ഈസ് നോൺ ആസ് വാട്ട്? ക്ലാസ് വിഡ്ത്ത് ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിന് 2 ബൗണ്ടറീസ് ഉണ്ട്, ലോവർ ലിമിറ്റ്സും അപ്പർ ലിമിറ്റ്സും. ലിമിറ്റ്സ് ആണത്, ക്ലാസ് ലിമിറ്റ്സ് ആണത്. അതേപോലെ ഓരോ ക്ലാസ്സിനും ഇന്റർവെൽ ഉണ്ട്. ഇനി മൂന്നാമത്തെയാണ് ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക്. ഒരു ക്ലാസ്സിന്റെ നടുക്ക് കിടക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് 2ന്റെയും 4 ഒരു ക്ലാസ് ആണ്, 2, 4. ഇതിന്റെ നടുക്ക് കിടക്കുന്നത് എല്ലാവർക്കും അറിയാം എത്രയാണ്? 3 ആണെന്ന് അറിയാം. ഈ 3 ആണ് നമ്മുടെ എന്ത് ഈ ക്ലാസിന്റെ മിഡ് പോയിന്റ്. എങ്ങനെ കിട്ടി? അതായത് ഇത് ലോവർ ലിമിറ്റ് ആണ്, ഇതെന്താണ് അപ്പർ ലിമിറ്റ് ആണ് അല്ലെ? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. That is 2 plus 4 by 2 gives you 6 by 2 gives you 3. ഇതാണ് നമ്മുടെ എന്ത് ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണം. ക്ലാസ് ലിമിറ്റ്സ് ഏതാണ്, ക്ലാസ് ബൗണ്ടറി എന്താണ്, അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് എന്താണ്, ക്ലാസ് മാർക്ക് എന്താണ്, ഇത് പഠിക്കണം. Now, എക്സ്ക്ലൂസീവ് ക്ലാസ്സും ഇൻക്ലൂസീവ് ക്ലാസ്സും ഇത് തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. മിസ് എഴുതിയ ക്ലാസ്സസ് നോക്കിയേ, ഒന്ന് ഇൻക്ലൂസീവ് ആണ്, മറ്റത് എക്സ്ക്ലൂസീവ് ആണ്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻക്ലൂസീവ്. ഓക്കെ, ഇത് ഇൻക്ലൂസീവാ. 0 മുതൽ 10, 10 മുതൽ 20, 20 മുതൽ 30, 30 മുതൽ 40, 40 to 50. അപ്പൊ അത് നല്ല സുഖമുണ്ട്. അതായത് നോ ബ്രേക്കിംഗ് അറ്റ് ഓൾ അല്ലെ? ഇടയ്ക്ക് ഒരു ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ സുഖസുന്ദരമായിട്ട് എഴുതിയത് എക്സ്ക്ലൂസീവാ. നേരെ മറിച്ച് ഇൻക്ലൂസീവ് വരുമ്പം ഒരു ബ്രേക്ക് ഉണ്ട്. 0 to 9, 10 to 19, 19 to 20, 20 to 29. അയ്യോ കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ ഒരു ഇൻക്ലൂസീവാ. ഇവിടെ എന്തുണ്ട്? There is a small gap അല്ലെ? ഒരു ചെറിയ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. അപ്പൊ ബ്രേക്ക് വരുന്നത് ഇൻക്ലൂസീവ് ആണ്, ബ്രേക്ക് വരാത്തത് എന്താണ്? എക്സ്ക്ലൂസീവാ.
പക്ഷെ എന്താണ് അതിന്റെ റിയൽ എന്ന് നോക്കിക്കോളൂ. നോക്കിക്കേ, ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റാ. ഒരു ആദ്യം ഇത് മാത്രം നോക്കുക. എക്സ്ക്ലൂസീവ് ക്ലാസ് ശരിക്കും ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് അപ്പർ ലിമിറ്റ്, ഇതാണല്ലോ അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. കണ്ടോ, ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ്സിൽ ഏതൊരു ക്ലാസ്സിനെയും അപ്പർ ലിമിറ്റ് ആയിരിക്കും തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. എക്സാമ്പിൾ നോക്ക്, ഇതാണ് ഈ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ്, ഇതാണ് തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ഇതാണ് ഈ 30 ഈ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ്, ഈ 30 തൊട്ടടുത്ത ക്ലാസിന്റെ എന്ത് ലോവർ ലിമിറ്റ്. ഇതാണ് എക്സ്ക്ലൂസീവിന്റെ പ്രത്യേകത. അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. അത് മാത്രമല്ല, അപ്പർ ലിമിറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. അപ്പർ ലിമിറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയോ? 10, ഇവിടെ 0 മുതൽ 10 വരെയാണെങ്കിൽ 10 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ആ 10നെ ഇവിടെ നമ്മൾ എടുക്കില്ല, അതിനെ നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് അത് അടുത്ത ക്ലാസ്സിലാക്കി കയറ്റിയെടുക്കുക. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ എടുക്കില്ല. അതാണ് പറഞ്ഞത് അപ്പർ ലിമിറ്റ് എന്താണ്? എക്സ്ക്ലൂഡഡ് ആണ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ നമ്മൾ എടുക്കും. 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ടു ദ നെക്സ്റ്റ് ക്ലാസ്. അതേപോലെ 20 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചില്ല, അടുത്ത ക്ലാസ്സിൽ പോകും. 30 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതൂല, അടുത്ത ക്ലാസ്സിൽ പോകും. അതുകൊണ്ടാണ് എക്സ്ക്ലൂഡഡ്. നേരെ മറിച്ച് ഇൻക്ലൂസീവ് എന്താ നോക്കിയേ. അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ്, ഇതാണ് അപ്പർ ലിമിറ്റ് അല്ലേ? ഇതാണ് അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഈസ് നോട്ട് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. കണ്ടോ, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അല്ല തൊട്ടടുത്ത ക്ലാസിന്റെ എന്ത് ലോവർ ലിമിറ്റ്. വ്യത്യാസമുണ്ട്. ഇതാണ് അപ്പർ ലിമിറ്റ് അല്ലേ, ഇവിടെ വരേണ്ടത് അതല്ല. ഓക്കെ ഓക്കെ, നോക്കിയോ, ഇവിടെ വരുന്നത് 20 to 29, then 30 to 39 എന്നാ. അപ്പൊ നോക്കിയേ, ഇതാണ് അപ്പർ ലിമിറ്റ്. ഈ അപ്പർ ലിമിറ്റ് അല്ല തൊട്ടടുത്ത ക്ലാസിന്റെ എന്ത് ലോവർ ലിമിറ്റ്. ഇതാണ് അപ്പർ ലിമിറ്റ്, ഇതല്ല തൊട്ടടുത്ത ക്ലാസിന്റെ എന്ത് ലോവർ ലിമിറ്റ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അപ്പർ ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ എന്താണ്? അപ്പർ ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ്. ഇപ്പൊ 9 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം അല്ലാതെ പിന്നെ 9 ഇവിടെ പോയി എഴുതാൻ പറ്റൂലല്ലോ. അപ്പൊ 9 എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഹിയർ. പക്ഷെ ഇവിടെ എന്താണ്? അപ്പർ ലിമിറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. അതാണ് ഇത് തമ്മിലുള്ള എന്ത് വ്യത്യാസം. മനസ്സിലായോ? ഇനി നമ്മൾ കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫ്രം ദ ഫോളോയിങ് ബൈ ടേക്കിംഗ് ക്ലാസ് ഇന്റർവെൽ 5. ഇനി നമ്മൾ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ട് ചെയ്യണം. ക്ലാസ് ഇന്റർവൽ എത്രയാക്കണം? 5 ആക്കണം. ഇതും 4 മാർക്കോ 5 മാർക്കിനോ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് 5 ആയിരിക്കണം ഇന്റർവെൽ എന്ന്. ചിലപ്പം പറയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്റർവെൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നോക്കിയോ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്ലാസ് എഴുതുക. നെക്സ്റ്റ് വൺ വി വിൽ റൈറ്റ് ഫ്രീക്വൻസി. നോക്കിക്കോളൂ, നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാ? ലോവസ്റ്റ് വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പൊ ക്ലാസ് ഇന്റർവെൽ 5 ആണല്ലോ. അപ്പൊ എനിക്ക് 0 മുതൽ 5 വരെ എടുക്കാൻ പറ്റൂ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ് എന്തായിരിക്കും? 5 മുതൽ എന്തായിരിക്കും? 10 വരെ. അടുത്ത 10 മുതൽ എത്രയായിരിക്കും? 10 മുതൽ 15 വരെ. ഓക്കെ, അങ്ങനെ ഇത് എത്ര പ്രാവശ്യം പോകണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുക? 20 വരെ. 20 മുതൽ 25 വരെ. അടുത്തതോ 25 മുതൽ 30 വരെ. അടുത്തത് 30 മുതൽ 35 വരെ. അത് മതി, കാരണം നമ്മുടെ ഹയസ്റ്റ് വാല്യൂ പെറുക്കി നോക്കുമ്പോൾ 32 ആണ്. അപ്പൊ അത് ഈ ക്ലാസ്സിൽ വരില്ലേ? ഇല്ലേ? അപ്പൊ പിന്നെ പ്രശ്നമല്ല. നമുക്ക് ഇതാണ് ക്ലാസ്സസ്. മക്കളെ, ഒരു ക്ലാസ്സസ് എഴുതുമ്പോൾ അതിൽ മിനിമം 5 ക്ലാസ് വേണമെന്ന് റൂൾ ഉണ്ട് കേട്ടോ. അതിൽ സാധാരണ കുറയാറില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുക 0 മുതൽ 5 വരെ എത്രയൊക്കെ സംഖ്യകൾ അവിടെ വരുന്നുണ്ട്. 0ന്റെയും 5ന്റെയും ഇടയിൽ 0 വരാം. 1, 2, 3, 4, 5 ഉൾപ്പെടുത്തരുത്. 5 അടുത്ത ക്ലാസ്സിലേ പോവുള്ളൂ. അപ്പോൾ 0, 1, 2, 3, 4 നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കിയോ, 1 ഒരു 3, 2, 2, 2, 3, 3, 4, 5, 6, 7, 8 അല്ലേ? അപ്പൊ ഞാനിവിടെ 8 ഫ്രീക്വൻസി എത്ര പ്രാവശ്യം ഉണ്ട്? 0 മുതൽ 5 വരെ 8 എണ്ണം ഉണ്ട്. ആണോ? അല്ലേ? 1, 2 അല്ലേ? 8 എണ്ണം ഉണ്ട്.
Now comes the next one. 5 മുതൽ 10 വരെ. 5 മുതൽ 10 വരെ നോക്കിയോ. 1 2 3 10 ഉൾപ്പെടുത്തരുത് കേട്ടോ. 1 2 3 4 5 6 6 6 7 8 9 10 11. അപ്പൊ ഞാൻ 11 പ്രാവശ്യം. എടോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആരോട് ചോദിക്കേ? അടുത്തത് 10 മുതൽ 15 വരെ എത്ര പേരുണ്ടെന്നാ? 10 മുതൽ 15-നുള്ളിൽ എത്ര പേരുണ്ട്? 1 2 3 4 5. ഇവിടെ 12 വരും കേട്ടോ. 5 കഴിഞ്ഞാൽ അടുത്തത് 6. ഓ കട്ട് ചെയ്ത്. ഇവിടെ 12 അല്ല വരിക, ഇവിടെ കുറേ വരും. 5 മുതൽ 10 വരെ എത്ര എണ്ണം വരുന്നൊന്ന് നോക്കിയേ. 5 മുതൽ 10 വരെ 1 2 3 4 5 6 7 8 8 ദാ 9 കണ്ടോ. 9 10 11 12 13 14 വരെ വരുന്നുണ്ട്. Now comes 10 to 15 വരെ. 10 to 15. 1 2 2 2 2 2 3 3 3 4 5 6 7 8. ഇതാണ് 8. അടുത്ത 15 മുതൽ 20 വരെ എത്ര എണ്ണം വരുന്നുണ്ട് നോക്കിയേ. 1 2 2 3 4 അല്ലേ. 20 മുതൽ 25 വരെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ 0. 25 മുതൽ 30 വരെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 0. അടുത്തത് 30 മുതൽ 35 വരെ 1 2 3 4. യെസ് 4. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 19. ഓക്കെ 39 22 12 34 പ്ലസ് 4. എവിടെയോ ഒന്ന് വിട്ടിട്ടുണ്ടല്ലോ. ഏതോ ഒരു ഫ്രീക്വൻസി ആഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഏതാണത്? ഒന്ന് കണ്ടുപിടിക്കൂ. ഏതാണത്? 12. ഏതാ 12? വിച്ച് വൺ ഈസ് 12? സുനിത ബാബു ഒന്നും വേണ്ടിയില്ല. ഓക്കെ ലെറ്റ് മീ. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കണം. ഒന്നും കൂടെ നോക്കിക്കോളൂ. നമുക്ക് ക്യാൻസൽ ചെയ്യാം, അതായിരിക്കും ബെറ്റർ ഇനി. ഓക്കെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണേ. 0 മുതൽ 5 വരെ 1 2. ഓക്കെ 2 2 2 2 3 3 4 4 5 6 7 8. 8 എണ്ണല്ലേ ഉള്ളൂ? യെസ് 8 എണ്ണം. എഴുതട്ടെ 8 എണ്ണം. ഓക്കെ now comes the next one. നോക്കിയാ അടുത്തത് 5 മുതൽ 10 വരെ നോക്കിക്കോളേ. 1 2 3 4. ഓക്കെ 4 5 6 7 8 8 8 8 9 10 11 12 13. യെസ്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? 13. യെസ്. ഇനി 10 മുതൽ 15 വരെ നോക്കിയേ. 10 മുതൽ 15 വരെ 1 2 3 4 4 5 6 7 8 9 10 11. യെസ് ഇവിടെ 11 ആവേ. ഇവിടെ 11 ആയി. ഓക്കെ 15 മുതൽ 20 വരെ എത്രയുള്ളത്? 1 അല്ലേ. 1 2 3. ഓക്കെ 3. ഓക്കെ 3. പിന്നെ ഇല്ല ഒന്നും. പിന്നെ ലാസ്റ്റത്തെ 4 എണ്ണം. ഇനി കൂട്ടി നോക്ക്. 0 0 ആണേ. 21 14 4. കറക്റ്റ് 39. യെസ് 39. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ് ഇന്റർവെൽ ഉണ്ടാക്കുക കേട്ടോ. Now comes the last topic ആണ് univariate distribution. A frequency distribution with only one variable. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ക്ലാസ്സും ഉണ്ട്, ഇവിടെ മാർക്കും ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരൊറ്റത് മാത്രമാണുള്ളെങ്കിൽ ഇവിടെ മാർക്കാണ് വേരിയബിൾ അല്ലേ. അങ്ങനെ ഒരൊറ്റ എണ്ണം മാത്രമാണുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൺ വേരിയബിൾ. അതായത് യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. നേരെ മറിച്ച് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് വാട്ട്? 2 വേരിയബിൾസ്. 2 എണ്ണം ഉണ്ടാവും. അതായത് ഇവിടെ ക്ലാസ്സും ഉണ്ട്, മാർക്കും ഉണ്ട്, വെയിറ്റും ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ഈ വെയിറ്റ് ഒരു വേരിയബിൾ ആണ്, മാർക്ക് ഒരു വേരിയബിൾ ആണ്. ഇവിടെ 2 എണ്ണം ഉണ്ട്. കണ്ടോ? അങ്ങനെ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ എന്ത്? ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഇസ് മെന്റ് ബൈ യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ? വാട്ട് ഇസ് മെന്റ് ബൈ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ? യൂണിവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളേ ഉള്ളൂ. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. 2ൽ കൂടുതലാണെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കും? മൾട്ടിവേരിയേറ്റ്. പക്ഷെ ഇല്ല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുക. ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ 3rd chapter, that is organization or classification of data. Clear?
ഇനി നമ്മുടെ സിറാജ് സാർ വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ നിങ്ങളുടെ ഇന്ത്യൻ ഇക്കോണമി ഇൻ ബിറ്റ്വീൻ 1950 to 1990 അല്ലേ, അതാണ് ഇനി സിറാജ് സാർ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നൗ സീ Chapter 2 Indian Economy 1950 to 1990. മനുമോൾ PV. ഓക്കെ, ബൈ ബൈ തന്നെ പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉറക്കം വന്നു. ഇറ്റ് ഇസ് നിയർലി 9:45 അല്ലേ. എന്തായാലും ബിഫോർ 10:30 മിസ് സാറ് സെക്കൻഡ് ചാപ്റ്റർ ഇത് അങ്ങോട്ടേക്ക് ഫിനിഷ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ, ദെൻ ഡോണ്ട് ഗോ, വെയിറ്റ് ദേർ. ഓക്കെ, സാറ് വന്നു പോവരുതേ ആരും. ഓക്കെ, യെസ്, എക്സ്പ്രസ് ഫാസ്റ്റ് എക്സീഡ് ഫാസ്റ്റാ പോയത്. എന്ത് ചെയ്യാനാ, ഫാസ്റ്റിൽ പോയേ പറ്റൂ. പരീക്ഷയ്ക്ക് നമ്മൾ മെഗാ മാരത്തോൺ നമ്മുടെ എന്താ പറയാ വെറും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം സോറി ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഓക്കെയാണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ. യെസ് കേൾക്കാം. സോറി പെട്ടെന്ന് നമ്മളത് പെട്ടെന്ന് അതൊന്ന് കൈ തട്ടിപ്പോയി അല്ലേ, സ്വാഭാവികമായിട്ടും. സെറ്റ്. എടാ മിസ്സ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന പോയിന്റ്സ്, കീ പോയിന്റ്സ് എഴുതി വെക്കണം, പഠിച്ചു വെക്കണം. നിങ്ങൾക്കറിയാം സ്റ്റാറ്റി ഇപ്പം കാണുന്ന പോലെ അല്ല കേട്ടോ. സ്റ്റാറ്റി കുറച്ച് കഴിഞ്ഞാൽ ഫുൾ പ്രോബ്ലംസും ഫുൾ സംഭവങ്ങളൊക്കെ വന്ന് ഒരു സംഭവ ബഹുലമായ ഒരു സംഭവമായിട്ട് മാറും. നമുക്കൊന്നേ പറയാനുള്ളൂ. എന്താണ്? എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ. 19 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നേ ഉള്ളൂ. എക്കണോമിക്സ് എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയറാണ്. ഇനി നമ്മുടെ മാർക്ക് താഴത്തില്ലടാ അല്ലേ. നമുക്ക് ആ സ്പിരിറ്റിൽ പഠിക്കണം. നിങ്ങൾ പഠിച്ച് മറന്നുകൊണ്ട് മനസ്സിലാവുന്നില്ല, ഇതൊന്നും അല്ല. ഇനി നമ്മൾ സെറ്റാക്കി എടുക്കണം. വേണ്ടേ? ഓരോ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് കീ പോയിന്റ്സ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം, പഠിച്ചു വെക്കണം, ഓക്കെ ആക്കി വെക്കണം. അപ്പം നമ്മളിതാ പെട്ടെന്ന് ഓടിച്ചു പോവാണേ. നോക്കാം. ചാപ്റ്റർ 2 ഇന്ത്യൻ എക്കോണമി 1950 to 1990. അതായത് ഇന്ത്യൻ എക്കോണമി 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രമാണ് നമ്മൾ പറയുന്നത്. തിയറിയാണ്, ബോറടിക്കും. പക്ഷെ ബോറടിക്കാതെ ഓരോ പോയിന്റ്സും പഠിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കട്ടോ. നമ്മൾ പെട്ടെന്ന് തീർക്കും. ഓടിച്ചു പോവാണ്. അപ്പം നിങ്ങൾ നോക്കുക. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ബ്രിട്ടീഷുകാരൊന്നും ഇവിടെ വിട്ട് പോയിട്ടില്ല. നമ്മൾ 50-ലാണ് ശരിക്കും നമ്മളിവിടെ എന്ത് ചെയ്തത്. 50-51 ആ സമയത്തൊക്കെയാണ് ജനറൽ എലക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭരണഘടന, സുപ്രീം കോടതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രസിഡന്റ് ഭരണമൊക്കെ നിലവിൽ റിപ്പബ്ലിക്കായത് അല്ലേ. റിപ്പബ്ലിക്കൊക്കെ ആയത് നമ്മൾ എന്താണ് ഈ 50 ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയായി മാറിയത്. ഈ സമയങ്ങളിലേക്കാണ് കേട്ടോ. അപ്പോൾ അന്ന് എക്കോണമി എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് വലിയൊരു എക്കണോമിക് വിഷൻ വേണം.
നമ്മുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആരാണ്? ഒന്ന് കമൻ്റ് ഇട്ടെ. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആരാണ്? ഒന്ന് കമൻ്റ് ഇട്. ആരാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി? അദ്ദേഹം എടുത്ത ഒരുപാട് എക്കണോമിക് നയങ്ങൾ, ഒരുപാട് സാമ്പത്തിക പോളിസികൾ നമ്മുടെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ, നമ്മുടെ രാജ്യം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ 1950 മുതൽ 90 വരെ വലിയൊരു വിഷൻ, ഒരു ലോങ് ടേം വിഷൻ അദ്ദേഹം കണ്ടിട്ടുള്ളത്. ആ വിഷൻ തന്നെയായിരുന്നു നമ്മുടെ എക്കോണമിയെ മുന്നോട്ട് നയിച്ചത് കേട്ടോ. അപ്പം നമ്മളിവിടെ നോക്കാം, ചാപ്റ്ററിലേക്ക് കടക്കാം. എക്കണോമിക് സിസ്റ്റം. അതായത് എക്കണോമിക് സിസ്റ്റം എന്താണ്? എടാ, ലോകത്ത് 3 ടൈപ്പ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 3 ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്. അതിന് മുന്നേ ഒരു എക്കോണമിയുടെ 3 ബേസിക് പ്രോബ്ലംസ് ഏതൊക്കെയാണ്? ഒരു എക്കോണമിയുടെ 3 ബേസിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു രാജ്യം, ഒരു എക്കോണമി അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി പ്രൊഡ്യൂസർ, അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. രണ്ടാമതാണ് എന്ത്? ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ലേബേഴ്സിനെ യൂസ് ചെയ്യണോ, ക്യാപിറ്റൽസിനെ യൂസ് ചെയ്യണോ, അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. മൂന്നാമത്താണ് ഇത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അപ്പോൾ 3 പ്രോബ്ലംസ് ഏതൊക്കെയാ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എടാ, അതിലുള്ള പോയിന്റ്സ് തന്നെയാണ് ഞാനത് ഡീകോഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക. ആൻസർ 3 ക്വസ്റ്റ്യൻസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഇതാണ് ഫസ്റ്റ് വന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തെ എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഹൗ ടു പ്രൊഡ്യൂസ്. ലാസ്റ്റ് വണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഈ 3 അണ്ടർലൈൻ ചെയ്ത് വെച്ച കാര്യം. വാട്ട് ആർ ദ 3 ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ആൻസർ 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇതാണ് ഒരു എക്കോണമിയെ സംബന്ധിച്ച് നേരിടുന്ന 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇതിൽ നമ്മൾ പറയേണ്ട എന്താ? എന്തൊക്കെയാ പ്രശ്നങ്ങൾ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആരിലേക്ക് വേണ്ടി അതെങ്ങനെ എത്തിക്കണം, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? 3 ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട് കേട്ടോ. ലോകത്ത് 3 ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വരച്ച് പറഞ്ഞുതരാം എന്തൊക്കെയാണ് അതെന്ന്. നിങ്ങൾ നോക്കുക, 3 ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഇത്. വെയിറ്റ്, ഫസ്റ്റ് വൺ ഗ്രീൻ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. രണ്ടാമത്തെ എന്താണ്? സോഷ്യലിസ്റ്റ് എക്കോണമി കേട്ടോ. സോഷ്യലിസ്റ്റ് എക്കോണമി. ലാസ്റ്റ് വൺ ഏതാണ്? മിക്സഡ് എക്കോണമി. ലോകത്ത് 3 ടൈപ്പ് എക്കോണമി ഉള്ളത് കേട്ടോ. ഏതൊക്കെയാണത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. 3 പോയിന്റ് ഓക്കെയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ഇവിടെ എന്താണ്? മോർ റോൾ ഫോർ ഇതിൻ്റെ ഒന്ന് ഒരു ഇത് കുറയ്ക്കട്ടെ. മോർ റോൾ ഫോർ പ്രൈവറ്റ് പാർട്ടീസ് കേട്ടോ. പ്രൈവറ്റ് പാർട്ടീസ് സ്വകാര്യ വ്യക്തികൾക്ക് ഒരുപാട് റോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, മോർ റോൾ ഫോർ പ്രൈവറ്റ് പാർട്ടീസ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ സ്വകാര്യ വ്യക്തികൾക്ക്, പ്രൈവറ്റ് പാർട്ടീസിന് മോർ റോൾ ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ്, ലെസ് റോൾ ഫോർ ഗവൺമെൻറ്. എന്താണ്? ലെസ് റോൾ ഫോർ ഗവൺമെൻറ് കേട്ടോ. ലെസ് റോൾ ഫോർ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് അവിടെ എന്താണ്? റോൾ കുറവാണ്. അടുത്ത പോയിന്റ്, ഈ എക്കോണമി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രോഫിറ്റ് മോട്ടീവാണ് കേട്ടോ. ഈ എക്കോണമി ലാഭം ഉണ്ടാക്കാൻ എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് മോട്ടീവ് 3 പോയിന്റ്സ് ഓക്കെ. മോർ റോൾ ഫോർ പ്രൈവറ്റ് പാർട്ടീസ്, ലെസ് റോൾ ഫോർ ഗവൺമെൻറ്, പ്രോഫിറ്റ് മോട്ടീവ്. അടുത്ത എന്താണ്? ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? പ്രൈസ് മെക്കാനിസം ആണ് കേട്ടോ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രൈസ് മെക്കാനിസം എന്ന് വെച്ചാൽ ഡിമാൻഡും സപ്ലൈയാണ് ഈ മാർക്കറ്റ് തീരുമാനിക്കുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. പ്രൈസ് മെക്കാനിസം, ഡിമാൻഡും സപ്ലൈയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന എക്കോണമിയാണത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. പ്രോഫിറ്റ് മോട്ടീവാണ്. ലെസ് റോൾ ഫോർ ഗവൺമെൻറ്, മോർ റോൾ ഫോർ പ്രൈവറ്റ് പാർട്ടീസ്. 2 പോയിന്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ്. ഏതൊക്കെയാണ്? ഇതിനെന്താ വിളിക്കുക? മാർക്കറ്റ് എക്കോണമി എന്ന് വിളിക്കും കേട്ടോ. മാർക്കറ്റ് എക്കോണമി എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. മാർക്കറ്റ് എക്കോണമി എന്ന് നമ്മൾ വിളിക്കും. പിന്നെന്താണ്? എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രാജ്യം ഏതാണ്? USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക.
ഓക്കെ അല്ലേ? പോയിന്റ്സ് ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മോർ റോൾ ഫോർ പ്രൈവറ്റ് പാർട്ടീസ്, ലെസ് റോൾ ഫോർ ഗവൺമെന്റ്, പ്രോഫിറ്റ് മോട്ടീവ്, പ്രൈസ് മെക്കാനിസം ഡിമാൻഡ് സപ്ലൈ കാര്യം തീരുമാനിക്കുന്നു, മാർക്കറ്റ് എക്കോണമി, എക്സാമ്പിൾ USA. ഓക്കെ അല്ലേ? അടുത്തത് സോഷ്യലിസ്റ്റ് എക്കോണമി. സോഷ്യലിസം വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ് സോഷ്യലിസം. ഇവിടെ ആർക്കാ റോൾ കൂടുതൽ? ഇവിടെ ഓപ്പോസിറ്റ്, മോർ റോൾ ഫോർ ഗവൺമെന്റ്. ഇവിടെ ഗവൺമെന്റിന് റോൾ കൂടുതലാണ് ഗായ്സ്. ഇവിടെ ഗവൺമെന്റിന് റോൾ കൂടുതലാണ്. ആർക്കാണ് റോൾ കുറവ്? ലെസ് റോൾ ഫോർ പ്രൈവറ്റ് പാർട്ടീസ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? ഇവിടെ ആരാണ്? സെൻട്രൽ പ്ലാനിംഗ് ആണ് കേട്ടോ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സെൻട്രൽ പ്ലാനിംഗ് ആണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ആരാണത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അത് പ്രൈസ് മെക്കാനിസം ആണെങ്കിൽ ഇവിടെ ആരാണ് കാര്യം തീരുമാനിക്കുന്നത്? പ്ലാനിംഗ് കമ്മീഷനാണ് കേട്ടോ. സെൻട്രൽ പ്ലാനിംഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ പ്ലാനിംഗ്. വേണം ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ എന്നും കൂടെ എഴുതിക്കോ, കുഴപ്പമില്ല. പ്ലാനിംഗ് ബോർഡ് എഴുതിയാൽ മതി കേട്ടോ. പ്ലാനിംഗ് ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അടുത്തത്, ഇത് പ്രോഫിറ്റ് മോട്ടീവ് ആണെങ്കിൽ ഇവർ ലാഭം ഉണ്ടാക്കാൻ നിൽക്കുന്നെങ്കിൽ ഇവരെന്താണ്? വെൽഫെയർ ഓഫ് സ്റ്റേറ്റ്സ്, വെൽഫെയർ ഓറിയന്റഡ് ആണ് കേട്ടോ. വെൽഫെയർ ഓറിയന്റഡ്, ജനങ്ങളുടെ ക്ഷേമമാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ചൈന കൊടുക്കാം, ക്യൂബ കൊടുക്കാം, മതി. ചൈനയും ക്യൂബയും കൊടുക്കാം, USSR വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ക്യാപിറ്റലിസം സോഷ്യലിസം ഫീച്ചേഴ്സ് നോക്കാം. ലാസ്റ്റ് മിക്സഡ് എന്താ? അവിടെ നമ്മൾ കടയിൽ നിന്ന് അച്ചാർ വാങ്ങിക്കുമ്പോൾ, ഇപ്പം എൻ്റെ വീട്ടിൽ അച്ചാർ വാങ്ങിക്കുന്ന സമയത്ത് ഉമ്മ പറയും നാരങ്ങ അച്ചാർ വാങ്ങിയാൽ മതി, ഇക്കാക്ക പറയും മാങ്ങച്ചാർ വാങ്ങിയാൽ മതി, എനിക്കിഷ്ടം വെളുത്തുള്ളി അച്ചാറാണ്. അവസാനം ഞാനൊരു കാര്യം തീരുമാനിക്കുന്നത് മിക്സഡ് അച്ചാർ. അതുപോലെ തന്നെയാണ് മിക്സഡ് എക്കോണമി. അവിടെ എന്താണ്? ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന എക്കോണമിയാണ് ഇത് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. we have both the features of capitalism as well as socialism ട്ടോ. രണ്ടിന് ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നതാണ് ഇത് മിക്സഡ്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യ കൊടുക്കാം. എടാ 3 ഓക്കെ. എക്സാമിന് ചോദിക്കും ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി ചോദിച്ചാൽ നിങ്ങൾ ഏതാ? ഏത്? ക്യാപിറ്റലിസം ഏതാ? സോഷ്യലിസം ഏതാ? മിക്സഡിസം ഏതാ? ക്യാപിറ്റലിസം we have more role for private parties, less role for government, profit motive, price mechanism, market economy, example USA. Socialism, more role for government, less role for private parties, central planning board, welfare oriented. China, mixed economy, we have both the features of capitalism as well as socialism. Example India. ഓക്കെയാണ്, സെറ്റാണ്. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോവാണേ. വാട്ട് ഈസ് പ്ലാൻ? എടാ എന്താ പ്ലാൻ? എടാ ഓണം വെക്കേഷൻ വരാൻ പോവാണ്, പ്ലാൻ ചെയ്യണ്ടേ? ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടേ? ടൂർ പ്ലാൻ ചെയ്യണ്ടേ? ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല. ഒരുപാട് സ്ഥലത്ത് പോകണമെന്ന് ഞാൻ രാജസ്ഥാന് പോയാലെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലേ, ഒരു യാത്ര പോയാലെന്നൊക്കെ വിചാരിക്കും. നടക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ പ്ലാൻ ചെയ്യൂലേ. എന്താണ് പ്ലാൻ? വാട്ട് ഈസ് പ്ലാൻ? നിങ്ങൾ എവിടെയും പോകാൻ പ്ലാൻ ചെയ്യേണ്ട ഒന്ന് കമൻ്റ് ഇട്. നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്ന് കമൻ്റ് ഇട്ട് നോക്കാം. പ്ലാൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1950 മുതൽ 90 വരെയുള്ള എക്കോണമിയാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മളെ ഗവൺമെൻറ് തീരുമാനിച്ചു, നമ്മുടെ മിനിസ്റ്റേഴ്സ് തീരുമാനിച്ചു, നമ്മുടെ നേതാക്കന്മാർ തീരുമാനിച്ചു. നമുക്ക് പ്ലാൻ വേണം. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി മെച്ചപ്പെടുത്തി നമുക്ക് പ്ലാൻ വേണം ഗൈസ്. പ്ലാൻ വേണ്ടേ? നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നോക്കുക, A plan should have some general goals. ഒരു പ്ലാനിൽ എന്താണ്? ജനറൽ ഗോൾസ് ഉണ്ടായിരിക്കും. As specified objectives which to be achieved within a specified period of time. ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ വിചാരിക്കില്ലേ എക്സാം വരുന്നത്, ഒരു ദിവസം ഒരു ചാപ്റ്റർ ഇരുന്ന് പഠിക്കാം, ഒരു ദിവസം അക്കൗണ്ടൻസി, ഒരു ദിവസം ബിസിനസ്, ഒരു ദിവസം എക്കണോമിക്സ്, ഒരു ദിവസം ഇംഗ്ലീഷ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സമയം വെച്ച് ഒരു ഒബ്ജക്റ്റീവ് ക്രാക്ക് ചെയ്യുന്നതിന് നമ്മൾ പ്ലാനിങ് എന്ന് പറയാം. നിങ്ങൾ പ്ലാൻ ചെയ്യാണ് പഠിക്കാനും അല്ലേ? സർ ഗോയിങ് ടു ചെന്നൈ. നിവേദ ചെന്നൈ പോകണം. എന്നാ പോകണത്? ഞാൻ നാളെ ചെന്നൈയിൽ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ നാളെ ചെന്നൈയിലൊന്ന് പോകുന്നുണ്ട്. ഓക്കെ, എ പ്ലാനിങ് ഷുഡ് ഹാവ് സം ജനറൽ ഗോൾസ് ആസ് വെൽ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക ഗോൾ എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാം?
പ്ലാൻ എന്ന് പറയാ. ഇൻ 1950 1950 പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ചെയർപേഴ്സൺ. നിങ്ങൾ നോക്കുക, വൺ വേർഡ് ചോദ്യം വരും. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1950 കേട്ടോ. ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ, ഓരോ 5 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് പദ്ധതി നടത്തണം, എന്തൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കണം, ഇതിനെക്കുറിച്ച് പറയുന്ന ടീമാണ് ആര്? പ്ലാനിംഗ് കമ്മീഷൻ. ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ബോർഡ് 1950 പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. എക്സാമിന് ചോദിക്കുന്ന വേറെ ചോദ്യമുണ്ട്. എന്താണ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ. ആരാണോ രാജ്യം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ, അദ്ദേഹമാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. 1950 അപ്പോൾ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? കമന്റ് ഇടുക ഗൈസ്, കമന്റ് ഇടുക ഗൈസ്, കമന്റ് ഇട്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? 1950 പ്ലാനിംഗ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ആരാണോ ആ രാജ്യം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ, അദ്ദേഹമായിരിക്കും അത് കേട്ടോ. പക്ഷേ നോക്കുക, 2015 ജാനുവരി 1 നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് പ്ലാനിംഗ് കമ്മീഷൻ്റെ പേര് മാറ്റി. പ്ലാനിംഗ് കമ്മീഷനെ നമ്മൾ റീനെയിം ചെയ്ത് അല്ലേ? പ്ലാനിംഗ് കമ്മീഷൻ്റെ പേര് മാറ്റി. എന്താണ്? നൗ ഇറ്റ് റീനെയിംഡ് ആസ് നീതി ആയോഗ്. എന്താണ്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2015 ജാനുവരി 1 നമ്മൾ കൊണ്ടുവന്ന സംഘടനയാണ് ഇത്? നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എന്താണ് നീതി എന്ന് വെച്ചാൽ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ് 2015 ജാനുവരി 1 നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇവിടെ പറയുന്ന പോയിന്റ്, പ്ലാനിംഗ് കമ്മീഷന് നെഹ്റു അല്ലെ, ജവഹർലാൽ നെഹ്റു ആയിരിക്കും ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി വർക്ക് ചെയ്തതും ആരാണ്? നെഹ്റു തന്നെയാണ്. 17 വർഷം കേട്ടോ. നിങ്ങൾ നോക്കുക, ഗോൾസ് ഓഫ് 5-year പ്ലാൻ. നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യം എന്താണ്? ഓരോ 5 വർഷവും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓരോ 5 വർഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, പ്ലാനിംഗ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത് 1950 ബട്ട് അതിൻ്റെ ഓപ്പറേഷൻ ഫസ്റ്റ് 5-year പ്ലാൻ നടന്നത് 1951 കേട്ടോ. 1951 5-year പ്ലാൻ്റെ ഫസ്റ്റ് 5-year പ്ലാൻ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ നോക്കാം, ഗോൾസ് ഓഫ് 5-year പ്ലാൻ. ഈ 5-year പ്ലാൻ പഞ്ചവത്സര പദ്ധതിക്കുള്ള മെയിൻ ഗോൾ. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദ്യം വരും കേട്ടോ. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻ? ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻ? എഴുതി വെക്കണേ. ഫസ്റ്റ് വൺ, ഗ്രോത്ത്. പുരോഗതി വേണം, രാജ്യത്തിന് പുരോഗതി വേണം. ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിന് എന്ത് ചെയ്യുക? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂട്ടുന്നതിന് നമ്മൾ എന്താ പറയുക? ഗ്രോത്ത്. എല്ലാ രാജ്യവും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് തിരുമ്പി വന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് എന്ത് വേണം? ഗ്രോത്ത് വേണം. രണ്ടാമത്തത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം വേണം. ഈ രാജ്യത്ത് ആധുനികവൽക്കരണം വേണം. ഇറ്റ് മീൻസ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്തിരിക്കണം. മോഡേണൈസേഷൻ. മൂന്നാമത്തത് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തരാവണം അല്ലേ? ഇന്ത്യൻ എക്കോണമി ഒറ്റയ്ക്ക് വെട്ടി വന്നവരെ കളിയാക്കുന്നു എന്ന് ചോദിക്കണം അല്ലേ? അത് കളിയാക്കലുകളില്ലാതെ അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തരാണ്. നമ്മൾ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണം. ലാസ്റ്റ് വൺ, ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് മീൻസ് റിഡക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. പാവപ്പെട്ടവരും പണക്കാരനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ആ ഗ്യാപ്പ് നമുക്കിനി വേണ്ട. പാവപ്പെട്ടവനും പണക്കാരനും എന്താണ്? ഒരുപോലെ ആയിരിക്കണം. ഇക്വിറ്റി. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഒരു വൺ വേർഡ് ചോദ്യമാണ്. ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് വാസ് PC മഹലനോബിസ്. പഠിച്ചു വെച്ചോ. ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആർക്കിടെക്ചർ ആരാണ്? ശില്പി ആരാണ്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആർക്കിടെക്ചർ ആരാണ്? PC മഹലനോബിസ്. ആരാണ്? PC മഹലനോബിസ്. എക്സാമിന് ചോദിക്കുക, ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് വാസ് നോൺ ആസ് PC മഹലനോബിസ്. രണ്ടാമത്, പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1950. ദ ഫസ്റ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതാണ് 1951. പ്ലാനിംഗ് കമ്മീഷൻ 50 വന്നു. ഫസ്റ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് 51. The idea of 5-year plan borrowed from USSR. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് USSR എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റഷ്യ. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് എടുത്തിട്ടുള്ളത്. നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എപ്പോഴും USSRൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക. അടുത്തത് കൃഷി. 1950 മുതൽ 1990 വരെ
നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അവസ്ഥ എന്താ നമ്മൾ നോക്കുന്നത്. നോക്കാം, ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നടന്നിട്ടുള്ളത്. ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ, ഭൂപരിഷ്കരണവും അതുപോലെ തന്നെ ഹരിത വിപ്ലവം, ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്. എല്ലാവരും പോയോ? എല്ലാവരും പോയോ? പോയവർ പോട്ടെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇരുന്ന് പഠിക്കുക. ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ ആർ ടു മേജർ ഇനീഷ്യേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഭൂപരിഷ്കരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ ജമീന്ദാർസിൻ്റെ കയ്യിലായിരുന്നു എന്താണ് ഭൂമി കൊടുത്തത്, അവരായിരുന്നു ഡീൽ ചെയ്തത്. ഇതൊക്കെ ഇനി മാറ്റി സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ ഇസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമാണ്. ഇവിടെ എന്ത് വേണം? ഭൂപരിഷ്കരണം വേണം. നോക്കാം, അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ദ ലാൻഡ് ടെന്യൂർ സിസ്റ്റം വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇന്റർമീഡിയറ്റ് ജമീന്ദാർസ്, ജാഗിർദാർസ്. ഇവരുടെ കയ്യിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നു കേട്ടോ. ഇവരായിരുന്നു എന്ത് ചെയ്തത്? ആയിക്കോട്ടെ, 2 പേര് 5 പേര് 10 പേര് ആയിക്കോട്ടെ, ഉള്ളവരുണ്ടായാൽ മതി. നിങ്ങൾ പഠിക്കുക എന്നുള്ള ഇൻറ്റൻഷൻ ഇവിടെ ഉണ്ടാവണം. നിങ്ങൾ മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം, അത്രേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾ നോക്കുക, പലരും ഫുഡ് കഴിക്കാനൊക്കെ പോയതായിരിക്കും, സമയം കുറച്ചായല്ലോ. പക്ഷെ നിങ്ങൾ ക്ലാസ് എടുത്ത് കേൾക്കണം കേട്ടോ. ഈ ക്ലാസ് എടുത്ത് നിങ്ങൾ കേൾക്കണേ. നോക്കാം, ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ജമീന്ദാർസ് ആൻഡ് ജാഗിർദാർസ് ഇവരായിരുന്നു ഭൂമി കൈയടക്കി വെച്ചിരുന്നത്. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്, ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി ജമീന്ദാർസ് ഒന്നും വേണ്ട, ഇവിടെ ഇടനിലക്കാർ വേണ്ട. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അബോളിഷൻ ഓഫ് ജമീന്ദാർസ്. ഈ പറയുന്ന കൃഷിയിലുള്ള ജമീന്ദാർസിനെ ഒഴിവാക്കുക, അവരിനി നമുക്ക് വേണ്ട. അടുത്തെന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് അമംഗ് ടില്ലേഴ്സ്, നമ്മുടെ ഭൂമി യഥാർത്ഥ കർഷകർക്ക് വിട്ടുകൊടുക്കുക. യഥാർത്ഥ കർഷകർക്ക് എന്ത് ചെയ്യുക? ഈ ഭൂമി വിതരണം ചെയ്ത് കൊടുക്കുക. യഥാർത്ഥ കർഷകർക്ക് എന്ത് ചെയ്യുക? ഈ ഭൂമി വിതരണം ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ്. ഒരാൾ ഭൂമി കൈവശം വെക്കുന്നതിന് പരിധി നിശ്ചയിക്കുക. അന്ന് ജമീന്ദാർസും അന്ന് വലിയ ജന്മിമാരൊക്കെ എന്താണ് 100-200 ഏക്കറൊക്കെ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി എന്താണ്? ലാൻഡ് സീലിംഗ് വേണം, ലാൻഡ് ഹോൾഡിംഗ് വേണം. എന്താണ്? ഈ ഭൂമി ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം 200-100 ഏക്കറൊന്നും കൈവശം വെക്കാനൊന്നും ഇനി പറ്റൂല. ഒരാൾ കൈവശം വെക്കുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കണം. നോക്കുക, ലാൻഡ് സീലിംഗ് വാസ് അനദർ പോളിസി. ലാൻഡ് സീലിംഗ് എന്താണ്? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ്, ലാൻഡ്ലെസ്, അതായത് മിച്ചം വന്ന ഭൂമി പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ലാൻഡ് സീലിംഗ് വാസ് അനദർ പോളിസി ടു പ്രൊമോട്ട് ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ. ലാൻഡിന് സീലിംഗ്, ഒരാളുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കാം. ഇതാണ് ലാൻഡ് സീലിംഗ്, അതായത് പരിധി നിശ്ചയിക്കുക. ഇത്ര ഭൂമി ഒരാൾ കൈവശം വെക്കാൻ പറ്റുള്ളൂ. ഇതാണ് ലാൻഡ് സീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ട് ഈക്വിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ദിസ് മീൻസ് ഫിക്സിംഗ് ദ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ കൈവശം വെക്കുന്ന ഭൂമിക്ക് എന്ത് ചെയ്യുക? പരിധി നിശ്ചയിക്കാം. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്ത് നോക്കാം, നമ്മൾ ഓടിച്ചു പോണേ ഗ്രീൻ റവല്യൂഷൻ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ, ക്ലാസ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ, പബ്ലിക്കിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ, ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ എക്സാം ഉണ്ടോ, ഗ്രീൻ റവല്യൂഷൻ അവിടെ ഉണ്ടാവും. ഹീസ് എ മാൻ, ഹീസ് എ പേഴ്സൺ ഹു കം ഫ്രം ദാറ്റ് പവർഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. ഗ്രീൻ റവല്യൂഷൻ എന്താണ്? ഗ്രീൻ റവല്യൂഷൻ അല്ലെ, ഇതിൻ്റെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞുതരാം. അത് ഇൻഡിപെൻഡൻസ്, 75% ഓഫ് കൺട്രി പേഴ്സൺസ് ആർ പോപ്പുലേഷൻ വാസ് ഡിപ്പെൻഡൻ്റ് ഓൺ അഗ്രികൾച്ചർ. അന്ന് ഇന്ത്യയുടെ എല്ലാവരും എന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ വാസ് വെരി ലോ. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കാർഷിക പുരോഗതി, പ്രൊഡക്ടിവിറ്റി വെരി ലോ ആയിരുന്നു എന്ന് നമുക്കറിയാം. അതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? അതിനൊരു ചേഞ്ച് വേണ്ടേ? ഇതൊക്കെ തന്നെ ഗവൺമെൻറ് ചെയ്തത്. നമ്മുടെ കൃഷി മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന വലിയൊരു പദ്ധതിയാണ് എന്ത്? ഗ്രീൻ റവല്യൂഷൻ. കാർഷിക മേഖലകളിലെ പുരോഗതി, ഇതാണ് ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ദ യൂസസ് ഓഫ് ഓൾഡ് ടെക്നോളജി ആൻഡ് ആബ്സെൻസ് ഓഫ് റെക്കോർഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെയായിരുന്നു കൃഷിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. പഴയ ചിന്താഗതി, പഴയ ടെക്നോളജി, പഴയ മെത്തേഡുകൾ, ഇതൊക്കെയായിരുന്നു കൃഷിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം കേട്ടോ. നിങ്ങൾ നോക്കാം, ഫസ്റ്റ് ഫേസ് 1965 മുതൽ 75 വരെ എന്താണ് നമ്മൾ എന്ത് ചെയ്ത്? വീറ്റ് റവല്യൂഷൻ, ഗോതമ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോതമ്പ് കൃഷിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചപ്പെടുത്തുന്നുണ്ട്. ഗോതമ്പിന് എന്ത് ചെയ്ത് നമ്മൾ മെച്ചപ്പെടുത്താൻ തുടങ്ങി. സെക്കൻഡ് ഫേസ് 75 മുതൽ 85 വരെയാണ് സ്റ്റാറ്റസ് ഓൺ മോർ ക്രോപ്സ്. വേറെ അരിയിലും പച്ചക്കറിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത്? കുറേ കടലകളിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, 1960s എന്ത് ചെയ്തത്? നമ്മുടെ 5 ഇയർ പ്ലാൻ ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എഴുതുന്ന പോയിന്റ്സ് ആണിത്. യൂസ് ഓഫ് HYV സീഡ്സ്, ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്, നല്ല വിത്തിനങ്ങൾ, നല്ല ക്വാളിറ്റി വിത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യണം. ഇതിനാണ് നമ്മൾ എന്താ പറയുക? HYV സീഡ്സ്. നല്ല വിത്ത് വന്ന, നല്ല വിളവ് കിട്ടിയ നമ്മുടെ എന്ത് ചെയ്യും? ഗ്രീൻ റവല്യൂഷൻ വഴി നമ്മൾ മുന്നോട്ട് പോകും. അടുത്തത് യൂസസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ ആയിട്ടുള്ള
വളങ്ങൾ ഇടുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നല്ല റിട്ടേൺ കിട്ടും കേട്ടോ. നല്ല കെമിക്കൽ വളങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു. അടുത്തത് യൂസസ് ഓഫ് മോഡേൺ ടെക്നോളജീസ് ലൈക്ക് ട്രാക്ടർ, പമ്പ് സെറ്റ്. ട്രാക്ടറുകളും പമ്പ് സെറ്റുകളും ഒന്നും ഒക്കെ ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ എന്തോ സംഭവമായിട്ട് തോന്നും, പക്ഷെ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. ഇതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. അടുത്തത് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വെള്ളം, കൃഷിപ്പാടത്ത് വെള്ളം എത്തിക്കുക. കൃഷിപ്പാടത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇവിടെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ല. ഇപ്പം നമുക്ക് എന്തുണ്ട്, വി നീഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ത്രൂ ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ വഴി നമ്മൾ എന്ത് ചെയ്ത് ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, അതായത് കർഷകർ കൃഷി ചെയ്ത് കിട്ടുന്ന മിച്ചമുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിച്ച് ലാഭം ഉണ്ടാക്കുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. ഇതിനെ വരെ ഗ്രീൻ റെവല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. കർഷകർ കൃഷിയിൽ നിൽക്കണമെങ്കിൽ പൈസ വേണമെങ്കിൽ ലോണ് കിട്ടണം. കുറഞ്ഞ പലിശ നിരക്കിന് നല്ല അടിപൊളി ലോൺ കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ലോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗവൺമെൻറ് ലോൺ കൊടുത്തിട്ട് കർഷകരെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഇതാണ്: HVACs, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂസ് ഓഫ് ടെക്നോളജി, ഇറിഗേഷൻ ഫെസിലിറ്റി, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. പോയിന്റ് ഓക്കെയാണേ. നോക്കാം അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഇന്ത്യ ബിക്കം എ സെൽഫ് സഫിഷ്യൻ്റ് ആയി. ഇന്ത്യ എന്ത് ചെയ്ത്, ഈ കൃഷി മെച്ചപ്പെട്ടതോടുകൂടി, കൃഷിയിൽ ഇങ്ങനത്തെ അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജി വന്നതോടുകൂടി ഇന്ത്യയുടെ കൃഷി എന്ത് ചെയ്ത് സെൽഫ് സഫിഷ്യൻ്റ് ആയി. അടുത്തത് ഇൻക്രീസ്ഡ് മാർക്കറ്റഡ് സർപ്ലസ്. നമുക്കെന്താണ് സർപ്ലസ് വന്നു, നമുക്ക് ഒരുപാട് വിളകൾ കിട്ടി. അടുത്തത് റെഡ്യൂസ് ഇമ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഈ ഫുഡ് ഗ്രെയിൻസ് വേറെ രാജ്യത്തു നിന്ന് ഇവിടേക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യേണ്ട. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്ക് ഗോതമ്പില്ലാഞ്ഞിട്ട് നമ്മൾ പല രാജ്യങ്ങളെടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ട് ആ ഗോതമ്പൊക്കെ കൊണ്ടുവന്നത്. ഇനി അതൊന്നും വേണ്ട, ഇനി ആരെയും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇമ്പോർട്ട് ചെയ്യേണ്ട, എക്സ്പോർട്ട് വരെ ചെയ്യാനുള്ള ഗോതമ്പ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. റെഡ്യൂസ് ദ പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഫുഡിൻ്റെ വില കുറഞ്ഞു. കാരണം എന്താ, ഗോതമ്പിൻ്റെ വില കുറഞ്ഞു. കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത്, ഗോതമ്പും അരിയും തന്നെയാണ്. കുറേ ഗോതമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത്, ഗോതമ്പിൻ്റെ വില കുറയും. അടുത്തെന്താ, ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക് ഫോർ ഫുഡ് ഗ്രെയിൻസ്. അതായത് അവിടെ ബഫർ സ്റ്റോക്ക് ഉണ്ടായി. അടുത്തത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDA സിസ്റ്റം, റേഷൻ കട പോലെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് ഇതുവഴി കൃഷി ചെയ്തിട്ടുള്ള നമ്മുടെ അരിയും ഗോതമ്പ് എന്താണ് ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ വഴി ഉണ്ടായിട്ടുള്ള വലിയ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ ഓടിച്ചു പോവാണേ ഡോക്ടറിനോട് ചോദിക്കാം. അടുത്ത സബ്സിഡീസ്. എന്താ സബ്സിഡി എന്ന് വെച്ചാൽ എന്താ, കൃഷി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കർഷകർക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡിനെയാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സബ്സിഡീസ് എന്ന് വിളിക്കുക കേട്ടോ. സബ്സിഡി എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഗവൺമെൻറ് അടുത്ത് നിന്ന് കിട്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. നോക്കുക, അഗ്രികൾച്ചർ സബ്സിഡീസ് മീൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ബൈ ഗവൺമെൻറ് ടു ഫാമേഴ്സ്. ഗവൺമെൻറ് ഫാമേഴ്സിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ എന്താ പറയുക, സബ്സിഡീസ് എന്ന് പറയാം. ഈ സബ്സിഡീസ് കൊടുക്കണയോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്. അഗ്രികൾച്ചർ സബ്സിഡീസിന് അനുകൂലിക്കുന്ന പോയിന്റ് ഏതൊക്കെയാണ്, പ്രതികൂലിക്കുന്ന പോയിന്റ് ഏതൊക്കെയാണ്. എക്സാമിന് 4 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട് കേട്ടോ. 4 മാർക്കിൻ്റെ ഒക്കെ ചോദ്യം വരാറുണ്ട്. സബ്സിഡീസ് കൊടുക്കണോ, സപ്പോർട്ടിങ് ആർഗ്യുമെൻസും അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ആർഗ്യുമെൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാ സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ്സ് ഏതാ, സബ്സിഡീസ്. അതായത് ഈ സബ്സിഡീസ്, ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണമെന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന പോയിന്റ്, സബ്സിഡീസ് അട്രാക്ട് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. സബ്സിഡീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കും. പോയിന്റ് നമ്പർ 1. അടുത്തത് സബ്സിഡീസ് എൻകറേജ് ഫാമേഴ്സ് ടു ബൈ ടെസ്റ്റ് ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജികളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകർക്ക് പൈസ കിട്ടിയാലേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഈ സബ്സിഡീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ ടെക്നോളജിക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടിയല്ലോ. അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. കൃഷി മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് സബ്സിഡീസ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം അൺഎക്സ്പെക്റ്റഡ് ലോസ് ഓഫ് ഫാമേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും നഷ്ടകരമായിട്ട് ബിസിനസ്, ലാഭമില്ലാത്ത ബിസിനസ്സാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി മെച്ചപ്പെടണമെങ്കിൽ, കൃഷിയിൽ ആൾക്കാർ ഇവിടെ നിൽക്കണമെങ്കിൽ, നമുക്ക് ഫുഡ് സപ്ലൈ അല്ലെങ്കിൽ ഫുഡ് സഫിഷ്യൻസി കിട്ടണമെങ്കിൽ, കൃഷി മെച്ചപ്പെടണമെങ്കിൽ സബ്സിഡീസ് വേണം. അപ്പോൾ എന്താണ്, കർഷകർ എപ്പോഴും ലോസ് നേരിടുന്ന കർഷകരുണ്ട്. വല്ല ചുഴലിക്കാറ്റോ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ കൃഷി നഷ്ടപ്പെടും. പൈസ ഇല്ലാത്ത ആൾക്കാർ, കർഷക ആത്മഹത്യ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പം ഇങ്ങനത്തേലൊന്നും പോവാതെ എന്ത് ചെയ്യണം, ടു ഓവർകം അൺഎക്സ്പെക്റ്റഡ് ലോസ് ഓഫ് ഫാമേഴ്സ്. ഫാമേഴ്സ് എന്ത് ചെയ്യണം, ഈ പറയുന്ന
ലോസ് ഫേസ് ചെയ്യാതിരിക്കണമെങ്കിൽ സബ്സിഡീസ് നമ്മൾ കൊടുത്തിരിക്കണം. അടുത്തത് സബ്സിഡീസ് ആർ ഹെൽപ്ഫുൾ ടു റെഡ്യൂസ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ്. പൈസ ഉള്ള കർഷകരുണ്ട്, പൈസ ഇല്ലാത്ത കർഷകരുണ്ട്. പൈസ ഉള്ള കർഷകർക്ക് എല്ലാം എന്ത് ചെയ്യും, പോസിബിൾ ആണ്. ബട്ട് പൈസ ഇല്ലാത്ത കർഷകർക്കോ ഇതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ പൈസ ഇല്ലാത്ത കർഷകർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സബ്സിഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമിന് 4 മാർക്കിന് ചോദിക്കും. സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് നിങ്ങളിത് എഴുതി വെക്കാം, മസ്റ്റ് ആയിട്ട് എഴുതിക്കുക. സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡീസ്. ഇനി ഇതിനെ എതിർക്കുന്ന ആൾക്കാർ സബ്സിഡീസ് ഒന്നും കൊടുക്കണ്ട എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുക. ദ ബെനിഫിറ്റ്സ് ടു സബ്സിഡീസ് ഹാഡ് ലാർജ്ലി ഗോൺ ടു റിച്ച് ഫാമേഴ്സ്. എടാ, പാവപ്പെട്ട കർഷകർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ സ്കീമിനെ കുറിച്ചൊന്നും അറിയില്ല. ഈ വലിയ പൈസ ഉള്ള കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡീസിന് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി സബ്സിഡി കൊടുക്കണ്ട. അടുത്ത പോയിന്റ്, a major part of fertilizer subsidy goes to fertilizer industry. ഈ വളം ഡിപ്പോ ഒക്കെ കണ്ടില്ല, അവിടെയൊക്കെ സബ്സിഡിയിൽ വളം കൊടുക്കുന്നുണ്ട്, കുറഞ്ഞ വിലക്ക് വളം കൊടുക്കുന്നുണ്ട്. ഈ വളം വാങ്ങിക്കുന്നതിനുള്ള സബ്സിഡീസ് ഒക്കെ ആരടിച്ചു മാറ്റുന്നത്? ഈ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രികൾ തന്നെയാണ്. അവരെന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അടിച്ചു മാറ്റി പോകുന്നുണ്ട്. അടുത്തത്, വൺസ് ടെക്നോളജി അഡോപ്റ്റഡ് സബ്സിഡി നോട്ട് ഗിവൻ. ഒരിക്കൽ നമ്മൾ നല്ല ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പൈസ കൊടുക്കുന്നത്? എപ്പോഴും ഇങ്ങനെ എന്തിനാ സബ്സിഡിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ചില ആൾക്കാർ ചോദിക്കുന്നത്. അടുത്തത്, ഇറ്റ് ക്രിയേറ്റഡ് ഹ്യൂജ് ഫിനാൻഷ്യൽ ബർഡൻ ടു ഗവൺമെൻറ്. കൃഷി മെച്ചപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് ഇങ്ങനെ പൈസ ഇറക്കുക. ഗവൺമെൻറ് ഇത് എന്ത് ചെയ്യാണ്, ഭയങ്കര നഷ്ടമാണ്. ഗവൺമെൻറ്റിന് എപ്പോഴും നഷ്ടമാണ് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്രിയേറ്റഡ് ഹ്യൂജ് ഫിനാൻഷ്യൽ ബർഡൻ ടു ഗവൺമെൻറ്. ഗവൺമെൻറ് എന്താണ്, വലിയൊരു ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടാക്കുകയാണ്. അടുത്തത്, ഇറ്റ് ബെനിഫിറ്റ്സ് ഡിഡ് ഗോ ടു ടാർഗറ്റ് ഗ്രൂപ്പ്. ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിന് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പൈസ ഇല്ലാത്ത കർഷകർക്ക് ഒന്നും ഇതിൻ്റെ ബെനിഫിറ്റുകൾ പോകുന്നില്ല കേട്ടോ. അതെപ്പോൾ എന്താണ്, പൈസ ഉള്ള ഫാമേഴ്സ് തന്നെ അടിച്ചു മാറ്റുന്നത്. അതുകൊണ്ടൊന്നും സബ്സിഡി കൊടുക്കേണ്ട, അത് ഗവൺമെൻറ് ഫിനാൻഷ്യൽ ബേർഡനാണ്. അപ്പോൾ എക്സാമിന് 4 മാർക്കിന് ചോദ്യം ചോദിക്കും. ആർഗ്യുമെൻറ്റ്സ് ഫേവർ ഓഫ് സബ്സിഡീസ്, എഗെയിൻസ്റ്റ് സബ്സിഡീസ്. സബ്സിഡി കൊടുക്കണമെന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എത്തിക്കുക, സബ്സിഡി കൊടുക്കണ്ട എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എത്തിക്കുക. എക്സാമിന് എന്തായാലും എഴുതി വെക്കണേ, മസ്റ്റായിട്ട് ചോദ്യം വരാറുണ്ട് കേട്ടോ. നോക്കാം. അടുത്തത് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് 1950 മുതൽ നിങ്ങൾ നോക്കാം, 1950 മുതൽ 1990 വരെയുള്ള ഇൻഡസ്ട്രിയും ട്രേഡിൻ്റെയും അവസ്ഥ എന്താണ്? ഇൻഡസ്ട്രിയുടെയും ട്രേഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? IPR, ഇൻഡസ്ട്രീരിയൽ പോളിസി റെസൊല്യൂഷൻ 1956. 1956 എന്താണ് IPR എന്ന് പറയുന്ന സാധനം ഉണ്ടോ, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇൻഡസ്ട്രിയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ പദ്ധതികളാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഏതാ? IPR was adopted in a goal that state should have more control over industries in the economy. അതായത് എന്താണ്, ഗവൺമെൻറ്റിന് സ്റ്റേറ്റിന് ഇവിടുത്തെ ഇൻഡസ്ട്രികളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ കൊടുക്കുക എന്നുള്ളത് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഡസ്ട്രിയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് IPR 1956 ക്ലാസിഫൈഡ് ഇൻഡസ്ട്രീസ് ടു 3 കാറ്റഗറീസ്. ഈ IPR പോളിസി പ്രകാരം നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രികളെ 3 തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ്. ഒരു രാജ്യത്തിന്, അതായത് ഗവൺമെൻറ് കംപ്ലീറ്റ് ഓണർഷിപ്പ് ഉള്ള ഇൻഡസ്ട്രികൾ, എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ്. രണ്ടാമത്തത്, ഇൻഡസ്ട്രീസ് വിച്ച് പ്രൈവറ്റ് സെക്ടർ ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് പബ്ലിക് സെക്ടർ. എന്താണ്, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കോ എക്സിസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഇൻഡസ്ട്രികൾ. ആദ്യം പറഞ്ഞത് കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ്, രണ്ടാമത് പ്രൈവറ്റും പബ്ലിക്കും കോ എക്സിസ്റ്റൻസ് ചെയ്ത് പോകുന്നത്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോകുന്നത് കേട്ടോ. മൂന്നാമത്തത്, ഇൻഡസ്ട്രി വാസ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ടു പ്രൈവറ്റ്, കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെക്ടറിലുള്ളത്. അപ്പോൾ IPR എന്തിനെ കൊണ്ടുവന്ന്, ഇൻഡസ്ട്രീരിയൽ പോളിസി റെസൊല്യൂഷൻ എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രീരിയൽ മേഖലയെ മെച്ചപ്പെടുത്താനും ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ IPR കൊണ്ടുവന്നത്. IPR പ്രകാരം നമ്മുടെ ഇൻഡസ്ട്രികൾ 3 തരംതിരിക്കുന്നുണ്ട്. എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ്, പ്രൈവറ്റ് കോ എക്സിസ്റ്റൻസ് വിത്ത് പബ്ലിക്, കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ പ്രൈവറ്റ് കേട്ടോ. 3 തരംതിരിക്കുന്നുണ്ട്. അടുത്ത് നോക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ചെറുകിട വ്യവസായം. നമ്മുടെ നാട്ടിലെ അച്ചപ്പം, നുറുക്ക്, സോപ്പ്, വെളിച്ചെണ്ണ, ഇങ്ങനെ ഒരുപാട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കമ്പനികളുണ്ട് കേട്ടോ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എക്സാമിന് ചോദിക്കും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ 1 വേർഡ് ചോദ്യം വരും. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഏത് വർഷമാണെന്ന്? 1955 കേട്ടോ. 1 വേർഡ് ചോദ്യമാണ് 1955. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കമ്മിറ്റി മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുമ്പം ഇയർ ചോദിക്കാറുണ്ട്. 1955 ആണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ബട്ട് IPR എന്താണ്, 1956 ആണ്. IPR 1956ഉം ഇത് 1956
5 ആണ് കേട്ടോ. ഈ കമ്മിറ്റിയുടെ പേരെന്താണ്? ഈ കമ്മിറ്റിയുടെ പേരാണ് കാർവേ കമ്മിറ്റി. വൺ വേർഡ് ചോദ്യം വരാം. വിച്ച് കമ്മിറ്റി ഈസ് നോൺ എസ് അല്ല ഏത് കമ്മിറ്റിയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ കമ്മിറ്റി വിളിക്കുന്ന പേരെന്താണ്? കാർവേ കമ്മിറ്റിയാണ് കേട്ടോ. എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കമ്മിറ്റി? റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നിലകൊള്ളുന്നത് കേട്ടോ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നിലകൊള്ളുന്നത് ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ആത്മാവ് ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, അതുകൊണ്ട് ഗ്രാമവികസനം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഈസ് ഡിഫൈൻഡ് വിത്ത് റെഫറൻസ് ടു മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ്. എടാ ഒരു ഇൻഡസ്ട്രി ചെറുകിട വ്യവസായമാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിന് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അറ്റ് പ്രസൻറ്റ് മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് ടു ₹1 crore. എടാ ഇന്ന് 1 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മൾ എന്ത് പറയും? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയും കേട്ടോ. പക്ഷെ അന്ന് നിങ്ങൾ നോക്കാം, നൗ എന്താണ് 1 CR വരെയുള്ളതിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയും കേട്ടോ. സ്മോൾ സ്കെയിൽ എന്ന് പറയും. എന്നാൽ 1955 എന്താണത്? 5 lakh ആണ് കേട്ടോ. അന്ന് 5 ലക്ഷം വരെ മുടക്ക് മുതൽ വെക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ എന്താണ് പറയുക? എന്താ പറയുക? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നാണ് പറയാം. അടുത്ത് നോക്കുക. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് മോർ ലേബർ ഇൻറ്റൻസീവ് ആണ്. ഇവിടെ എന്താണ്? ഒരുപാട് ലേബേഴ്സ് വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മോർ ലേബർ ഇൻറ്റൻസീവ് ആണ്. ഒരുപാട് ലേബേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് പേർക്ക് ജോലി കിട്ടുക. നമുക്കറിയാം ഒരു അച്ചാർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവിടെ എന്തൊക്കെ ഉണ്ടാവും? മാങ്ങ പറിക്കാൻ പോകുന്ന ആൾക്കാർ, അത് കട്ട് ചെയ്യുന്ന ആൾക്കാർ, മിക്സ് ചെയ്യുന്ന ആൾക്കാർ, ഉണക്കുന്ന ആൾക്കാർ, പാക്ക് ചെയ്യുന്ന ആൾക്കാർ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ ലേബേഴ്സിന് ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന പരിപാടിയാണ് ഇത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദെയർഫോർ ഇറ്റ് ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ്. അതെന്ത് ചെയ്യുന്നുണ്ട്? മോർ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നോർമലി കനോട്ട് കോമ്പീറ്റ് വിത്ത് ബിഗ് ഇൻഡസ്ട്രീസ് ഫേംസ്. ദെയർഫോർ പ്രൊഡക്ഷൻ ഓഫ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് വാസ് റിസർവ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ വ്യവസായങ്ങളോട് മത്സരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? അവരെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കാർവേ കമ്മിറ്റി 1955 എന്താണ്? റൂറൽ ഡെവലപ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് ടു ബി 1 CR. നൗ 1955 5 ലക്ഷം ആയിരുന്നു. ലേബർ ഇൻറ്റൻസീവ് ആണ്, മോർ എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ കീ പോയിന്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കണം. പലരും ഫുഡൊക്കെ കഴിക്കാൻ പോയി ആരും ഇവിടെ കാണാനൊന്നുമില്ല. എന്താണെങ്കിലും നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് പഠിച്ച് നോട്ട് എഴുതണം കേട്ടോ. അടുത്ത് നോക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കുറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മതി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ. കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മതി. മോർ എംപ്ലോയ്മെൻറ്റ്. ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. ലെസ് പൊല്യൂഷൻ. അതായത് നമ്മുടെ കൊക്കക്കോള കമ്പനി പോലെ ഒന്നും വലിയ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ലെസ് പൊല്യൂഷനാണ്. ലോക്കൽ റിസോഴ്സ് കാൻ ബി യൂസ്ഡ്. ലോക്കലി നമുക്ക് കിട്ടുന്ന നുറുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്കലി കിട്ടുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നുറുക്ക് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ലോക്കലി റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനം ഉണ്ടാക്കാം. ഹെൽപ്സ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, എഴുതി വെക്കണം. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ ബേർഡൻ ടു ഗവൺമെൻറ്. അവിടെ ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എല്ലാ സമയവും മുന്നോട്ട് നിൽക്കാറുണ്ട്. പക്ഷേ അത് ഗവൺമെൻറ് എന്താണ്? ഒരു സാമ്പത്തിക ഭാരമാണ്, ബേർഡനാണ്. അടുത്തത് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഉണ്ടാക്കാൻ കുറച്ച് ചിലവ് കൂടുതലാണ്. അഡ്വേഴ്സ്ലി അഫക്റ്റ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈ ചെറുകിട വ്യവസായങ്ങൾ ഇങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ നല്ല പൈസ മുടക്കിയിട്ട് മുതൽ മുടക്കുള്ള എന്താണ് ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യുന്നുണ്ട്? മോശമായിട്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ. ലാക്ക് ഓഫ് പ്രോപ്പർ മാർക്കറ്റ് ഫോർ. അതെന്താണ്? നമുക്കറിയാം ഒരു ബൂസ്റ്റും ഹോർലിക്സും ഉണ്ട്. ഇപ്പുറത്ത് എന്താണ്? ദാമൂസ് പവർ ബൂസ്റ്റ്. ഇങ്ങനെ സാധനമുണ്ട്. നമ്മൾ ഏതാ കുടിക്കുക? ബൂസ്റ്റ് ഹോർലിക്സ് ആണ്. കാരണം എന്താണ്? മാർക്കറ്റിംഗ് ഇല്ല, പരസ്യം ഇല്ല. ചിലപ്പം ബൂസ്റ്റിനേക്കാൾ ഹോർലിക്സിനേക്കാൾ നല്ല സാധനമായിരിക്കും ദാമൂസ് എന്ന് പറഞ്ഞ സാധനം. പക്ഷെ നമ്മളത് കുടിക്കൂല. കാരണം എന്താണ്? മാർക്കറ്റൈസേഷനും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് കുടിക്കാത്തത്. ലാക്ക് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. എന്താണ്? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി ലോണ് പോയി ചോദിച്ചാൽ ബാങ്കുകാർ കൈ മലർത്തും. ബാങ്കുകാർ ലോണൊന്നും തരൂല. അവരെന്താണ്? എപ്പോഴും എന്താണ്? ഇത് വേഗം പൂട്ടിപ്പോവും, ഇത് വേഗം കച്ചവടം പൂട്ടിപ്പോകും എന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലാണ് ആൾക്കാർ നിൽക്കുക. അപ്പം അതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. നമ്മൾ ഓടിച്ചു പോവാണെങ്കിൽ ട്രേഡ് പോളിസി. ഇന്ത്യയുടെ വ്യാപാര നയം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. കഴിയാനായിട്ട് ഏകദേശം ഇന്ത്യയുടെ വ്യാപാര നയം, ഇന്ത്യയുടെ ട്രേഡ് പോളിസി 1950 മുതൽ 90 വരെ ഇന്ത്യയുടെ വ്യാപാര നയം എങ്ങനെയാണ്? അവർ ട്രേഡ് പോളിസീസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഗുഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ഗവൺമെൻറ് പോളിസി. അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും UAE നിന്നും പല രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. അത് തടഞ്ഞു നിർത്താം. അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഗുഡ്സും സർവീസും മതി. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്. വേറൊരു രാജ്യത്തെ ഒരു സാധനം ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യും, അതിന് മാക്സിമം നമ്മൾ കുറയ്ക്കും. നമുക്ക് നമ്മുടെ സാധനങ്ങൾ മതി. നിങ്ങൾ നോക്കുക. ഇറ്റ് മീൻസ് റീപ്ലേസ് ഇമ്പോർട്ട് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. സോ ദിസ് പോളിസി ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ്. അതായത് പ്രൊട്ടക്ഷൻ ഈസ് കേട്ടോ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊട്ടക്റ്റീവ് പോളിസിയാണ് കേട്ടോ. പ്രൊട്ടക്റ്റീവ് പോളിസി.
പ്രൊട്ടക്റ്റീവ് പോളിസിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പ്രൊട്ടക്റ്റീവ് പോളിസിയാണ്. നമ്മുടെ ഗുഡ്സുകളെ, നമ്മുടെ ഇൻഡസ്ട്രികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നയമാണ് നമ്മൾ കൊണ്ടുവന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ട് വിധത്തിലാണ്. ഒന്ന് താരിഫ്, രണ്ടാമത്തെ കോട്ട. താരിഫ് എന്ന് വെച്ചാൽ എന്താ? ടാക്സ്. വിദേശത്ത് നിന്ന് ഒരു സാധനം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ഇടും. ഹൈ ടാക്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ഇവിടേക്ക് എന്ത് ചെയ്യില്ല, സാധനങ്ങൾ കൊണ്ടുവരില്ല. അങ്ങനെ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ട് തടയാൻ പറ്റും. വേറെ രാജ്യത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? താരിഫ് മീൻസ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്. ഡ്യൂട്ടി മീൻസ് ടാക്സ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അവിടുന്ന് ഒരു രാജ്യത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഹൈ ഡ്യൂട്ടി, ഹൈ താരിഫ് ഇടുകയാണെങ്കിൽ ആ രാജ്യത്തെ ആൾക്കാർ ഇവിടേക്ക് എന്തെങ്കിലും ഒന്നും ഇമ്പോർട്ട് ചെയ്യില്ല. കാരണം ഇന്ത്യയിൽ ആ സാധനം ഇറക്കണമെങ്കിൽ ആ ഇറക്കുന്ന ആൾക്കാർ കുറേ പൈസ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അത് ഇവിടെ ഇറക്കണമെങ്കിൽ നല്ല പൈസ, ഇറക്കുന്ന ആൾക്കാർ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് താരിഫ്. കോട്ട എന്ന് വെച്ചാൽ എന്താ? ഒരളവ് നിശ്ചയിക്കുക. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷനാണ്. ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് സാധനം കൊണ്ടുവരും, ഇത്ര അളവിലേ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇപ്പം നമുക്കറിയാം UAE നിന്നും ഇവിടെ നിന്നൊക്കെ സ്വർണ്ണം കൊണ്ടുവരുമ്പോൾ ഇത്രേ കൊണ്ടുവരാൻ പാടുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കാം 2 പാൽപ്പൊടി ഉണ്ട്, ഒന്ന് അമൂലിൻ്റെ പാൽപ്പൊടി, ഒന്ന് നിഡോയും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഗവൺമെൻറ് പറയാണ് നിഡോ പാൽപ്പൊടി ഇവിടേക്ക് കൊണ്ടുവരാം, പക്ഷേ ഒരു പരിധി വരെ കൊണ്ടുവരാൻ പാടുള്ളൂ. മനസ്സിലായി? ഇത്ര കിൻഡൽ മാത്രമേ കൊണ്ടുവരാൻ പാടില്ല, അതിൽ കൂടുതൽ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിനെന്താ പറയുക? കോട്ട എന്ന് പറയാം. അപ്പോൾ ട്രേഡ് പോളിസി ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതണം, പ്രൊട്ടക്റ്റീവ് പോളിസി എഴുതണം, താരിഫ് എഴുതണം, കോട്ട എഴുതണം. താരിഫ്, കോട്ട, ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ മനസ്സിലായി. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നത് നോക്കാം. നമ്മൾ കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞു. എഫക്ട്സ് ഓഫ് പോളിസി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ബെനിഫിറ്റ് എന്തൊക്കെയാണ്? അതായത് ഈ പോളിസികൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്? ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രൂ ബൈ 6%. അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് 6% ഗ്രോത്ത് ഉണ്ടായി. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രികൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിന് എന്താണ്? 6% ഗ്രോത്ത് ഉണ്ടായി. നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ത് ചെയ്ത്? വളർന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഗ്രോത്ത് ഉണ്ടായി എന്ന് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതിയിരിക്കണം. അടുത്തത് ഇൻക്രീസ് ഇൻ ദ ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ ടു GDP കോൺട്രിബ്യൂഷൻ എന്തായത്? കൂടി. GDP കോൺട്രിബ്യൂഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ സെക്ടർ എന്താണ്? കൂടി. നമ്മുടെ ദേശീയ വരുമാനത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടാൻ തുടങ്ങി. നമ്മൾ ലാഭത്തിലായി, നമ്മുടെ നയങ്ങളും അടിപൊളിയായി. ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് 1950 മുതൽ 90 വരെയുള്ള പോളിസികൾ നമ്മൾ വിജയിപ്പിച്ചു. അടുത്തത് ഗ്രോത്ത് ഓഫ് ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസ്. നമ്മൾ പറഞ്ഞ പ്രൊട്ടക്ഷനിസം പോളിസി പ്രകാരം ഇന്ത്യയിലുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഗുഡ്സും സർവീസിനും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്ത്? നമ്മുടെ ഇന്ത്യയിലുള്ള ഗുഡ്സുകൾക്ക് നല്ല മാർക്കറ്റ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായി. വിദേശത്തു നിന്നുള്ള സാധനങ്ങളൊന്നും ഇവിടേക്ക് കൊണ്ടുവരാത്തോളം കാലം നമ്മൾ അടിപൊളിയായി. ഓക്കെ, ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ബിക്കം ഹൈലി ഡൈവേഴ്സിഫൈഡ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്താണ്? ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയി. ഇന്ത്യയിലെ ഇൻഡസ്ട്രിക്ക് നല്ല ബൂസ്റ്റ് ഉണ്ടായി, നല്ല വളർച്ച ഉണ്ടായി. ക്രിയേറ്റഡ് മെനി ഓണ്ടർപ്രണേഴ്സ് വിത്ത് സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യയിൽ ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായി, ഒരുപാട് കച്ചവടക്കാരുണ്ടായി. ജനറേറ്റഡ് മില്യൺ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് പേർക്ക് ജോലി കിട്ടി. അങ്ങനെ വളർന്ന് നമ്മുടെ എക്കോണമി എന്താണ്? ഒരു അടിപൊളിയായി മാറി കേട്ടോ. നിങ്ങൾ നോക്കാം. കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഓടിച്ചു പോയതാണ്. പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങളൊക്കെ പഠിച്ചാൽ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങളോട് പറയാനുള്ളത് +1 മാക്സിമം മാർക്ക്, മാക്സിമം പോരാ, ഫുൾ മാർക്ക് നമുക്ക് വേണം. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ +1 ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. സ്പെഷ്യൽ ഓഫർ ഉണ്ട്. എന്താണ്? 3999. ഓക്കെ, ലൈവ് ക്ലാസ്സും വർക്ക്ഷീറ്റും PDF ക്ലാസ്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. +1 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പലരും ലൈവിൽ കാണാനില്ല, പക്ഷെ എന്നാൽ പോലും എന്താണ്? നിങ്ങൾ പഠിക്കുക, സെറ്റാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മാക്സിമം കാര്യങ്ങൾ കീ പോയിന്റുകൾ പറഞ്ഞാൽ ആ കീ പോയിന്റുകൾ നിങ്ങൾ എപ്പോഴും എഴുതേണ്ട കേട്ടോ. കീ പോയിന്റുകൾ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. എന്നാൽ യു വിൽ ഗെറ്റ് ഗുഡ് മാർക്ക്, ഗുഡ് സ്കോർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. ഓക്കെ, ബൈ. പഠിക്കാം കേട്ടോ. ശരിയേ?